ഹായ് മക്കളെ, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എൻ്റെ എല്ലാ അനിയന്മാരും അനിയത്തിമാരും തയ്യാറല്ലേ? നമ്മുടെ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന മൂന്നാമത്തെ ചാപ്റ്ററിന്റെ വൺ ഷോർട്ട് റിവിഷൻ ലൈവിലോട്ട് കടക്കാൻ പോവുകയാണ്. എല്ലാ അനിയന്മാരും അനിയത്തിമാരും തയ്യാറാണെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് എന്നത്തെയും പോലെ ചാറ്റ് ബോക്സിനകത്ത് ഒരു മസ്ലിമോജി ഇട്ടാൽ നമുക്ക് നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കാം. ആർ യു റെഡി ഗൈസ്? റെഡി ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്ത്, എല്ലാവരും റെസ്പോണ്ട് ചെയ്ത മക്കളെ. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഗംഭീരമാക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. പഠിച്ച് ഏറ്റവും മികച്ച മാർക്ക് ഇനി വരാൻ പോകുന്ന ഓണപ്പരീക്ഷയിൽ ഉറപ്പിക്കേണ്ടതുണ്ട്. സോ എല്ലാവരും ആക്റ്റീവായിട്ട് കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. എനിക്കറിയാം ഈ ചാപ്റ്റർ വളരെ ക്രൂഷ്യലായ ചാപ്റ്റർ ആണ്. പല മക്കൾക്കും ഈ ചാപ്റ്ററിനകത്തുള്ള ഡെറിവേഷൻസും ന്യൂമറിക്കൽസും ഒക്കെ വളരെയധികം കൺഫ്യൂസിംഗ് ആയിരിക്കാം. എല്ലാം നമുക്ക് സെറ്റാക്കി എടുക്കാം. ഈ ഒരൊറ്റ ലൈവ് മാത്രം മതി. ഈ ചാപ്റ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണയും ഇല്ലാത്ത കുട്ടിയാണെങ്കിലും ഈ ലൈവ് കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് കാണുക. അത് മാത്രം മതി ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങളുടെ പരീക്ഷയിൽ വരാൻ പോകുന്ന മുഴുവൻ ചോദ്യങ്ങളും കൃത്യമായിട്ട് ഉത്തരം പറയാൻ. അത് ഈ പറയുന്ന ഓണപരീക്ഷ മാത്രമല്ല, ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ക്രിസ്മസ് പരീക്ഷയിലും മോഡൽ എക്സാമിനും ബോർഡ് എക്സാമിനും ഫുൾ മാർക്ക് അടിക്കാനുള്ള എല്ലാ രീതിയിലുള്ള കോൺസെപ്റ്റുകളും കോണ്ടന്റുകളും ഡെറിവേഷൻസും ന്യൂമറിക്കൽസും എല്ലാം നമുക്ക് സെറ്റാക്കി എടുക്കാം. എല്ലാ അനിയന്മാരും അനിയത്തിമാരും തയ്യാറാണെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് ഒരു മസ്ലിമോജി ഇട്ടാൽ ഒട്ടും ലേറ്റ് ആക്കാതെ നമുക്ക് നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കാം. ഇന്നത്തെ ലൈവിനൊരു പ്രത്യേകതയുണ്ട്. അത് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന പ്രത്യേകത തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അതായത് പാരലലി ആപ്പിനകത്തും യൂട്യൂബിനകത്തും ഈ ലൈവ് പോകുന്നുണ്ട്. ആപ്പിനകത്ത് ഇടുന്ന കമന്റുകളും യൂട്യൂബിനകത്ത് എൻ്റെ അനിയന്മാരും അനിയത്തിമാരും ഇടുന്ന കമന്റുകളും എനിക്ക് ഒരുപോലെ കാണാൻ സാധിക്കുന്നുമുണ്ട്. സോ എല്ലാവരും ആക്റ്റീവായി നിൽക്കുക. നിങ്ങളുടെ എല്ലാവിധ സംശയങ്ങളും നിങ്ങൾ ചോദിക്കുക. മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതും ഉറപ്പായും കമന്റ് ബോക്സിനകത്ത് റെസ്പോണ്ട് ചെയ്യുക. മറ്റൊരു കാര്യം കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ മക്കളെ. അതെന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്റർ മേ ബി നിങ്ങളിൽ പലരുടെയും സ്കൂളിൽ നടത്താൻ പോകുന്ന അൺഒഫീഷ്യലായ ഓണപരീക്ഷയ്ക്ക് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. കാരണം മഴക്കാലമായതിനാൽ തന്നെ പല അവധി ദിവസങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. സോ അതൊക്കെ കാരണത്തിനാൽ തന്നെ പല സ്കൂളുകളിലും മോഷനിനെ സ്ട്രെയിറ്റ് ലൈൻ വരെ ആയിരിക്കും പഠിപ്പിച്ചിട്ടുണ്ടാവുക. സോ അതിനാൽ തന്നെ ഈ ചാപ്റ്റർ പഠിക്കേണ്ട, എൻ്റെ സ്കൂളിലുള്ള ഓണപരീക്ഷയ്ക്ക് ഇല്ല എന്ന തോന്നൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ തോന്നൽ അങ്ങ് മാറ്റിവെക്കുക. കാരണം ഓണപരീക്ഷയല്ല അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ ഇനി നടക്കാൻ പോകുന്ന മോഡൽ എക്സാമും ബോർഡ് എക്സാമുമാണ്. സോ അത് ടാർഗറ്റ് ചെയ്ത് വേണം നിങ്ങൾ പഠിക്കാൻ. അല്ലാതെ ഓണപ്പരീക്ഷയല്ല അൾട്ടിമേറ്റ്. ഇവിടെ ഈ ചാപ്റ്റർ ഇല്ല എന്ന് പറഞ്ഞ് ആരും തന്നെ ഈ ചാപ്റ്റർ പഠിക്കാതിരിക്കരുത്. ഈ ചാപ്റ്റർ എന്തായാലും എൻ്റെ എല്ലാ അനിയന്മാരും അനിയത്തിമാരും പഠിക്കേണ്ടതാണ്. ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. വളരെ 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 പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ്. എല്ലാവരും പഠിക്കേണ്ട ചാപ്റ്റർ ആണ്. സോ നമുക്ക് തുടങ്ങിയാലോ മക്കളെ. നമ്മളിതാ ആരംഭിക്കാൻ പോകുന്നു നമ്മുടെ സ്വന്തം മോഷൻ ഇൻ എ പ്ലെയിൻ. റൈറ്റ്. സോ ആദ്യം ചാപ്റ്റർ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിലോട്ട് നമ്മൾ കടക്കാൻ പോവുകയാണ്. എന്താണ് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പോകുന്നു. റെഡിയല്ലേ? തയ്യാറല്ലേ? എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഫൈൻ. സോ ആദ്യം ഒരു ഉറുമ്പ് ഒരു നൂലിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഈ ഉറുമ്പിന്റെ മോഷൻ ഏതുതരം മോഷനാണെന്ന് കമന്റ് ചെയ്യാവോ? ഒന്നുകൂടി സൂം ചെയ്ത് വെക്കണേ. ഈ ഉറുമ്പിന്റെ മോഷൻ ഏതുതരം മോഷനാണെന്ന് പറയാൻ പറ്റുമോ? ഉറുമ്പിന് ആ നൂലിലൂടെ സ്ട്രെയിറ്റ് ആയിട്ട് മാത്രമേ നടക്കാൻ പറ്റത്തുള്ളൂ. അവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങാൻ പറ്റില്ല. ശരിയല്ലേ? വലത്തോട്ടോ ഇടത്തോട്ടോ പോകാൻ പറ്റൂല. അവന് എയ്തർ മുന്നോട്ട് അല്ലെങ്കിൽ പുറകോട്ട് മാത്രമേ അവന് മൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ആ ഉറുമ്പിന്റെ മോഷൻ ഏതുതരം മോഷനാണെന്ന് എൻ്റെ എല്ലാ അനിയന്മാരും അനിയത്തിമാരും ഒന്ന് കമന്റ് ചെയ്യാവോടാ. ഇതിനെക്കുറിച്ച് ഓൾറെഡി നിങ്ങൾ എല്ലാവരും പഠിച്ചതാണ്. എങ്കിലും ഒന്ന് ജസ്റ്റ് റെസ്പോണ്ട് ചെയ്തേ. ഈ ഉറുമ്പിന്റെ മോഷൻ ഏതുതരം മോഷനാണ്? അത് 1 ഡയമെൻഷണൽ മോഷനാണോ, 2 ഡയമെൻഷണൽ മോഷനാണോ, അതോ 3 ഡയമെൻഷണൽ മോഷനാണോ? എല്ലാവരും റെസ്പോണ്ട് ചെയ്യണം. നമുക്കറിയാം ഇവിടെ ഉറുമ്പിന്റെ പൊസിഷൻ നമുക്ക് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഒരു കോർഡിനേറ്റ് മാത്രം മതി. സിംപ്ലി ഒരു ആക്സിസ് മാത്രം മതി എന്ന് പറയാം. ശരിയല്ലേ? ഒരു കോർഡിനേറ്റ് മാത്രം ഉപയോഗിച്ച് നമുക്ക് ഉറുമ്പിന്റെ പൊസിഷനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. സിംപ്ലി വി നീഡ് എക്സ് കോർഡിനേറ്റ്, റൈറ്റ്? ഓർ എൽസ് എക്സ് ആക്സിസ് മാത്രം നമുക്ക് മതി എന്ന കാര്യം നമുക്കറിയാം. ശരിയല്ലേ? സോ ഈ ഉറുമ്പിന്റെ മോഷൻ ഏതുതരം മോഷനാണെന്ന് പറഞ്ഞാടാ. എല്ലാവരും റെസ്പോണ്ട് ചെയ്യടാ. ഉറുമ്പിന്റെ മോഷൻ ഏതുതരം മോഷനാണ്? യെസ്, ഇറ്റ് ഈസ് 1 ഡയമെൻഷണൽ മോഷൻ. ഒരു സംശയവുമില്ല, അതൊരു 1 ഡയമെൻഷണൽ മോഷനാണ്. ഒരു കോർഡിനേറ്റ് ഉപയോഗിച്ച് ഒരു വസ്തുവിന്റെ പൊസിഷൻ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതാണ് 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുക. സോ ഈ കാണുന്ന ഉറുമ്പിന്റെ മോഷൻ എന്താണ് മക്കളെ? അതൊരു 1 ഡയമെൻഷണൽ മോഷൻ ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിനകത്ത് ഉറപ്പിച്ചു വെക്കുക. ഫൈൻ. അതേ ഉറുമ്പിനെ ഞാൻ എടുത്തു, എന്നിട്ട് ഒരു പേപ്പർ കഷ്ണത്തിന്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചു. കാണാൻ പറ്റുന്നില്ലേ? എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? അതേ ഉറുമ്പിനെ ഞാൻ എടുത്ത് ഒരു പേപ്പർ കഷ്ണത്തിന്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് മോനെ നീ നടക്കടാ എന്ന് പറഞ്ഞു. ആ ഉറുമ്പിന്റെ മോഷൻ ഏതുതരം മോഷനാണെന്ന് റെസ്പോണ്ട് ചെയ്തേ.
ഇപ്പോൾ ആ ഉറുമ്പിന്റെ മോഷൻ ഏതു തരം മോഷനാണ്? എല്ലാവരും റെസ്പോണ്ട് ചെയ്യണം. ഇപ്പോൾ ആ ഉറുമ്പിന്റെ മോഷൻ ഏതു തരം മോഷനാണെന്ന് റെസ്പോണ്ട് ചെയ്തേ. ഇവിടെ ആ ഉറുമ്പിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ പേപ്പറിലൂടെ മുന്നോട്ടും പുറകോട്ടും വലത്തോട്ടും ഇടത്തോട്ടും ഒക്കെ മൂവ് ചെയ്യാൻ സാധിക്കും, ശരിയല്ലേ? ആ പ്ലെയിനിലൂടെ അവൻ എങ്ങോട്ട് വേണമെങ്കിലും ചലിക്കാൻ സാധിക്കും. സോ ഇവിടെ ആ ഉറുമ്പിന്റെ മോഷൻ ഏതുതരം മോഷനാണ്? കമോൺ ഗൈസ്, എല്ലാവരും ആക്റ്റീവായി നിൽക്കണം. എല്ലാവരുടെ കമന്റും എനിക്ക് ഒരുപോലെ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും കൂടെ കട്ടയ്ക്ക് തന്നെ നിൽക്കണം. റൈറ്റ്, ആ ഉറുമ്പിന്റെ മോഷൻ ഏതുതരം മോഷനാണ് മക്കളെ? ഒരു സംശയവും നിങ്ങൾക്ക് ഉണ്ടാവില്ല, അതൊരു 2 ഡയമെൻഷണൽ മോഷനാണ്. അതായത് ഈ വസ്തുവിന്റെ പൊസിഷൻ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ നമുക്ക് 2 കോർഡിനേറ്റുകൾ വേണം. സിംപ്ലി XY കോർഡിനേറ്റുകൾ നമുക്ക് ആവശ്യമുണ്ട്. സോ അത്തരം മോഷനെയാണെന്ന് പറയുക 2 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുക. അത്തരം മോഷനെ വിളിക്കുന്ന പേരാണ് 2 ഡയമെൻഷണൽ മോഷൻ. സോ ഈ കാണുന്ന ഉറുമ്പിന്റെ മോഷൻ എന്താണ്? അതൊരു 2 ഡയമെൻഷണൽ മോഷൻ ആണെന്ന് മനസ്സിലാക്കുക. 2 കോർഡിനേറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വസ്തുവിന്റെ പൊസിഷൻ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ എങ്കിൽ അതാണ് 2D അഥവാ 2 ഡയമെൻഷണൽ മോഷൻ. ഇവനെ വിളിക്കുന്ന മറ്റൊരു പേര് കൂടിയുണ്ട്. അതെന്താണ്? യെസ്, ഇവനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മോഷൻ ഇൻ എ പ്ലെയിൻ. 2 ഡയമെൻഷണൽ മോഷനെ തന്നെയാണ് മക്കളെ നമ്മൾ എന്ത് പറയുക? മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുക. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അതെല്ലാവരും മനസ്സിനകത്ത് ഉറപ്പിച്ചു വെക്കണം. അതെല്ലാവർക്കും അറിഞ്ഞിരിക്കണം. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഫൈൻ. അടുത്തത്, ഒരു പക്ഷിയുടെ മോഷൻ എന്താണ്? പക്ഷി ഇങ്ങനെ ആകാശത്തൂടെ പറന്നു നടക്കുകയാണ്. ആ പക്ഷിയുടെ മോഷൻ ഏതുതരം മോഷനാണെന്ന് ഒന്ന് കമന്റ് ചെയ്യാവോടാ? ഇവിടെ ഈ പക്ഷിയുടെ പൊസിഷൻ നമുക്ക് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ 3 കോർഡിനേറ്റുകൾ വേണം. XYZ കോർഡിനേറ്റ് വേണം, ശരിയല്ലേ? ഇവിടെ നമുക്ക് പൊസിഷൻ എക്സ്പ്രസ് ചെയ്യാൻ XYZ കോർഡിനേറ്റുകൾ വേണം. എങ്കിൽ ഇത് ഏതുതരം മോഷനാണെന്ന് റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും പറഞ്ഞേടാ. ഈ പക്ഷിയുടെ മോഷൻ, ആകാശത്തൂടെ പറന്നു നടക്കുന്ന പക്ഷിയുടെ മോഷൻ ഏതാണ്? ദാറ്റ് ഈസ് 3 ഡയമെൻഷണൽ മോഷൻ. അതെന്താണ്? 3 ഡയമെൻഷണൽ മോഷൻ ആണ്. സോ 2 കോർഡിനേറ്റുകൾ കൊണ്ട് നമുക്കൊരു വസ്തുവിന്റെ പൊസിഷൻ എക്സ്പ്രസ് ചെയ്യാമെങ്കിൽ അത് മോഷൻ ഇൻ എ പ്ലെയിൻ ആണ്, 2 ഡയമെൻഷണൽ മോഷൻ ആണ്. ഒരു കോർഡിനേറ്റ് കൊണ്ട് ഒരു വസ്തുവിന്റെ പൊസിഷൻ എക്സ്പ്രസ് ചെയ്യാമെങ്കിൽ ദാറ്റ് ഈസ് 1 ഡയമെൻഷണൽ മോഷൻ, 1D ആണ് എന്ന കാര്യം മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? കൃത്യമായിട്ട് മനസ്സിലായോ? എന്താണ് 1 ഡയമെൻഷണൽ മോഷൻ, എന്താണ് 2 ഡയമെൻഷണൽ മോഷൻ, എന്താണ് 3 ഡയമെൻഷണൽ മോഷൻ എന്ന കാര്യം ക്ലിയർ അല്ലേ? സോ ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെയുള്ള മോഷനാണ് 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്നത്. മറിച്ച് ഒരു പ്ലെയിനിലൂടെയുള്ള മോഷനാണ് 2 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്നത്. 3 കോർഡിനേറ്റുകൾ ഉപയോഗിച്ചുള്ള നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള മോഷനെയാണെന്ന് പറയുക മോഷനിനെ 3 ഡയമെൻഷൻ എന്ന് പറയുക. ദാറ്റ് ഈസ് ഒരു പക്ഷി പറക്കുന്നത് നമുക്ക് എന്തായിട്ട് പറയാം? 3 ഡയമെൻഷണൽ മോഷൻ ആയിട്ട് പറയാം. സെറ്റ്. ഇത് ക്ലിയർ ആണെങ്കിൽ, ഇത് കോൺഫിഡൻറ്റ് ആണെങ്കിൽ, ഈ 3 തരം മോഷൻസും എനിക്ക് ക്ലിയർ ആണ്, പക്ക ക്ലിയർ ആണെന്ന് പറയുകയാണെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് എല്ലാവരും ഒരു സെറ്റ് മെസ്സേജ് കമന്റ് ചെയ്യാവോ? എല്ലാ അനിയന്മാരും അനിയത്തിമാരും ഒരു സെറ്റ് മെസ്സേജ് കമന്റ് ചെയ്യാവോ? എങ്കിൽ നമുക്ക് അടുത്ത കാര്യങ്ങളിലോട്ട് കിടക്കാം. ഇതാണ് ഇൻട്രൊഡക്ഷൻ. സോ അതായത് ഒരു വസ്തുവിന്റെ പൊസിഷൻ എക്സ്പ്രസ് ചെയ്യാൻ 2 കോർഡിനേറ്റുകൾ വേണം എന്ന തരത്തിലുള്ള മോഷനെയാണ് 2 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുക. അഥവാ ഒരു പ്ലെയിനിലൂടെയുള്ള മോഷനാണ് 2 ഡയമെൻഷണൽ മോഷൻ. ഒരു ഉറുമ്പിനെ എടുത്ത് ഒരു പേപ്പറിന് മുകളിൽ വെച്ചിരിക്കുമ്പോൾ അതിന്റെ ചലനം എന്താണ്? ദാറ്റ് ഈസ് 2 ഡയമെൻഷണൽ മോഷൻ, ദാറ്റ് ഈസ് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന കാര്യം മനസ്സിനകത്ത് ഉറപ്പിക്കുക. അതാണ് ഈ ചാപ്റ്ററിന്റെ ഇൻട്രോ എന്ന് പറയുന്നത്. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ? എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന 2Dയെ കുറിച്ചാണ്. കഴിഞ്ഞ ചാപ്റ്ററിൽ 1D പഠിച്ചു. ഇവിടെ പഠിക്കാൻ പോകുന്ന 2 ഡയമെൻഷണൽ മോഷൻ അഥവാ മോഷൻ ഇൻ എ പ്ലെയിൻ ആണ് നമ്മൾ ഇനി ഡീൽ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും തയ്യാറാണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ? ഇനി നമുക്ക് ആദ്യം ഒരു എക്സാമ്പിളിലൂടെ തുടങ്ങാം. സൈലത്തിന്റെ ഒരു കാർ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈലത്തിന്റെ ഒരു കാർ എങ്ങനെയാണ്? അടിപൊളിയായിട്ട് ചീറിപ്പാഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ കാറിന്റെ വേഗത ഞാൻ 2 രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. ഒന്നാമത്തെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി 45 km/h ഈ വേഗതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത രീതി എന്ന് പറഞ്ഞാൽ 45 km/h ടുവേർഡ്സ് ഈസ്റ്റ് ഡയറക്ഷൻ. സോ ആ കാറിന്റെ വേഗത ഞാൻ 2 രീതിയിൽ എക്സ്പ്രസ് ചെയ്യാണ്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സിംപ്ലി 45 km/h. രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്? 45 km/h ടുവേർഡ്സ് ഈസ്റ്റ് ഡയറക്ഷൻ. എങ്ങോട്ടാ പോകുന്നത്? അവൻ ഈസ്റ്റ് ഡയറക്ഷനിലോട്ടാണ് പോകുന്നത് എന്ന രീതിയിലാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ മക്കളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇവയിൽ ഏതാണ് വെലോസിറ്റി? ഞാൻ ആദ്യം എഴുതിയ A എന്ന് പറയുന്നതാണോ വെലോസിറ്റി, അതോ രണ്ടാമത് എഴുതിയ B എന്ന് പറയുന്നതാണോ വെലോസിറ്റി എന്ന് പറയുന്നത്? കമോൺ, എല്ലാവരും റെസ്പോണ്ട് ചെയ്തേ. ഇവയിൽ ഏതാണ് വെലോസിറ്റി? ഒന്നാമത്തെ എക്സ്പ്രഷൻ ആണോ വെലോസിറ്റി, അതോ രണ്ടാമത്തെ റെപ്രസെന്റേഷൻ ആണോ വെലോസിറ്റി എന്ന കാര്യം ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? എല്ലാവരും ഒന്ന് പറയാവോ? ഇവയിൽ ഏതാണ് വെലോസിറ്റി? കമോൺ.
യെസ്, എല്ലാവരും റെസ്പോണ്ട് ചെയ്യുന്നു, എല്ലാവരും കൂടെ നിൽക്കുന്നുണ്ട്. അടിപൊളി അടിപൊളി. എനിക്ക് 2 മീഡിയത്തിലിടുന്ന കമന്റ് കാണാൻ പറ്റുന്നു. യെസ്, ആപ്പിലുള്ള കുട്ടികൾക്ക് വലിയ സംശയം ഉണ്ടാവില്ല, കാരണം ഇത് ഓൾറെഡി ടേക്കൺ ആണ്. അവർക്ക് ഓൾറെഡി ഈ ചാപ്റ്റർ കംപ്ലീറ്റ്ലി എടുത്ത് അവർക്ക് ഈ റിവിഷൻ ആണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പരീക്ഷ ഇമീഡിയറ്റ്ലി ഉണ്ടായിരിക്കും. റൈറ്റ്, നാളെ അവർക്ക് പരീക്ഷയാണ് ഈ ചാപ്റ്ററിന്റെ. ഫൈൻ, എല്ലാവരും റൈറ്റ് ആൻസേഴ്സ് ഒക്കെ പറയുന്നത്. ഏതാണ് മക്കളെ വെലോസിറ്റി എന്ന് പറയുന്നത്? ഒരു സംശയവുമില്ല, ബി ആണ് വെലോസിറ്റി എന്ന് പറയുന്നത്. യെസ്, ബി ഈസ് വെലോസിറ്റി. രണ്ടാമത്തെ റെപ്രസെന്റേഷൻ ആണ് വെലോസിറ്റിയെ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ റെപ്രസെന്റേഷൻ ആണ് വെലോസിറ്റിയെ സൂചിപ്പിക്കുന്നത്. അതെന്താ അങ്ങനെ? അതെന്തുകൊണ്ട് ആദ്യത്തെ വെലോസിറ്റി ആയില്ല, രണ്ടാമത്തെ മാത്രം വെലോസിറ്റി ആയി മാറി എന്ന സംശയം ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും അത്തരം ഒരു സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ഇനി ഒരു കാലത്തും ആ സംശയം നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. കാരണം വെലോസിറ്റി എന്ത് ക്വാണ്ടിറ്റിയാണ്? വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. എന്താണ് വെക്റ്റർ എന്ന് പറഞ്ഞു തരാം. വെലോസിറ്റി എന്ത് ക്വാണ്ടിറ്റിയാണ്? എൻ്റെ കൂടെ പറഞ്ഞേ. അറിയാത്തവരാണെങ്കിലും എൻ്റെ കൂടെ പറഞ്ഞേടാ. വെലോസിറ്റി എന്ത് ക്വാണ്ടിറ്റിയാണ്? അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് മനസ്സിലാക്കുക. എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവന് മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല, കൂടെ ഡയറക്ഷൻ കൂടി ഉണ്ടായിരിക്കും. നോക്കടാ, 45 km/h എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ആണ്, അളവാണ്, ശരിയല്ലേ? 45 km/h വേഗതയിലാണ് ആ കാർ സഞ്ചരിക്കുന്നത്. മാഗ്നിറ്റ്യൂഡ് ആണ്, അളവാണ്. അതിൻ്റെ കൂടെ എന്തുകൂടിയുണ്ട്? ടുവേർഡ്സ് ഈസ്റ്റ് എന്നുകൂടിയുണ്ട്, ഡയറക്ഷൻ കൂടിയുണ്ട്. സോ മാഗ്നിറ്റ്യൂഡിന്റെ കൂടെ ഡയറക്ഷൻ കൂടി ചേരുമ്പോഴാണ് അത് എന്ത് ക്വാണ്ടിറ്റി ആവുക? വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ട് മാറുക. സോ സെക്കൻഡ് വൺ ആണ് എന്തിനെ സൂചിപ്പിക്കുന്നത്? സെക്കൻഡ് വൺ ആണ് നമ്മുടെ വെലോസിറ്റിയെ സൂചിപ്പിക്കുന്നത്. കാരണം വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഫസ്റ്റ് വൺ ശ്രദ്ധിക്കടാ, അതിനകത്ത് ഡയറക്ഷൻ ഉണ്ടോ? ഇല്ല, വെറും അളവ് മാത്രമേ ഉള്ളൂ. ഡയറക്ഷൻ അതിനകത്ത് മെൻഷൻഡ് അല്ല. ജസ്റ്റ് 45 km/h എന്ന് മാത്രമേ ഉള്ളൂ. സിംപ്ലി മാഗ്നിറ്റ്യൂഡ്. സോ മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേര് സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്നാണ്. എന്താണ്? സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്നാണ്. സോ ആദ്യം നൽകിയിരിക്കുന്ന സ്കേലാർ ക്വാണ്ടിറ്റി ആയ സ്പീഡാണ്. ആദ്യം നൽകിയിരിക്കുന്ന സ്കേലാർ ക്വാണ്ടിറ്റി ആയ സ്പീഡാണ്. സോ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ മാഗ്നിറ്റ്യൂഡിന്റെ കൂടെ ഡയറക്ഷൻ കൂടി ചേരുമ്പോഴാണ് അതെന്തായിട്ട് മാറുക? അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ട് മാറുക. സോ വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. സോ സെക്കൻഡ് വൺ ആണ് വെലോസിറ്റിയെ ഡിനോട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് എക്സ്പ്രഷൻ ശ്രദ്ധിച്ചേ, അതിനകത്ത് ഡയറക്ഷൻ മെൻഷൻഡ് അല്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. സോ അത് എന്ത് തരം ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്? അത് സ്കേലാർ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. ദാറ്റ് ഈസ് സ്പീഡാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എങ്കിലും കുറച്ചുകൂടി ആഴത്തിൽ നമുക്ക് ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ മനസ്സിലാക്കിയെടുക്കാം. കുറച്ചുകൂടി ഡെപ്തിൽ നമുക്ക് ഇത് അനലൈസ് ചെയ്യാം. റെഡിയല്ലേ? വാടാ മക്കളെ, നമ്മൾ അതിലോട്ട് കടക്കാൻ പോകുന്നു. ആദ്യം സ്കേലാർ ക്വാണ്ടിറ്റി. എന്താണ് ഈ സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ? എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ് ഓൺലി. അവൻ അളവ് മാത്രമേ ഉള്ളൂ, അളവ് മാത്രമേ ഉള്ളൂ. എന്തില്ല? ദർ ഈസ് നോ ഡയറക്ഷൻ. അവന് ഡയറക്ഷൻ ഉണ്ടാവില്ല. സോ അത്തരം ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയുക. അവന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, അളവ് മാത്രമേ ഉള്ളൂ, അവന് ഡയറക്ഷൻ ഉണ്ടാവില്ല. അത്തരം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് സ്കേലാർ ക്വാണ്ടിറ്റി. ഉദാഹരണം, സമയം. സമയം എത്രയാടാ? എല്ലാവരും റെസ്പോണ്ട് ചെയ്തേ. സമയം എത്രയായി? നിങ്ങളുടെയൊക്കെ വാച്ചിൽ കാണുന്ന സമയം എത്രയായി എന്നൊന്ന് റെസ്പോണ്ട് ചെയ്തേ. സമയം എത്രയാണ്? വാച്ചിൽ നിങ്ങൾ കാണുന്ന സമയം എത്രയാണ്? യെസ്, സമയം കൃത്യമായി പറയുകയാണെങ്കിൽ 7:20 ആയിട്ടുണ്ട്. റൈറ്റ്, 7:20, 7:19 ഒക്കെ ആയിട്ടുണ്ട്. ശരിയല്ലേ? സമയം അങ്ങനെ പറയാം നമുക്ക്. 7:20 ആയിട്ടുണ്ട്, അല്ലെങ്കിൽ 7:19 ആയിട്ടുണ്ട്. നമ്മൾ അങ്ങനെയല്ലേ പറയുക? 7:20 PM എന്നാണ് പറയുക. 7:20 PM എന്നാണ് പറയുക. അല്ലാതെ 7:20 ടുവേർഡ്സ് ഈസ്റ്റ്, 7:20 ടുവേർഡ്സ് വെസ്റ്റ്, 7:20 ടുവേർഡ്സ് നോർത്ത് എന്ന രീതിയിൽ നമ്മൾ പറയൂ? ഒരിക്കലും നമ്മൾ പറയില്ല. നമ്മൾ ആ സമയത്തിൽ മാഗ്നിറ്റ്യൂഡ് മാത്രമേ പറയുള്ളൂ. ഒരിക്കലും നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്ന രീതിയിൽ പറയാറില്ല. അതിന്റെ അളവ് മാത്രമേ പറയാറുള്ളൂ. അതിന്റെ കൂടെ ഡയറക്ഷൻ പറയാറില്ല. ശരിയല്ലേ? അതിന്റെ കൂടെ ഡയറക്ഷൻ പറയാറില്ല. അത്തരം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയുക. ഉദാഹരണം, പഞ്ചസാര വേണം. ഞാനൊരു പലചരക്ക് കടയിൽ പോയി, ചേട്ടാ എനിക്ക് 1 കിലോഗ്രാം പഞ്ചസാര വേണം എന്നല്ലേ നമ്മൾ പറയുക? അല്ലാതെ ചേട്ടാ എനിക്ക് 1 കിലോഗ്രാം പഞ്ചസാര തെക്കോട്ട്. അടിപൊളി. ചേട്ടാ എനിക്ക് 1 കിലോഗ്രാം പഞ്ചസാര വടക്കോട്ട്. ചേട്ടൻ എന്നെ വടക്കോട്ട് എടുക്കും. ശരിയല്ലേ? ഒരിക്കലും നമ്മൾ അങ്ങനെ പറയാറില്ല. നമ്മൾ ഈ പറയുന്ന മാസിന്റെ കൂടെ ഒരിക്കലും ഡയറക്ഷൻ ചേർത്ത് പറയാറില്ല. അതിന് അളവ് മാത്രം മതി, അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. സോ അത്തരം ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുക. Physical quantities having magnitude only, there will be no direction. Such a physical quantity is known as
സ്കേലാർ ക്വാണ്ടിറ്റീസ്. അത്തരം ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയാണ് എന്ത് പറയുക? സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയുക. എവിടെയൊക്കെ നൽകിയിട്ട് ശ്രദ്ധിക്കടാ, ഇവിടെ നൽകിയിരിക്കുന്നവ ഏതൊക്കെയാണ്? മാസ്, ടൈം, സ്പീഡ്. മാസ്, ടൈം, സ്പീഡ് ഇവയെല്ലാം എന്താണ്? സ്കേലാർ ക്വാണ്ടിറ്റീസ് ആണ്. ഇതിന് പുറമെ ഏതൊക്കെ നമുക്ക് പറയാം? ഡിസ്റ്റൻസ് സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, പവർ സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, ചാർജ് സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഇതെല്ലാം സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. വർക്ക് എന്താണ്? വർക്ക് സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ജസ്റ്റ് മനസ്സിലാക്കുക. ഇവയെല്ലാം എന്താണ്? ഇവയെല്ലാം സ്കേലാർ ക്വാണ്ടിറ്റി ആണെന്ന് മനസ്സിലാക്കുക. മാസ്, ടൈം, സ്പീഡ്, ഡിസ്റ്റൻസ്, വർക്ക്, പവർ, ചാർജ്, എനർജി ഇവയെല്ലാം എന്താണ്? ഇവയെല്ലാം സ്കേലാർ ക്വാണ്ടിറ്റീസ് ആണെന്ന് മനസ്സിലാക്കുക. ഇവർക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാണ്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞു തന്നിരുന്നു. വെലോസിറ്റി ഏതുതരം ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്? ഒന്ന് കമന്റ് ചെയ്യാവോ? ഒന്ന് ആക്റ്റീവായി ചാറ്റ് ബോക്സിൽ നിൽക്കടാ. എല്ലാ അനിയന്മാരും അനിയത്തിമാരും ഒന്ന് കണ്ണന്റെ കൂടെ ചാറ്റ് ബോക്സിൽ നിന്നേ. വെലോസിറ്റി ഏതുതരം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്? സ്കേലാർ ആണോ വെക്ടർ ആണോ? വെലോസിറ്റി ഏതുതരം ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്? സ്കേലാർ ആണോ അതോ അടുത്ത കാറ്റഗറി ഏതാണ്? യെസ്, ഞാൻ പറഞ്ഞു വെക്ടർ. സോ സ്കേലാറിനെ കുറിച്ച് പഠിച്ചു. അടുത്തതിലോട്ട് കടന്നാലോ? ദാറ്റ് ഈസ് വെക്ടർ. വെക്ടറിലോട്ട് കടന്നാലോ? എന്താണ് വെക്ടർ ക്വാണ്ടിറ്റി? യെസ്, വെക്ടർ ക്വാണ്ടിറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവന് മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല, അതിന് പുറമെ അവൻ എന്തൊക്കെ വേണം? മാഗ്നിറ്റ്യൂഡ് വേണം, അതിന് പുറമെ ഡയറക്ഷൻ വേണം, അതിനും പുറമെ അവന് വെക്ടർ നിയമങ്ങൾ അനുസരിച്ചിരിക്കണം. ഈ 3 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ മാത്രമേ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്തായിട്ട് മാറത്തുള്ളൂ? വെക്ടർ ക്വാണ്ടിറ്റി ആവുകയുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക. മാഗ്നിറ്റ്യൂഡ് മാത്രം പോരാ, അതിനു പുറമെ അവന് ഡയറക്ഷൻ വേണം, അവൻ വെക്ടർ നിയമങ്ങൾ അനുസരിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്തായിട്ട് മാറത്തുള്ളൂ? വെക്ടർ ക്വാണ്ടിറ്റി ആവുകയുള്ളൂ എന്ന കാര്യം തിരിച്ചറിയുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെയൊക്കെ മനസ്സിൽ വരുന്ന ആദ്യത്തെ സംശയം, സാർ എന്താണ് വെക്ടർ നിയമങ്ങൾ? അതെന്താ സാധനം? മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഞങ്ങൾക്കറിയാം, അത് സിമ്പിൾ ആണ്. പക്ഷെ ഈ വെക്ടർ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന സംശയം നിങ്ങൾക്ക് ഉണ്ടാവും. അത് നമ്മൾ ഇന്ന് പഠിക്കും. ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ, പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ, അതൊക്കെ നമ്മൾ കൃത്യമായി വിശദമായി ഇൻഡെപ്തായി തന്നെ നമ്മൾ ഇന്ന് പഠിക്കും. റിവൈസ് ചെയ്യും, സംശയമൊന്നും വേണ്ട. പക്ഷേ നിങ്ങൾ ഈ 3 പോയിന്റുകൾ മനസ്സിലാക്കുക. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി വെക്ടർ ക്വാണ്ടിറ്റി ആവണമെങ്കിൽ അവന് മാഗ്നിറ്റ്യൂഡ് വേണം, അവന് ഡയറക്ഷൻ വേണം, അവൻ വെക്ടർ നിയമങ്ങൾ അനുസരിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ അവൻ എന്താവുകയുള്ളൂ? അവനൊരു വെക്ടർ ക്വാണ്ടിറ്റി ആവുകയുള്ളൂ എന്ന കാര്യം മനസ്സിനകത്ത് ഉറപ്പിക്കുക. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? ഇനി ഏതൊക്കെയാണ് വെക്ടർ ക്വാണ്ടിറ്റീസ് നോക്കിയാലോ? ഏതൊക്കെയാണ് ആ വെക്ടർ ക്വാണ്ടിറ്റീസ്? യെസ്, നിങ്ങൾ തിരിച്ചറിയണം. ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്. ഇതിന് പുറമെ ഏതൊക്കെ നമുക്ക് പറയാൻ സാധിക്കും? യെസ്, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, മൊമെന്റം പറയാൻ സാധിക്കും, ഇമ്പൾസ് പറയാൻ അങ്ങനെ കുറെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, നമുക്ക് കുറെ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. എല്ലാത്തിലോട്ടും കടക്കാം. സോ മൊമെന്റവും ഇമ്പൾസും ആക്സിലറേഷനും വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റും എല്ലാം എന്താണ്? വെക്ടർ ക്വാണ്ടിറ്റീസ് ആണെന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയുക. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അവർക്ക് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്, വെക്ടർ നിയമങ്ങൾ കൂടി അവ അനുസരിക്കുന്നു. അതുകൊണ്ടാണ് അവൻ എന്തായിട്ട് മാറുന്നത്? വെക്ടർ ക്വാണ്ടിറ്റീസ് ആയി മാറുന്നത് എന്ന കാര്യം മനസ്സിനകത്ത് ഉറപ്പിക്കണം. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സെറ്റ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളിലോട്ട് കടന്നാലോ? അല്ലെങ്കിൽ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിലോട്ട് കടന്നാലോ? റെഡിയാണോടാ? എല്ലാവരും തയ്യാറ്? യെസ്, ടോർക്ക് എക്സാമ്പിൾ ആണ്. ടോർക്ക് കറക്റ്റ് ആണ്. ടോർക്ക് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഫൈൻ. സോ അത്തരം ഉദാഹരണങ്ങളിലൂടെ നമുക്ക് ഗ്രാജുവലി കടക്കാം. ടെൻഷൻ വേണ്ട. സോ എന്താണ് സ്കേലാർ? എന്താണ് വെക്ടർ? എന്താണ് 1 ഡയമെൻഷണൽ മോഷൻ? എന്താണ് 2 ഡയമെൻഷണൽ മോഷൻ? എന്താണ് 3 ഡയമെൻഷണൽ മോഷൻ? ഇതൊക്കെ എനിക്ക് കോൺഫിഡന്റ് ആണ്, ഒരു തരി സംശയമില്ല എന്ന് പറയുകയാണെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് എല്ലാ അനിയന്മാരും അനിയത്തിമാരും ഒരു സെറ്റ് മെസ്സേജ് ഇടാവണം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ റെസ്പോണ്ട് പറയാനുള്ള കാരണം എനിക്ക് എൻ്റെ അനിയന്മാരെയും അനിയത്തിമാരെയും കാണാൻ പറ്റുന്നില്ല. സോ നിങ്ങൾക്ക് എത്രത്തോളം കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാനുള്ള ഏക മാർഗം നിങ്ങൾ ഇടുന്ന കമൻറ്റുകളിലൂടെയാണ്. സോ അതിനാൽ തന്നെ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും ഞാൻ ഇതുപോലെ കമൻറ്റ് ഇടാൻ പറയും. ഉറപ്പായും റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ, റൈറ്റ്? യെസ്, എല്ലാവരും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. എല്ലാ അനിയന്മാരും അനിയത്തിമാരും കൂടെ നിൽക്കുന്നുണ്ട്. സോ ഗൈസ്, വി ആർ മൂവിങ് ഫോർവേഡ്. വാടാ, നമ്മൾ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കുന്നു. ഹിയർ കംസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലാസിഫൈ ദ ഫോളോയിങ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻ ടു സ്കേലേഴ്സ് ആൻഡ് വെക്ടേഴ്സ്. താഴെ നൽകിയിരിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ സ്കേലാർ ക്വാണ്ടിറ്റീസ് ആയിട്ടും വെക്ടർ ക്വാണ്ടിറ്റീസ് ആയിട്ടും ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ നൽകിയിരിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ സ്കേലാർ ക്വാണ്ടിറ്റീസ് ആയിട്ടും വെക്ടർ ക്വാണ്ടിറ്റീസ് ആയിട്ടും തരംതിരിക്കുക. ഇവയിൽ ഏതൊക്കെയാണ് സ്കേലാർ, ഇവയിൽ ഏതൊക്കെയാണ് വെക്ടർ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈസി ആയിട്ട് പറയാൻ പറ്റില്ലേ? ഈസി ആയിട്ട് പറയാൻ പറ്റും, ഒരു പ്രയാസവും വേണ്ട. മൊമെന്റം എന്ത് ക്വാണ്ടിറ്റിയാണ്? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. ജസ്റ്റ്
എസ് വി എന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഈ ഒരു കോളത്തിനെ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. സോ മൊമെന്റം ഏത് ക്വാണ്ടിറ്റിയാണ്, വർക്ക് ഏതാണ്, ഫോഴ്സ് ഏതാണ്, ആക്സലറേഷൻ ഏതാണ്? എസ് വി എന്ന രീതിയിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് ഞാൻ നോക്കട്ടെ. യെസ്, നമുക്കറിയാം മൊമെന്റം എന്ത് ക്വാണ്ടിറ്റിയാണ് ഓൾറെഡി പറഞ്ഞു. യെസ്, ഒരു സംശയവും എൻ്റെ അനിയന്മാർക്കും അനിയത്തിമാർക്കും വേണ്ട. മൊമെന്റം ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അവന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്, വെക്റ്റർ നിയമങ്ങൾ അവൻ അനുസരിക്കുന്നുമുണ്ട്. സോ മൊമെന്റം ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. വർക്ക് ഒരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ആക്സിലറേഷനും ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. റൈറ്റ്, സെറ്റ്, അടിപൊളി. എല്ലാവരും കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു. പവർ എന്ത് ക്വാണ്ടിറ്റിയാണ്? പവർ ഒരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. ചാർജ് ഒരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. വെയിറ്റ് എന്ത് ക്വാണ്ടിറ്റിയാണ്? പലർക്കും ചെറിയൊരു സംശയം വരാം അല്ലേ, വെയിറ്റ് എന്ത് ക്വാണ്ടിറ്റിയാണ്? ഇനി ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. വെയിറ്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഭൂമി നമ്മളിലോട്ട് നൽകുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് വെയിറ്റ് ആയിട്ട് ആക്ട് ചെയ്യപ്പെടുന്നത്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഭൂമി നമ്മളിലോട്ട് നൽകുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് വെയിറ്റ് എന്ന് പറയുന്നത്. ഭൂമി നമ്മളിലോട്ട് നൽകുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് വെയിറ്റ് എന്ന് പറയുന്നത്. സോ വെയിറ്റ് യഥാർത്ഥത്തിൽ ഒരു ഫോഴ്സ് ആണ്. സോ ഫോഴ്സ് എന്ത് ക്വാണ്ടിറ്റിയാണ്? ഫോഴ്സ് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സോ വെയിറ്റും എന്താണ് മക്കളെ? ഒരു സംശയവും വേണ്ട, വെയിറ്റും വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വർക്കും എനർജിയും സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. സോ എനർജി ഈസ് ഓൾസോ സ്കെലാർ ക്വാണ്ടിറ്റി. ഫൈൻ. സോ ഇതെല്ലാം NCERT-യിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. കൃത്യമായിട്ട് മനസ്സിലാക്കുക ഏതൊക്കെയാണ് സ്കെലാർ, ഏതൊക്കെയാണ് വെക്റ്റർ എന്ന ക്ലാരിഫിക്കേഷൻ എന്ന കൃത്യമായ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം, നിങ്ങൾ അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. സെറ്റ്. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂയുടെ ഒരു ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. പരീക്ഷയിൽ വന്ന ചോദ്യം 2021 ഇംപ്രൂവ്മെന്റ് പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. എല്ലാവരും റെസ്പോണ്ട് ചെയ്യണം. 2021 ഇംപ്രൂവ്മെന്റ് പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണിത്. സെലക്ട് ദ സ്കെലാർ ക്വാണ്ടിറ്റി ഫ്രം ദ ഫോളോയിങ്. താഴെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് ഏതാണ് സ്കെലാർ എന്ന കാര്യം തിരഞ്ഞെടുക്കുക. താഴെ നൽകിയിരിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് ഏതാണ് സ്കെലാർ ക്വാണ്ടിറ്റി എന്ന കാര്യം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പറയടാ, ഇതിൽ ഏതാ സ്കെലാർ ക്വാണ്ടിറ്റി? എല്ലാവരും റെസ്പോണ്ട് ചെയ്യണം. സിമ്പിൾ, വളരെ സിമ്പിൾ ആണ്. ഒന്ന് പറഞ്ഞേ. യൂട്യൂബിനകത്ത് ലൈവ് കാണുന്ന മക്കളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ മാക്സിമം കൂട്ടുകാരിലോട്ട് ഷെയർ ചെയ്യുക. മക്കളെ പറയണം, ഇതിനകത്ത് ഏതാ സ്കെലാർ ക്വാണ്ടിറ്റി? ഒരു തരി സംശയം ഉണ്ടാവില്ല. അതേതാണ്? നമ്മൾ ഓൾറെഡി പഠിച്ചു. ദാറ്റ് ഈസ് പവർ. അത് പവർ ആണ് സ്കെലാർ ക്വാണ്ടിറ്റി എന്ന കാര്യം മനസ്സിലാക്കുക. ദാറ്റ് ഈസ് പവർ. സോ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ തിരിച്ചറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പവർ സ്കെലാർ ആണെന്ന് മനസ്സിലാക്കുന്ന കൂട്ടത്തിൽ തന്നെ ബാക്കിയുള്ളവയുണ്ടല്ലോ, ഈ കാണുന്ന 3 എണ്ണം, അവ 3ഉം വെക്റ്റർ ആണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. പവർ സ്കെലാർ ആണെന്ന് തിരിച്ചറിയുന്നതിനോടൊപ്പം തന്നെ ഫോഴ്സും ആംഗുലർ മൊമെന്റവും ലീനിയർ മൊമെന്റവും എന്താണെന്ന് തിരിച്ചറിയണം. അവ വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ് എന്ന കാര്യം തിരിച്ചറിയണം. ആംഗുലർ മൊമെന്റത്തിനെ കുറിച്ച് നിങ്ങൾ 6ാമത്തെ ചാപ്റ്ററിൽ ഡെപ്തിൽ പഠിക്കും. ഇപ്പൊ സിംപ്ലി ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഫോഴ്സും ആംഗുലർ മൊമെന്റവും ലീനിയർ മൊമെന്റവും വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ്. പവർ ആണ് സ്കെലാർ എന്ന കാര്യം മനസ്സിനകത്ത് നിങ്ങൾക്കുണ്ടായിരിക്കണം. സോ പരീക്ഷയിൽ എപ്പോഴും സ്കെലാർ മാത്രം ചോദിക്കണമെന്നില്ല, വെക്റ്ററും ചോദിക്കാം. സോ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി സ്കെലാർ ആണെന്ന് തിരിച്ചറിയുമ്പോൾ ബാക്കിയുള്ളവ ഇവിടെ വെക്റ്റർ ആണെന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾ മനസ്സിലാക്കണം. റൈറ്റ്. അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് കടന്നാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഔട്ട് ദ ഫോളോയിങ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി? താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്നാണ് ചോദ്യം. പറടാ, താഴെ നൽകിയിരിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ ഏതാണ് വെക്റ്റർ ക്വാണ്ടിറ്റി? എല്ലാവരും റെസ്പോണ്ട് ചെയ്തേ. എൻ്റെ എല്ലാ അനിയന്മാരും അനിയത്തിമാരും ഒന്ന് പറയാവോടാ, ഇവയിൽ ഏതാണ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്നാണ് ചോദ്യം. സ്കെലാറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അടുത്തത് വെക്റ്ററിന്റെ കാര്യത്തിലോട്ടാണ് കിടക്കുന്നത്. പറയണം മക്കളെ, ഇവയിൽ ഏതാണ് വെക്റ്റർ ക്വാണ്ടിറ്റി? കമോൺ, നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങളെ കൊണ്ടേ സാധിക്കത്തുള്ളൂ. നമ്മൾ പഠിച്ചു, കൃത്യമായിട്ട് ഉദാഹരണ സഹിതം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതാണ്. ഇവയിൽ ഏതാണ് മക്കളെ വെക്റ്റർ ക്വാണ്ടിറ്റി? യെസ്, ഫൈൻ, ഗ്രേറ്റ്. ഇവയിലുള്ള വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം വെലോസിറ്റി ആണ്. യെസ്, വെലോസിറ്റി ഈസ് ദ വെക്റ്റർ ക്വാണ്ടിറ്റി. അത് പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ ബാക്കിയുള്ള 3 എണ്ണവും എന്താണ്? സ്കെലാർ ആണ് എന്ന കാര്യം കൂടി തിരിച്ചറിയുക. വെലോസിറ്റി ആണ് വെക്റ്റർ ക്വാണ്ടിറ്റി. അതിന്റെ കൂടെ തന്നെ ബാക്കിയുള്ള 3 എണ്ണവും എന്താണ്? സ്കെലാർ ആണ് എന്ന കാര്യം തിരിച്ചറിയുക. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഫൈൻ. അടുത്ത ചോദ്യത്തിലോട്ട് കടന്നാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. അടുത്ത ചോദ്യം സ്കെലേഴ്സ് വെക്ടേഴ്സ് ഓറിയന്റഡ് ആയ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കുന്നു. ചോദ്യം ഇങ്ങനെയാണ്. എ ക്വാണ്ടിറ്റി ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്. ഈസ് ഇറ്റ് നെസസറി ടു ബി എ വെക്റ്റർ? അവൻ വെക്റ്റർ ക്വാണ്ടിറ്റി ആവണമെന്ന് നിർബന്ധമുണ്ടോ? എല്ലാവരും റെസ്പോണ്ട് ചെയ്യാവോടാ. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്. അവൻ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആവണമെന്ന് നിർബന്ധമുണ്ടോ? അങ്ങനെ ഇല്ല എങ്കിൽ ഒരു ഉദാഹരണം പറയുക എന്നതാണ് ചോദ്യം. ഗിവ് ആൻ എക്സാമ്പിൾ. മക്കളെ, നമ്മൾ പഠിച്ചതാണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റി ആവണമെങ്കിൽ അവന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മാത്രം പോരാ.
ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റി ആവണമെങ്കിൽ അവന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മാത്രം പോരാ, മൂന്നാമതൊരു കാര്യം കൂടി അവൻ സാറ്റിസ്ഫൈ ചെയ്യണം. വാട്ട് ഈസ് ദ തേർഡ് വൺ? മൂന്നാമത്തെ ഒരു കാര്യം കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. എന്താണ് അവൻ? യെസ്, അപ്പൂസ് പറയുന്നു, കറക്റ്റ് ആണ് അപ്പൂസേ. മൂന്നാമത്തെ കാര്യം എന്താണ്? ഇറ്റ് ഷുഡ് ഒബേ ദ വെക്റ്റർ ലോസ്. അവൻ എന്തുകൂടി അനുസരിച്ചിരിക്കണം? അവൻ വെക്റ്റർ നിയമങ്ങൾ കൂടി അനുസരിച്ചിരിക്കണം. ശരിയല്ലേ? ഇറ്റ് ഷുഡ് ഒബേ വെക്റ്റർ ലോസ്. അവൻ വെക്റ്റർ നിയമങ്ങൾ കൂടി അനുസരിച്ചിരിക്കണം. അങ്ങനെ വെക്റ്റർ നിയമങ്ങൾ കൂടി അനുസരിക്കുമ്പോഴാണ് അവൻ എന്തായിട്ട് മാറുക? വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ട് മാറുക. അല്ലാതെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട് എന്നതുകൊണ്ട് അവൻ എന്തായിട്ട് മാറുന്നില്ല? വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ട് മാറുന്നില്ല എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾ മനസ്സിലാക്കണം. അടുത്ത ചോദ്യം, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്, പക്ഷെ വെക്റ്റർ നിയമങ്ങൾ അനുസരിക്കുന്നില്ല എന്നതുകൊണ്ട് മാത്രം സ്കേലാർ ക്വാണ്ടിറ്റി ആയി പോയ ഏതെങ്കിലും ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നിങ്ങൾക്ക് അറിയോ? ഇപ്പൊ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്, അവന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്, പക്ഷെ അവൻ വെക്റ്റർ നിയമങ്ങൾ അനുസരിക്കുന്നില്ല, അതുകൊണ്ട് മാത്രം അവൻ സ്കേലാർ ആണ് എന്ന് പറയപ്പെടുന്ന ഏതെങ്കിലും ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നിങ്ങൾക്ക് അറിയാവോടാ? അറിയുവാണെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാവോ? യെസ്, ആപ്പിനകത്ത് കൃത്യമായ മറുപടി പറയുന്നുണ്ട്, കൃത്യമായ ഉത്തരങ്ങൾ പറയുന്നുണ്ട്. ഏതാണ് അത്തരത്തിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി? പോരട്ടെ മക്കൾ, എല്ലാവരും റെസ്പോണ്ട് ചെയ്യടാ. അത്തരത്തിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാണ്? എല്ലാവരും റെസ്പോണ്ട് ചെയ്യടാ. എല്ലാ അനിയന്മാരും അനിയത്തിമാരും പറഞ്ഞേ. യെസ്, ഏതാണ്? ഗ്രേറ്റ്, ദാറ്റ് ഈസ് ഇലക്ട്രിക് കറണ്ട്. അത് ഏതാണ് മക്കളെ? അത് കറണ്ട് ആണ്. യെസ് വൈഷ്ണവി, യു ആർ റൈറ്റ്. അതെന്താണ്? അത് ഇലക്ട്രിക് കറണ്ട് ആണെന്ന് മനസ്സിലാക്കുക. കറണ്ട്, കറണ്ടിന്റെ പ്രത്യേകത, അവന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, അവന് ഡയറക്ഷൻ ഉണ്ട്, പക്ഷെ അവൻ എന്താണ്? അവൻ വെക്റ്റർ നിയമങ്ങൾ അനുസരിക്കുന്നില്ല. അതുകൊണ്ട് ഇലക്ട്രിക് കറണ്ട് എന്ത് ക്വാണ്ടിറ്റിയാണ്? അതിനാൽ തന്നെ ഇലക്ട്രിക് കറണ്ട് എന്ത് ക്വാണ്ടിറ്റിയാണ്? ഇലക്ട്രിക് കറണ്ട് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണെന്ന് മനസ്സിലാക്കുക. അവന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്, എന്നിരുന്നാൽ കൂടി ഇലക്ട്രിക് കറണ്ട് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. കാരണം അവൻ വെക്റ്റർ നിയമങ്ങൾ അനുസരിക്കുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് ഒബേയിങ് ദ വെക്റ്റർ ലോസ്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ക്ലിയർ അല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ഇനി അടുത്ത കാര്യങ്ങളിലോട്ട് കടന്നാലോ? മുന്നോട്ട് പോകാം നമുക്ക്. യെസ് ഗൈസ്, വി ആർ മൂവിങ് ഫോർവേഡ്. സോ സ്കേലാറും വെക്റ്ററും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അതിന്റെ ക്വസ്റ്റ്യൻസും സെറ്റാക്കി. അടുത്തതിലോട്ട് കടക്കുന്നത് ദാറ്റ് ഈസ് റെപ്രസെന്റേഷൻ ഓഫ് വെക്റ്റർ. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് വെക്റ്റർ റെപ്രസെന്റേഷനിലോട്ടാണ് കടക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം പണ്ട് ബാലരമ വായിക്കാറുള്ള ആളുകളുണ്ട്. ഇപ്പോഴൊന്നും നമ്മൾ വായിക്കാം. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും സ്നാപ്ചാറ്റിലും ഒക്കെ നിൽക്കാനാണ് സമയം. ബാലരമ വായിക്കാൻ പോയിട്ട് ഒന്നിനും സമയമില്ല എന്ന് എനിക്കറിയാം. എങ്കിലും ചെറുതായിരിക്കുമ്പോൾ ബാലരമയൊക്കെ വായിച്ച ആളുകൾ നിങ്ങളിൽ പലരും. സോ ബാലരമയിലെ നിങ്ങളുടെ ഫേവറേറ്റ് ആയ ക്യാരക്ടർ ആരാണ്? ബാലരമയിലെ കഥകൾ, കുറേ കഥകളുണ്ടല്ലോ, ശരിയല്ലേ? യെസ്, അതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയ കഥാപാത്രം ആരാണ്? ക്യാരക്ടർ ഏതാണെന്ന് പറയാമോ? ആ ക്യാരക്ടറും ഈ ടോപ്പിക്കും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഏതാണ് ആ ക്യാരക്ടർ? ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ ആയിരിക്കില്ലേ? ഫേസ്ബുക്കിലാടാ, ഫേസ്ബുക്കിൽ ഞാൻ 90s ആടാ, എനിക്ക് ഫേസ്ബുക്ക് ഉണ്ടോ, അതുകൊണ്ടാടാ ഞാൻ തന്ത വൈബ്, അതുകൊണ്ടാണ് നമ്മൾ പാവം. വിടറാ, അതുകൊണ്ടാണ് ഫേസ്ബുക്ക് അറിയാതെ വായിൽ വന്നത്. നിങ്ങൾക്കൊന്നും ഇല്ലടാ, പോട്ടെ. യെസ്, നിങ്ങളുടെ ഫേവറേറ്റ് ആയ ക്യാരക്ടർ ഏതാണ്? പറടാ. മായാവി, പിന്നെ ആരാടാ? ഡാഗിനി, ലുട്ടാപ്പി, പിന്നെ അടുത്ത പോരട്ടെ എടാ ചോട്ടാ ഭീമ. എടാ ചോട്ടാ ഭീമ ഒന്നും ഇല്ലടാ, ഓടാ. ഇവര് ഏതാ ചോട്ടാ ഭീമ എന്നൊക്കെ പറയുന്നത്? കണ്ടം വഴി ഓടാ. യെസ്, എല്ലാവരും പറയുന്ന ആപ്പിനകത്ത് ഒരേ കോമൺ ആൻസറാണ് വരുന്നത്, പക്ഷേ യൂട്യൂബിനകത്ത് മാറി മാറി വരുന്നു. കാരണം ഇത് ആപ്പിനകത്ത് എടുത്തുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഏതാണ് മക്കളെ? യെസ്, നിങ്ങളിൽ പലർക്കും അറിയുന്ന നമ്മുടെ ലുട്ടുമോനെ ആലോചിച്ചാൽ മതി. ലുട്ടാപ്പി ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും റെപ്രസെന്റേഷൻ ഓഫ് വെക്റ്റർ മറക്കില്ല. ഈ ലുട്ടാപ്പിയും വെക്റ്റർ റെപ്രസെന്റേഷനും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. എന്താണ് ആ കണക്ഷൻ നോക്കിയാലോ? എന്താണ് വെക്റ്റർ റെപ്രസെന്റേഷനും ലുട്ടാപ്പിയും തമ്മിലുള്ള കണക്ഷൻ? ലുട്ടാപ്പിയുടെ കയ്യിൽ എന്തുണ്ട്? വേഗം പറ. ലുട്ടാപ്പിയുടെ കയ്യിൽ എന്തുണ്ട്? കുന്തമുണ്ട്. ആ കുന്തം മാത്രം മതി നമുക്ക് വെക്റ്റർ റെപ്രസെന്റേഷൻ കൃത്യമായി തന്നെ പഠിക്കാൻ. ലുട്ടാപ്പിയുടെ കയ്യിലുള്ള കുന്തം മാത്രം മതി നമുക്ക് ഈ പറയുന്ന വെക്റ്റർ റെപ്രസെന്റേഷൻ കൃത്യമായി പഠിക്കാൻ. ഇതാണ് വെക്റ്റർ, ഇത്രയേ ഉള്ളൂ. ഇതാണ് വെക്റ്റർ. സോ ഒരു കുന്തം വരച്ചു വെച്ചാൽ മാത്രം മതി, ഒരു ആരോ വരച്ചു വെച്ചാൽ മാത്രം മതി, നമ്മുടെ വെക്റ്റർ ആയി കഴിഞ്ഞു. ദാറ്റ്സ് ഇറ്റ്, ദിസ് ഈസ് വെക്റ്റർ. ഈ വെക്റ്ററിന്റെ നീളമുണ്ടല്ലോടാ മക്കളെ, ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണേ. വെക്റ്ററിന് ഒരു നീളമുണ്ടല്ലോ. യെസ്, ലെങ്ത് ഉണ്ട്. ദ ലെങ്ത് ഓഫ് ദ വെക്റ്റർ റെപ്രസെന്റ്സ് ദ മാഗ്നിറ്റ്യൂഡ്. ഈ വെക്റ്ററിന്റെ നീളമാണ് മാഗ്നിറ്റ്യൂഡിനെ സൂചിപ്പിക്കുന്നത്. ഈ വെക്റ്ററിന്റെ നീളമാണ് എന്തിനെ സൂചിപ്പിക്കുന്നത്? മാഗ്നിറ്റ്യൂഡിനെ സൂചിപ്പിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക. ലെങ്ത് ഓഫ് ദ വെക്റ്റർ റെപ്രസെന്റ്സ് ദ മാഗ്നിറ്റ്യൂഡ്.
ഓക്കെ, സോ ഈ ആരോയുടെ ലെങ്ത് ആണ് മാഗ്നിറ്റ്യൂഡിനെ സൂചിപ്പിക്കുന്നത്. ഈ ആരോ ഹെഡ് ഉണ്ടല്ലോ, ആരോ ഹെഡ് ആണ് എന്തിനെ സൂചിപ്പിക്കുക? ഡയറക്ഷനെ സൂചിപ്പിക്കുക. ആരോയുടെ നീളം റെപ്രസെന്റ്സ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടർ ആൻഡ് ആരോ ഹെഡ് റെപ്രസെന്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ദ വെക്ടർ. ക്ലിയർ അല്ലേ? സോ ഒരു കുന്തം വരച്ചു വെച്ചാൽ മതി, ആ കുന്തത്തിന്റെ നീളമാണ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്, കുന്തത്തിന്റെ ആരോ ഹെഡ് ആണ് വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന കാര്യം മനസ്സിലാക്കുക. ഇനി വെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം ആരാണ് ഓടി വരേണ്ടത്? ദാറ്റ് ഈസ് ലുട്ടാപ്പിയാണ്. ലുട്ടാപ്പിയുടെ കയ്യിലുള്ള കുന്തമാണ്. റൈറ്റ്? ഇനി ഒരിക്കലും മറക്കൂലാലോ. ഇവിടെ എന്തോന്നടാ അനക പൊന്നു എന്നൊക്കെ വിളിച്ചോണ്ട് ഇടിയാൻ. ഇവിടെ ശ്രദ്ധിക്കണം, ലുട്ടാപ്പിയുടെ കാര്യം പറയുമ്പോൾ പൊന്നു കരളെ കളിക്കല്ല നീ. റെഡി, സെറ്റ് അല്ലേ? ഹാപ്പി? അടുത്തതിലോട്ട് കിടക്കാം. നെക്സ്റ്റ് വണ്ണിലോട്ട് കിടക്കുന്നു. ഇനി വെക്ടേഴ്സിന്റെ ടൈപ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്. വെക്ടേഴ്സിന്റെ ടൈപ്സ് കൃത്യമായി മനസ്സിലാക്കാം. 2021 മാർച്ചിൽ ചോദിച്ച ചോദ്യമാണ്. ദാറ്റ് ഈസ് ഈക്വൽ വെക്ടേഴ്സ്. മക്കളെ, ഇപ്പൊ രണ്ട് സാധനങ്ങൾ ഈക്വൽ എന്ന് പറയണമെങ്കിൽ നോക്കണം. ഇപ്പൊ ഈ രണ്ട് പെൻസിൽസ് നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? ഈക്വൽ ആണെന്ന് പറയാം. ശരിയല്ലേ? രണ്ട് പെൻസിലുകൾ ഈക്വൽ ആണെന്ന് പറയാം. അങ്ങനെ ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ ഇവന്മാരെ എല്ലാ രീതിയിലും ഈക്വൽ ആയിരിക്കണം. ശരിയല്ലേ? എല്ലാ രീതിയിലും ഈക്വൽ ആയിരിക്കണം. സോ അതുപോലെ തന്നെയാണ് വെക്ടേഴ്സും. രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ ആ രണ്ട് വെക്ടേഴ്സ് എല്ലാ രീതിയിലും ഈക്വൽ ആയിരിക്കണം. അതായത് അവരുടെ മാഗ്നിറ്റ്യൂഡും അവരുടെ ഡയറക്ഷനും തുല്യമായിരിക്കണം. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചേ, ഈ രണ്ട് വെക്ടേഴ്സ് ശ്രദ്ധിച്ചേടാ. എയും ബിയും, എയ്ക്കും ബിക്കും ഒരേ മാഗ്നിറ്റ്യൂഡാണ്, ഒരേ നീളമാണ്. നീളമാണല്ലോ മാഗ്നിറ്റ്യൂഡ്, നമ്മൾ പഠിച്ചു. സോ എയ്ക്കും ബിക്കും ഒരേ നീളമാണ്. സോ രണ്ടുപേർക്കും ഒരേ മാഗ്നിറ്റ്യൂഡ് ആണെന്ന് മനസ്സിലാക്കാം. രണ്ടുപേരുടെയും ആരോ ഹെഡ് ഒരേ ദിശയിലോട്ടല്ലേ? അതെ. സോ രണ്ടുപേർക്കും ഒരേ ഡയറക്ഷൻ കൂടിയാണ്. സോ രണ്ട് വെക്ടേഴ്സിന് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ആ വെക്ടേഴ്സിന് എന്ത് പറയുക? ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറയുക. രണ്ടുപേർക്കും ഒരേ മാഗ്നിറ്റ്യൂഡും ഒരേ ഡയറക്ഷനും ആവുമ്പോഴാണ് അവന്മാരെ നമ്മൾ എന്ത് വിളിക്കുക? ഈക്വൽ വെക്ടേഴ്സ് എന്ന് വിളിക്കുക. ഫൈൻ. ഇവിടെ രണ്ടിനും ഒരേ നീളവുമാണ്, ഒരേ ഡയറക്ഷനുമാണ്. സോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഈക്വൽ വെക്ടേഴ്സ്. അവന്മാരെ എന്ത് വിളിക്കാം? ഈക്വൽ വെക്ടേഴ്സ് എന്ന് വിളിക്കാം. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. ഫൈൻ. അടുത്ത നെഗറ്റീവ് വെക്ടേഴ്സ്. എപ്പോഴാണ് വെക്ടേഴ്സ് നെഗറ്റീവ് വെക്ടേഴ്സ് ആയി മാറുന്നത്? നിങ്ങൾക്കറിയണം. എപ്പോഴാണ് വെക്ടേഴ്സ് നെഗറ്റീവ് വെക്ടേഴ്സ് ആയിട്ട് മാറുന്നത്? ഈക്വൽ മാഗ്നിറ്റ്യൂഡും ഓപ്പോസിറ്റ് ഡയറക്ഷനും ആവുമ്പോഴാണ് അവന്മാർ എന്തായിട്ട് മാറുക? നെഗറ്റീവ് വെക്ടേഴ്സ് ആയിട്ട് മാറുക. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കടാ. എ എന്ന് പറയുന്ന വെക്ടർ നോക്കിക്കേ. എ എന്ന് പറയുന്ന വെക്ടർ അവന്റെ അതേ നീളത്തിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് താഴെയുള്ള വെക്ടർ വരച്ചിരിക്കുന്നത്. നോക്കിക്കേ, അതേ നീളത്തിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് താഴെയുള്ള വെക്ടർ വരച്ചിരിക്കുന്നത്. സോ ഈ വെക്ടർ നമുക്ക് എന്ത് വിളിക്കാം? അവനാണ് നെഗറ്റീവ് വെക്ടർ എന്ന് വിളിക്കാം. അവനാണ് നെഗറ്റീവ് വെക്ടർ എന്ന് വിളിക്കാം. ഫൈൻ. ക്ലിയർ അല്ലേ? സോ ഈക്വൽ മാഗ്നിറ്റ്യൂഡ്, ഒരേ നീളമായിരിക്കും, പക്ഷെ ഡയറക്ഷൻ നോക്കടാ. ഒരെണ്ണം വലത്തോട്ടാണെങ്കിൽ അടുത്തവൻ എങ്ങോട്ടായിരിക്കും? ഇടത്തോട്ടായിരിക്കും. സോ ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. സോ അത്തരം വെക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് വെക്ടേഴ്സ്. എന്താണ്? നെഗറ്റീവ് വെക്ടേഴ്സ് എന്നാണ് അത്തരക്കാരെ വിളിക്കുക. കൃത്യമായിട്ട് മനസ്സിലാക്കണം, പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. സോ ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഈസ് നോൺ ആസ് നെഗറ്റീവ് വെക്ടേഴ്സ്. അടുത്തത് നൾ വെക്ടർ. 2023 മാർച്ച് പരീക്ഷയിൽ ചോദിച്ചാണ് നൾ വെക്ടർ എന്ന് പറയുന്നത്. നിങ്ങൾ മാത്സിനകത്ത് നൾ സെറ്റ് പഠിച്ചവരല്ലേ? മാത്സിനകത്ത് സെറ്റ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ എന്താണ് മക്കളെ നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് മെൻ ബൈ നൾ സെറ്റ്? മാത്സിനകത്ത് നിങ്ങൾ പഠിച്ച നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? എന്താണ് യഥാർത്ഥത്തിൽ ഈ നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ? നൾ സെറ്റ് എന്താണ്? എന്തെങ്കിലും ധാരണ ഉണ്ടെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? എന്താണ് നൾ സെറ്റ്? നൾ സെറ്റിനെ നിങ്ങൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? ഇങ്ങനെ 5 ഒക്കെ വെച്ചിട്ട് നൾ സെറ്റ് റെപ്രസെന്റ് ചെയ്യുക. ശരിയല്ലേ? എം ടി ആണ്, കാലിയാണ് അല്ലേ? അതിനകത്ത് ഒന്നുമില്ല. യെസ്, എം ടി സെറ്റ്, കാലിയാണ്. കാലിയായ സെറ്റുകളെ, എം ടി ആയ സെറ്റുകളെയാണെന്ന് പറയുക നൾ സെറ്റ് എന്ന് പറയുക. അതുപോലെ തന്നെയാണ് നൾ വെക്ടറും. അതുപോലെ തന്നെ ഇവൻ കാലിയാണ്, എം ടി ആണ്, ഇവനിൽ ഒന്നുമില്ല. സീറോ മാഗ്നിറ്റ്യൂഡ് സീറോ ആണ്, മൊട്ടയാണ്. ഓർബിറ്ററി ഡയറക്ഷൻ അല്ലെങ്കിൽ there will be no specific direction, ഒരു സ്പെസിഫിക് ഡയറക്ഷനും ഇല്ല. അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് സീറോയുമായിരിക്കും. അത്തരം വെക്ടേഴ്സിനെയാണെന്ന് പറയുക നൾ വെക്ടർ എന്ന് പറയുക. ഓക്കെ, ഒരു സ്പെസിഫിക് ഡയറക്ഷൻ ഉണ്ടായിരിക്കില്ല, അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് സീറോ ആയിരിക്കും. അത്തരം വെക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് നൾ വെക്ടർ എന്ന് പറയുക. അത്തരം വെക്ടേഴ്സിനെ എന്ന് പറയുക നൾ വെക്ടർ. നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാട്ടാ. ദിസ് ഈസ് നൾ വെക്ടർ.
അത്തരം വെക്ടേഴ്സിനെ വിളിക്കുന്നവരെ നൾ വെക്ടർ. ഇങ്ങനെയാണ് നമ്മൾ നൾ വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുക എന്ന കാര്യം മനസ്സിലാക്കുക. ദിസ് ഈസ് നൾ വെക്ടർ. ഓക്കെ, ദിസ് ഈസ് നൾ വെക്ടർ. സീറോന്റെ മണ്ടയ്ക്ക് ഒരു ആരോ മാർക്ക് ഇട്ടാൽ മതി. ഇതാണ് നൾ വെക്ടർ എന്ന് പറയുക. അവന്റെ മാഗ്നിറ്റ്യൂഡ് 0 ആയിരിക്കും. ഒരു പ്രോപ്പർ ആയ സ്പെസിഫിക് ഡയറക്ഷനും ഉണ്ടാവില്ല. ഉദാഹരണം ഏതൊക്കെയാണ് നോക്കണം. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്ട്. അനങ്ങാതിരിക്കുന്ന വസ്തുവിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. സോ അത് ഏതു തരം വെക്ടർ ആണ്? അതൊരു നൾ വെക്ടർ ആണ്. അനങ്ങാതിരിക്കുന്ന വസ്തുവിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. സോ അതൊരു നൾ വെക്ടർ ആണ്. വെലോസിറ്റി ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്ട്. അനങ്ങാതിരിക്കുന്ന വസ്തുവിന് വെലോസിറ്റി ഉണ്ടോ? അനങ്ങാതിരിക്കുന്ന വസ്തുവിന് വെലോസിറ്റി ഉണ്ടോ? ഇല്ല. സോ അതും എന്താണ്? അതും ഒരു നൾ വെക്ടർ ആണെന്ന് പറയാം. അതും എന്താണ്? അതും ഒരു നൾ വെക്ടർ ആണെന്ന് പറയാം. സോ ഇറ്റ് ഈസ് ഓൾസോ എ നൾ വെക്ടർ. അതും ഒരു നൾ വെക്ടർ ആണെന്ന് പറയാം. സോ അനങ്ങാതിരിക്കുന്ന വസ്തുവിന് ഡിസ്പ്ലേസ്മെന്റും ഇല്ല, വെലോസിറ്റിയും ഇല്ല. സോ ഇവ രണ്ടും എന്താണ്? നൾ വെക്ടറിന് ഉദാഹരണമാണ്. മറ്റൊരു എക്സാമ്പിൾ കൂടി ഞാൻ പറയുകയാണ്. നിങ്ങൾ എന്നോട് എഗ്രി ചെയ്യുമോ ഇല്ലയോ? കറക്റ്റ് ആണോ അല്ലയോ എന്ന് പറ. ആക്സിലറേഷൻ ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്ട്. അത് നൾ വെക്ടർ ആണോ അല്ലയോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യടാ. ആക്സിലറേഷൻ ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്ട് അത് നൾ വെക്ടർ ആണോ അല്ലയോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. എല്ലാവരും ഒന്ന് പറയടാ. അനങ്ങാതിരിക്കുന്ന വസ്തുവിന്റെ ആക്സിലറേഷൻ അത് നൾ വെക്ടർ ആണോ അല്ലയോ? ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റിയും ഒക്കെ നൾ വെക്ടർ ആണ് നമ്മൾ പഠിച്ചു. സ്റ്റേഷനറി ആയിരിക്കുന്ന വസ്തുവിന്റെ ആക്സിലറേഷൻ നൾ വെക്ടർ ആണോ അല്ലയോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. എല്ലാവരും റെസ്പോണ്ട് ചെയ്യാം. മുഴുവൻ മക്കളും പറയടാ. അത് നൾ വെക്ടർ ഉദാഹരണമാണോ? യെസ് ഓർ നോ? യെസ് എന്ന് പലരും പറയുന്നുണ്ട്, കുറച്ചു പേര് നോ എന്നും പറയും. ആപ്പിനകത്ത് എല്ലാവരും നോ എന്നും യൂട്യൂബിനകത്ത് യെസ് എന്നും കമന്റ് ചെയ്യുന്നു. റൈറ്റ്, നമുക്കൊന്ന് പരിശോധിച്ചാലോ. ഇപ്പൊ ഒരു കല്ലിന് ഞാൻ നേരെ മുകളിലോട്ട് എറിയാണ്. സ്ട്രെയിറ്റ് ആയിട്ടാ, പക്ക വെർട്ടിക്കൽ മോഷൻ. ഇങ്ങനെ പോലും അല്ല, പ്രൊജക്ടൈൽ മോഷൻ അല്ല, പക്ക വെർട്ടിക്കലി അപ്വേർഡ് എഴുതിയ നേരെ മുകളിലോട്ട് ആ കല്ലിനെ എറിയാണ്. പക്ക വെർട്ടിക്കൽ ട്ടാ. ആ കല്ലിനെ നേരെ ഇങ്ങനെ മുകളിലോട്ട് എറിയാണ്. ഇങ്ങനെ കല്ലിന്റെ ഭാഗത്തിട്ടാ, പക്ക വെർട്ടിക്കൽ മോഷൻ. ഇതാണ് കല്ലിനെ പക്ക വെർട്ടിക്കൽ നേരെ മുകളിലോട്ട് എറിയാണ്ട കല്ലിനെ. ഓക്കെ, സോ ആ പീക്ക് മോസ്റ്റ് പോയിന്റിൽ കല്ല് റെസ്റ്റിലായിരിക്കില്ലേ? കല്ല് അനങ്ങാതിരിക്കുന്ന അവസ്ഥയിലായിരിക്കും, കല്ല് റെസ്റ്റിലായിരിക്കും. ആ കല്ലിന് ആക്സിലറേഷൻ ഉണ്ടോ? ഒരു കല്ലിന് നേരെ മുകളിലോട്ട് ഞാൻ എറിയുകയാണ്. പീക്ക് മോസ്റ്റ് പോയിന്റിൽ കല്ല് റെസ്റ്റിലാണ്, കല്ല് അനങ്ങാതിരിക്കുന്ന അവസ്ഥയിലാണ്. ആ അവസ്ഥയിൽ അവൻ ആക്സിലറേഷൻ ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ആ കല്ലിന് ആക്സിലറേഷൻ ഉണ്ട്. അവന്റെ ആക്സിലറേഷൻ എന്താണ് മക്കളെ? അത് താഴോട്ടായിരിക്കും. ദാറ്റ് ഈസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അവൻ ആക്സിലറേഷൻ ഉണ്ട്. അവന്റെ ആക്സിലറേഷൻ എന്താണ്? ദാറ്റ് ഈസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ റെസ്റ്റിലിരിക്കുന്ന വസ്തുക്കൾക്കും എന്തുണ്ടാവാം? ആക്സിലറേഷൻ ഉണ്ടാവാം. സോ അതൊരിക്കലും എന്തല്ല? നൾ വെക്ടർ അല്ല എന്ന കാര്യം മനസ്സിലാക്കുക. ഒരു കല്ലിനെ മുകളിലോട്ട് എറിഞ്ഞാൽ ആ പീക്ക് മോസ്റ്റ് പോയിന്റിൽ കല്ല് റെസ്റ്റിലാണ്, കല്ല് അനങ്ങാതിരിക്കുകയാണ്. പക്ഷെ ആ പോയിന്റിലും ആ കല്ലിന് ആക്സിലറേഷൻ ഉണ്ട്. അത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, ഡൗൺവേർഡ് ഡയറക്ഷൻ. ഫൈൻ. സോ റെസ്റ്റിലിരിക്കുന്ന അവസ്ഥയിൽ ആക്സിലറേഷൻ ഉണ്ടാവാം. സോ ആക്സിലറേഷൻ ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ് എന്തല്ല? അതൊരു നൾ വെക്ടർ അല്ല എന്ന കാര്യം മനസ്സിലാക്കുക. പക്ഷെ ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റിയും സ്റ്റേഷനറി ഒബ്ജക്റ്റിന്റെ നൾ വെക്ടർ ആണ്. പക്ഷെ ആക്സിലറേഷൻ എന്തല്ല? നൾ വെക്ടർ അല്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണം. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഫൈൻ, ക്ലിയർ അല്ലേ? മുന്നോട്ട് പോയാലോ? സോ ഗൈസ്, വി ആർ മൂവിങ് ഫോർവേഡ്. മുന്നോട്ട് പോകുന്നു. അടുത്തടുത്ത ടോപ്പിക്കുകളിലോട്ട് കിടക്കുന്നു. കൂടെ നിൽക്കുക. എല്ലാ അനിയന്മാരും അനിയത്തിമാരും കൂടെ നിൽക്കുക. നെക്സ്റ്റ് വൺ, നൾ വെക്ടറിന്റെ പ്രോപ്പർട്ടീസ് ആണ് നോക്കാൻ പോകുന്നത്. കട്ടയ്ക്ക് കൂടെ നിൽക്കണേ. നൾ വെക്ടറിന്റെ പ്രോപ്പർട്ടീസ്. വെൻ എ നൾ വെക്ടർ ഈസ് ആഡഡ് ടു എനി വെക്ടർ, ദ വെക്ടർ റിമൈൻസ് അൺചേഞ്ച്ഡ്. അപ്പൊ എന്റെ മക്കളെ നിങ്ങൾ പറയണ എ വെക്ടർ പ്ലസ് നൾ വെക്ടർ. എന്താ ഉത്തരം കിട്ടുക? എ വെക്ടർ പ്ലസ് നൾ വെക്ടർ എന്താണ് നമുക്ക് ഉത്തരം കിട്ടുക? ഒരു സ്പെസിഫിക് വെക്ടറിന്റെ കൂടെ നമ്മൾ നൾ വെക്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഉത്തരം എന്തായിരിക്കും? കമോൺ ഗൈസ്, ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. നമുക്ക് ലഭിക്കുന്ന ഉത്തരം എന്തായിരിക്കും? ഒരു സ്പെസിഫിക് വെക്ടറിന്റെ കൂടെ നമ്മൾ നൾ വെക്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഉത്തരം എന്തായിരിക്കും എന്നാണ് എന്റെ ചോദ്യം. കമോൺ ഗൈസ്, ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. എന്താണ് ഉത്തരം? എ വെക്ടർ പ്ലസ് നൾ വെക്ടർ എന്താ കിട്ടുക? ഒരു സംശയവും വേണ്ട, എ വെക്ടർ തന്നെയാണ് കിട്ടുക. വെക്ടർ റിമൈൻസ് അൺചേഞ്ച്ഡ്. അതിനകത്ത് മാറ്റം ഉണ്ടാവില്ല. സോ എ വെക്ടർ പ്ലസ് നൾ വെക്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? എ വെക്ടർ തന്നെയാണ് കിട്ടുക. അതിനകത്ത് ഒരു മാറ്റവും ഉണ്ടാവില്ല. ഒരു വെക്ടറിന്റെ കൂടെ നൾ വെക്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദ വെക്ടർ റിമൈൻസ് അൺചേഞ്ച്ഡ് എന്നാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഫൈൻ. വേറെ ഉദാഹരണം, ബി വെക്ടർ പ്ലസ് നൾ വെക്ടർ എന്താ ഉത്തരം കിട്ടുക? ബി വെക്ടറിന്റെ കൂടെ നൾ വെക്ടർ ആഡ് ചെയ്താൽ എന്താ ഉത്തരം കിട്ടുക?
യെസ്, നിങ്ങൾ അതും തിരിച്ചറിയണം. ഒരു വെക്ടറിന്റെ കൂടെ മറ്റൊരു നൾ വെക്ടർ ആഡ് ചെയ്താൽ നമ്മൾ പറഞ്ഞു വെക്ടർ റിമൈൻസ് അൺചേഞ്ച്ഡ്, ദാറ്റ് ഈസ് ആൻസർ വിൽ ബി ബി വെക്ടർ. ഉത്തരം എന്ത് തന്നെയായിരിക്കും? ഉത്തരം ബി വെക്ടർ തന്നെയായിരിക്കും എന്ന കാര്യം തിരിച്ചറിയുക. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ അല്ലേ? കൃത്യമായിട്ട് മനസ്സിലായില്ലേ? കൃത്യമായി മനസ്സിലായില്ലേ? ഒരു തരി സംശയം പോലും ഇല്ലാലോ. എൻ്റെ എല്ലാ അനിയന്മാർക്കും അനിയത്തിമാർക്കും കാര്യം അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ഹാപ്പി? എല്ലാവരും ഹാപ്പി അല്ലേ? മുഴുവൻ മക്കളും ഹാപ്പി അല്ലടാ? യെസ്, ഇതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അടുത്ത പ്രോപ്പർട്ടിയിലോട്ട് കിടക്കാം. നെക്സ്റ്റ് പ്രോപ്പർട്ടിയിലോട്ട് കിടക്കാം. മൾട്ടിപ്ലൈയിങ് എ നൾ വെക്ടർ ബൈ എനി സ്കേലാർ ഗീവ്സ് എ നൾ വെക്ടർ. ഒരു നൾ വെക്ടറിന്റെ കൂടെ ഏതെങ്കിലും ഒരു സ്കേലാർ മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരം നൾ വെക്ടർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഒരു ഉദാഹരണം ശ്രദ്ധിക്കടാ. ഇപ്പൊ 2 ഇൻറ്റു നൾ വെക്ടർ എന്താ ഉത്തരം കിട്ടുക? പറടാ. 2 ഒരു സ്കേലാറാണ്. സോ 2നെ നൾ വെക്ടറിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഉത്തരം എന്താണ്? 2 ഒരു സ്കേലാർ ആണല്ലോ, വെക്ടർ അല്ല. 2 ഒരു കോൺസ്റ്റന്റ് ആണ്. സോ 2നെ നമ്മൾ നൾ വെക്ടറിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? യെസ്, ഒരു സ്കേലാറിനെ നൾ വെക്ടറിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത ഉത്തരം എന്തായിരിക്കും? ആൻസർ വിൽ ബി നൾ വെക്ടർ. ആൻസർ നൾ വെക്ടർ ആയിരിക്കും. തിരിച്ചറിയുക, ആൻസർ എന്തായിരിക്കും? നൾ വെക്ടർ. ഇപ്പൊ 3 ഇൻറ്റു നൾ വെക്ടർ ആൻസർ വിൽ ബി നൾ വെക്ടർ. സോ ഒരു സ്കേലാറിനെ നൾ വെക്ടറിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത ഉത്തരം എന്തായിരിക്കും? നൾ വെക്ടർ ആയിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. സോ 2, 3 തുടങ്ങിയ സ്കേലാർസിന് പകരം ജനറലൈസ് ചെയ്ത് എങ്ങനെ എഴുതാം? ലാംഡ ഇൻറ്റു നൾ വെക്ടർ. 2, 3ക്ക് പകരം ലാംഡ എന്ന് കൊടുത്തു. സോ ലാംഡ ഇൻറ്റു നൾ വെക്ടർ ഉത്തരം എന്തായിരിക്കും? നൾ വെക്ടർ തന്നെയായിരിക്കും. ഫൈൻ. സോ ഒരു സ്കേലാറിനെ നൾ വെക്ടറിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം എന്തായിരിക്കും? ആൻസർ വിൽ ബി എ നൾ വെക്ടർ എന്ന കാര്യം മനസ്സിലാക്കുക. ഉത്തരം നൾ വെക്ടർ ആയിരിക്കും. അടുത്തത്, ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നതല്ല. ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന കാര്യം വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. പക്ഷേ ഈ പ്രോപ്പർട്ടിയിൽ ആ ടേം വരുന്നുണ്ടെന്ന് മാത്രം. അത് ആ രീതിയിൽ അപ്രോച്ച് ചെയ്താൽ മതി. വിശദമായിട്ട് വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന 5ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ അത് പഠിക്കും. ഫൈൻ. ഇപ്പൊ ജസ്റ്റ് ആ കാര്യം മനസ്സിലാക്കിയാൽ മതി. ഡോട്ട് പ്രൊഡക്റ്റ്. സോ ഏതെങ്കിലും ഒരു വെക്ടറിനെ നൾ വെക്ടറിന്റെ കൂടെ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. നോക്കടാ. ഇപ്പൊ എ വെക്ടർ ഡോട്ട് പ്രൊഡക്റ്റ്, അപ്പൊ ഡോട്ട് നൾ വെക്ടർ ഉത്തരം എന്തായിരിക്കും? ആൻസർ 0 ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഒരിക്കലും നൾ വെക്ടർ അല്ല. ആൻസർ വിൽ ബി 0. സോ ഏതെങ്കിലും ഒരു വെക്ടറിനെ നൾ വെക്ടറിന്റെ കൂടെ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്താൽ, സോ നടുവിലൊരു ഡോട്ട് ഇട്ട് വെച്ചാൽ മതി. ഡോട്ട് പ്രൊഡക്റ്റ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ പഠിക്കും. ഫൈൻ. ഓക്കെ. അടുത്തത് മറ്റൊരു ഉദാഹരണം. ഇപ്പോൾ ബി വെക്ടർ ഡോട്ട് നൾ വെക്ടർ ഉത്തരം എന്തായിരിക്കും? എഗെയിൻ ബി വെക്ടർ ഡോട്ട് നൾ വെക്ടർ ഉത്തരം എന്തായിരിക്കും? എഗെയിൻ 0 തന്നെയായിരിക്കും. സോ ഒരു വെക്ടറിനെ നൾ വെക്ടറിന്റെ കൂടെ നിങ്ങൾ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം എന്തായിരിക്കും? ആൻസർ വിൽ ബി 0. ആൻസർ ഒരിക്കലും എന്തല്ല? നൾ വെക്ടർ അല്ല. കാരണം ഇത്ര നേരം ചെയ്തതിന്റെ നമുക്ക് ഈ മുകളിലൊക്കെ കിട്ടുന്ന ഉത്തരം നൾ വെക്ടർ ആണ്. പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ 0 ആണെന്ന് തന്നെ മനസ്സിലാക്കുക. ആൻസർ വിൽ ബി 0. റെഡി? അടുത്ത പ്രോപ്പർട്ടിയിലോട്ട് കിടക്കുന്നു. ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ് ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് എനി വെക്ടർ വിത്ത് നൾ വെക്ടർ ഗീവ്സ് നൾ വെക്ടർ. ക്രോസ് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്രോസ് പ്രൊഡക്റ്റും നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നില്ല. അത് നമ്മുടെ 6ാമത്തെ ചാപ്റ്ററായ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് പഠിക്കുക. ഇവിടെ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ക്രോസ് പ്രൊഡക്റ്റ് ഇവിടെയല്ല, അവിടെ 6ാമത്തെ ചാപ്റ്ററിലായിരിക്കും പഠിക്കുക കേട്ടോ. അപ്പൊ ഏതെങ്കിലും ഒരു വെക്ടറിന്റെ കൂടെ നൾ വെക്ടർ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം നൾ വെക്ടർ ആയിരിക്കും. ഏതെങ്കിലും ഒരു വെക്ടറിന്റെ കൂടെ നൾ വെക്ടർ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം എന്തായിരിക്കും? നൾ വെക്ടർ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇപ്പൊ ബി വെക്ടർ ക്രോസ് നൾ വെക്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? ആൻസർ വിൽ ബി നൾ വെക്ടർ. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? കോൺഫിഡൻ്റ് ആയിട്ട് എല്ലാ അനിയന്മാർക്കും അനിയത്തിമാർക്കും മനസ്സിലായി. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഫൈൻ. ഇത് പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. നിങ്ങൾ ഈ ക്രോസ് പ്രൊഡക്റ്റിനെ കുറിച്ചും ഡോട്ട് പ്രൊഡക്റ്റിനെ കുറിച്ചും ആഴത്തിൽ ഈ മൊമെന്റിൽ മനസ്സിലാക്കണ്ട. അതിനെക്കുറിച്ച് നമുക്ക് ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ പഠിക്കാം. ജസ്റ്റ് ഈ പ്രോപ്പർട്ടീസ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഒരു തവണ കൂടി ഞാൻ ആവർത്തിക്കാം. സോ നൾ വെക്ടർ എന്താണെന്നുള്ള കാര്യം എൻ്റെ മക്കൾക്കറിയാം. സോ അതിൻ്റെ 1ാമത്തെ പ്രോപ്പർട്ടി, ഏതെങ്കിലും ഒരു വെക്ടർ നൾ വെക്ടറിന്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പെസിഫിക് വെക്ടർ തന്നെയാണ് നമുക്ക് കിട്ടുക. ദ വെക്ടർ റിമൈൻസ് അൺചേഞ്ച്ഡ്. ഇപ്പോൾ എ പ്ലസ് നൾ വെക്ടർ എന്ന് പറഞ്ഞ ഉത്തരം നൾ വെക്ടർ ആയിരിക്കും. ബി പ്ലസ് നൾ വെക്ടർ എന്ന് പറഞ്ഞ ഉത്തരം ബി വെക്ടർ ആയിരിക്കും. ഫൈൻ. എ പ്ലസ് നൾ വെക്ടർ എന്ന് പറഞ്ഞ ഉത്തരം എ വെക്ടർ ആയിരിക്കും. ബി പ്ലസ് നൾ വെക്ടർ എന്ന് പറഞ്ഞ ഉത്തരം ബി വെക്ടർ ആയിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. അടുത്തത്, ഒരു സ്കേലാറിനെ നൾ വെക്ടറിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരം എന്തായിരിക്കും? എഗെയിൻ നൾ വെക്ടർ ആയിരിക്കും. ഇപ്പോൾ 2 ഇൻറ്റു നൾ വെക്ടർ നൾ വെക്ടർ ആയിരിക്കും. 3 ഇൻറ്റു നൾ വെക്ടർ ആയിരിക്കും. ലാംഡ ഇൻറ്റു നൾ വെക്ടർ ആയിരിക്കും. ഫൈൻ.
അടുത്തത് ഡോട്ട് പ്രൊഡക്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ഉത്തരം 0 ആയിരിക്കും. നൾ വെക്ടറിന്റെ കൂടെ ഏതെങ്കിലും ഒരു വെക്ടർ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം എന്തായിരിക്കും? 0 ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ക്രോസ് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം എന്തായിരിക്കും? അത് നൾ വെക്ടർ ആയിരിക്കും എന്ന കാര്യം തിരിച്ചറിയുക. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ അനിയന്മാരും അനിയത്തിമാരും മനസ്സിലാക്കേണ്ടതാണ്. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അത്ര തന്നെ പ്രധാനപ്പെട്ടതാണ്, പഠിക്കേണ്ട കാര്യമാണ്. സെറ്റ് അല്ലേ? ഹാപ്പിയാണോ മക്കളെ? എല്ലാവരും ഹാപ്പിയാണോ? കോൺഫിഡൻ്റ് ആണോ? എല്ലാവരും കോൺഫിഡൻ്റ് ആണെങ്കിൽ ചാറ്റ് ബോക്സിനകത്തൊരു ഫയർ ഇമോജി ഇടാവോ? എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളിലോട്ട് കിടക്കാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂലുള്ള ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. സോ പ്രധാനമായ വെക്ടേഴ്സിനെയൊക്കെ നമുക്ക് പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി പരീക്ഷയിൽ എന്ത് വരും എന്ന തരത്തിലുള്ള ചോദ്യങ്ങളിലോട്ടാണ് കിടക്കാൻ പോകുന്നത്. എല്ലാവരും കൂടെ നിൽക്കുക. മുഴുവൻ അനിയന്മാരും അനിയത്തിമാരും ഒന്ന് കൂടെ നിൽക്കുക. വി ആർ മൂവിങ് ഫോർവേഡ് ടു ദ ക്വസ്റ്റ്യൻസ്. നമ്മളിതാ ചോദ്യങ്ങളിലോട്ട് കിടക്കുന്നു, ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കുന്നു. റെഡി? ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. തയ്യാറല്ലേ? എല്ലാവരും റെഡി ആണെന്ന് വിചാരിക്കുന്നു. സോ ഗൈസ്, വി ആർ മൂവിങ് ഫോർവേഡ് ടു ദ ക്വസ്റ്റ്യൻസ്. എല്ലാവരും ഒരു ഫയർ ഇമോജിയുടെ കത്തട്ടങ്ങനെ കത്തട്ടെ, ചാറ്റ് ബോക്സ് കത്തട്ടെ. യെസ്, എല്ലാവരും കത്തിക്കുന്നുണ്ട്, എല്ലാവരും കൂടെ നിൽക്കുന്നുണ്ട്. വലിയ സന്തോഷം. യൂട്യൂബിലെ കത്തട്ടെ, ആപ്പിനകത്ത് കത്തി തുടങ്ങി, യൂട്യൂബിലും കത്തട്ടെ. എങ്കിൽ ഓരോരോ ചോദ്യങ്ങളിലോട്ട് കിടക്കാം. ഓരോ ചോദ്യങ്ങൾ കാണുമ്പോഴും എൻ്റെ അനിയന്മാർക്കും അനിയത്തിമാർക്കും കൃത്യമായി ഉത്തരം പറയാൻ സാധിക്കുന്നുണ്ടോ എന്ന കാര്യം നിങ്ങൾ തന്നെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് തന്നെ നിങ്ങളെ വിലയിരുത്താൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കിടക്കുകയാണ്. സോ എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ്. നൾ വെക്ടർ ഹാസ് നോ മാഗ്നിറ്റ്യൂഡ്. നൾ വെക്ടറിന് മാഗ്നിറ്റ്യൂഡ് ഇല്ല എന്നാണ് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ? വേഗം പറ. നൾ വെക്ടറിന് മാഗ്നിറ്റ്യൂഡ് ഇല്ല എന്നാണ് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ? എല്ലാവരും റെസ്പോണ്ട് ചെയ്യണം. മുഴുവൻ അനിയന്മാരും അനിയത്തിമാരും പറയണം. യെസ്, ഒരു സംശയം ഉണ്ടാവൂലോ. സ്റ്റേറ്റ്മെന്റ് എന്താണ്? സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. നൾ വെക്ടറിന് മാഗ്നിറ്റ്യൂഡ് ഇല്ല. 0 ആണ് നൾ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന കാര്യം പഠിച്ചില്ലേ? സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. പോൾ ഇടാൻ വേണ്ടി ആപ്പിനകത്ത് പലരും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ പോൾ നമുക്ക് സാധ്യമല്ല. ഈ ലൈവ് പാരലൽ യൂട്യൂബിൽ കൂടി പോകുന്നത് കൊണ്ട് നമുക്ക് പോൾ ഇടാൻ പറ്റില്ല. ആപ്പിൽ മാത്രമാണ് പോൾ ക്വസ്റ്റ്യൻസ് ഇടാം, ഇവിടെ പോൾ ഇടാൻ പറ്റൂല കേട്ടോ. ഓക്കെ, സോ നൾ വെക്ടർ എന്തില്ല? മാഗ്നിറ്റ്യൂഡ് ഇല്ല എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയുക. ഇറ്റ് ഹാസ് നോ മാഗ്നിറ്റ്യൂഡ്. 0 മാഗ്നിറ്റ്യൂഡ് ആണ് ഉണ്ടാവുക. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് നൾ വെക്ടർ? റൈറ്റ് എനി ടു പ്രോപ്പർട്ടീസ്. 2023 മാർച്ചിൽ ചോദിച്ച ചോദ്യമാണ്. എന്താണ് നൾ വെക്ടർ? അതുപോലെ തന്നെ നൾ വെക്ടറിന്റെ ഏതെങ്കിലും 2 പ്രോപ്പർട്ടീസ് എഴുതുക. നമ്മൾ എത്ര പ്രോപ്പർട്ടീസ് പഠിച്ചു? 4 പ്രോപ്പർട്ടീസ് പഠിച്ചു. അതിൽ ഏതെങ്കിലും 2 പ്രോപ്പർട്ടീസ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. 4 എണ്ണം വേണ്ട, ഏതെങ്കിലും 2 പ്രോപ്പർട്ടീസ് ആണ് 2023 മാർച്ച് പരീക്ഷയിൽ ചോദിച്ച്. ഈസി ആയിട്ട് എഴുതാൻ പറ്റില്ലേ? എന്താണ് നൾ വെക്ടർ എന്ന് എഴുതുക. അതുപോലെ തന്നെ അതിന്റെ ഒരു 2 പ്രോപ്പർട്ടീസ് എഴുതി കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് അറൌണ്ട് 2 മാർക്കാണ് ഈ 2023 മാർച്ച് എക്സാമിന് സ്വന്തമാക്കാൻ സാധിക്കുന്നത്. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലടാ, വളരെ നിസ്സാരമായ ചോദ്യം. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, two vectors are said to be equal only if they have same dash. 2 വെക്ടേഴ്സ് ഏതു സാഹചര്യത്തിലാണ് ഈക്വൽ ആവുക? 2 എണ്ണത്തിന്റെയും ഏത് പ്രോപ്പർട്ടിയാണ് സെയിം ആവേണ്ടത്? ഇപ്പൊ 2 വെക്ടേഴ്സ് തുല്യമാണെന്ന് പറയണമെങ്കിൽ ആ വെക്ടേഴ്സിന്റെ ഏതൊക്കെ പ്രോപ്പർട്ടീസ് ഈക്വൽ ആയിരിക്കണം? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. എല്ലാ അനിയന്മാരും അനിയത്തിമാരും പറഞ്ഞേടാ. ഇപ്പൊ 2 വെക്ടേഴ്സ് ഈക്വൽ വെക്ടേഴ്സ് ആണെന്ന് പറയണം എങ്കിൽ അവരുടെ ഏതൊക്കെ പ്രോപ്പർട്ടീസാണ് ഈക്വൽ ആവേണ്ടത്? കമോൺ ഗൈസ്, എല്ലാവരും റെസ്പോണ്ട് ചെയ്യാവോ ചാറ്റ് ബോക്സിനകത്ത്? ഏതൊക്കെ പ്രോപ്പർട്ടീസാണ് ഈക്വൽ ആവേണ്ടത്? യെസ്, കറക്റ്റ് ആൻസർ. യൂട്യൂബിനകത്ത് കൃത്യമായി ഉത്തരം വരുന്നുണ്ട്. ഏതാണ്? യെസ്, ഗ്രേറ്റ്. ദാറ്റ് ഈസ് അവന്മാരുടെ മാഗ്നിറ്റ്യൂഡും അതുപോലെ തന്നെ ഡയറക്ഷനും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കണം. 2 പേരുടെയും മാഗ്നിറ്റ്യൂഡും അതുപോലെ തന്നെ ഡയറക്ഷനും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. എങ്കിലാണ് നമുക്ക് അവന്മാരെ എന്ത് പറയാൻ സാധിക്കത്തുള്ളൂ? ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. 2 പേരുടെയും മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഈക്വൽ ആവുമ്പോഴാണ് അവന്മാരെ നമ്മൾ ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറയുക. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഫൈൻ. സോ അടുത്ത കാര്യങ്ങളിലോട്ട് കടന്നാലോ? സോ മക്കളെ, നമ്മൾ അടുത്ത കോൺസെപ്റ്റിലോട്ട് കടക്കുന്നു. ദാറ്റ് ഈസ് യൂണിറ്റ് വെക്ടർ. പക്ഷെ യൂണിറ്റ് വെക്ടർ പഠിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്കൊരു കാര്യം അറിയണം. നിങ്ങൾക്കൊരു കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ. ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന കാര്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിഞ്ഞിരിക്കണം. ഫൈൻ, നമുക്ക് അതിലോട്ട് കടന്നാലോ? എങ്ങനെയാണ് ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക എന്ന കാര്യത്തിലോട്ട് നമ്മൾ കടക്കാൻ പോവുകയാണ്. കൂടെ നിൽക്കണം. എല്ലാ അനിയന്മാരും അനിയത്തിമാരും കൂടെ നിൽക്കണം. സെറ്റാക്കാം. ഹാപ്പി ആയി കൂടെ നിൽക്കുക കേട്ടോ. നമ്മളൊരു വെക്ടർ എടുക്കുകയാണ്. ഫൈൻ, ശ്രദ്ധിക്കണം മക്കളെ. എല്ലാ അനിയന്മാരും അനിയത്തിമാരും ശ്രദ്ധിച്ച് നമ്മളൊരു വെക്ടർ എടുക്കുകയാണ്. എ വെക്ടർ. വെക്ടറിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക എന്ന് പറഞ്ഞുതരാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു ഉദാഹരണത്തിന് വേണ്ടി 2i cap plus
3j plus 4k ഒരു വെക്റ്റർ റെപ്രസെൻറ്റേഷൻ. ദിസ് ഈസ് എ വെക്റ്റർ റെപ്രസെൻറ്റേഷൻ. ഫൈൻ. ലളിതമായ ഒരു വെക്റ്റർ റെപ്രസെൻറ്റേഷൻ ആണ് നിങ്ങൾ കാണുന്നത്. 2i plus 3j plus 4k ഒരു വെക്റ്റർ റെപ്രസെൻറ്റേഷൻ ആണെന്ന് വിചാരിക്കുക. ഫൈൻ. ഓക്കെ, ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണേ. എന്താണ് ഐ ക്യാപ്പ്, എന്താണ് ജെ ക്യാപ്പ്, എന്താണ് കെ ക്യാപ്പ് എന്നതിനെ കുറിച്ച് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഐ ക്യാപ്പ് എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റ് വെക്റ്ററാണ്. ജെ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ വൈ ഡയറക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റ് വെക്റ്ററാണ് കേട്ടോ. ആ യൂണിറ്റ് വെക്റ്റർ എന്ന വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കെ ക്യാപ്പ് എന്ന് പറയുന്നത് ഇസഡ് ഡയറക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റ് വെക്റ്റേഴ്സ് ആണ്. സോ ഐ ക്യാപ്പും ജെ ക്യാപ്പും കെ ക്യാപ്പും യൂണിറ്റ് വെക്റ്റേഴ്സ് ആണ്. ഐ ക്യാപ്പ് ഉപയോഗിക്കുന്നത് എക്സ് ഡയറക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ജെ ക്യാപ്പ് ഉപയോഗിക്കുന്ന വൈ ഡയറക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കെ ക്യാപ്പ് ഉപയോഗിക്കുന്ന ഇസഡ് ഡയറക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഐ ക്യാപ്പ് എക്സ്, ജെ ക്യാപ്പ് വൈ, കെ ക്യാപ്പ് ഇസഡ് ഡയറക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് മനസ്സിൽ ഉറപ്പിച്ചു വയ്ക്കുക. ഫൈൻ. എങ്ങനെയാണ് ഈ പറയുന്ന എ വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക എന്ന കാര്യത്തിലോട്ട് കടന്നാലോ? ലളിതമായിട്ട് പറഞ്ഞുതരാം, നോക്കണം. നമ്മൾ മാഗ്നിറ്റ്യൂഡിനെ ഇതുപോലൊരു മോഡുലസിനകത്താണ് എഴുതുക. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്റ്റർ ഈക്വൽ ടു ഒരു റൂട്ട് ഇട്ട് കൊടുക്കുക, വലിയൊരു റൂട്ട് ഇടുക. എന്നിട്ട് ഐ ക്യാപ്പിൻ്റെയും ജെ ക്യാപ്പിൻ്റെയും കെ ക്യാപ്പിൻ്റെയും കോഎഫിഷ്യൻസിനെ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യുക. ഇപ്പം ഐ ക്യാപ്പിൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? 2 ആണ്. ശരിയല്ലേ? ഐ ക്യാപ്പിൻ്റെ കോഎഫിഷ്യൻ്റ് 2 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? 2a² പ്ലസ് ജെ ക്യാപ്പിൻ്റെ കോഎഫിഷ്യൻ്റ് 3 ആണ്. അപ്പോൾ 3a² പ്ലസ് കെ ക്യാപ്പിൻ്റെ കോഎഫിഷ്യൻ്റ് 4 ആണ്. അപ്പോൾ 4a². റെഡിയല്ലേ? കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 പ്ലസ് 9 പ്ലസ് 16. ഉത്തരം എത്ര കിട്ടും? റൂട്ട് ഓഫ് 29. സോ എ വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എത്ര കിട്ടി? റൂട്ട് ഓഫ് 29 എന്ന് കിട്ടി. ആർക്കെങ്കിലും കിട്ടിയോടാ? എടാ വെറും 9 അല്ലടാ, ഇനി 29 റൂട്ട് ഓഫ് 29 എന്ന് കിട്ടി. ഇതാണ് ഒരു വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുക. ഇങ്ങനെയാണ് നമുക്കൊരു വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറ്റുക. യെസ്, റൂട്ട് 29. യെസ്. എന്താ കുട്ടിയുടെ പേര്? പേര് വയ്യാൻ കിട്ടുന്നില്ല, ഒന്ന് സൂം ചെയ്യട്ടെ. യെസ്, റെഡി. എല്ലാവരും റെസ്പോണ്ട് ചെയ്യണേ. യെസ്, കൃഷ്ണവേണി കറക്റ്റ് ആൻസർ ആണ്. റൂട്ട് 29 കേട്ടോ. എല്ലാവരും റെസ്പോണ്ട് ചെയ്യണം മക്കളെ. റൂട്ട് 29. ഫൈൻ, കിട്ടി. ഇനി ഞാൻ വേറെ കുറച്ച് വെക്ടേഴ്സ് തരട്ടെ, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിയാലോ. ഫാത്തിമ കറക്റ്റ് ആണ് കേട്ടോ. വേറെ കുറച്ച് വെക്ടേഴ്സ് നിങ്ങൾ കണ്ടുപിടിക്കണേ. എല്ലാവരും മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ എക്സ്പേർട്ട് ആയിരിക്കണം. ഇപ്പോൾ ബി വെക്റ്റർ നമ്മൾ എടുത്തു. 4i ക്യാപ്പ് പ്ലസ് 2j ക്യാപ്പ് പ്ലസ് 2k ക്യാപ്പ്. എനിക്ക് പിന്നെ മാഗ്നിറ്റ്യൂഡ് ഒന്ന് കണ്ടുപിടിച്ച് തരാമോ? എല്ലാവരും ട്രൈ ചെയ്യടാ, ഒന്ന് സ്വന്തമായിട്ട് ട്രൈ ചെയ്യടാ. ഈ നൽകിയിരിക്കുന്ന വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? എൻ്റെ എല്ലാ അനിയന്മാരും അനിയത്തിമാരും ഒന്ന് ട്രൈ ചെയ്തേ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബി വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എത്രയായിരിക്കും ഉത്തരം കിട്ടുക? ബി വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും കിട്ടുക? കമോൺ ഗൈസ്, എല്ലാ അനിയന്മാരും അനിയത്തിമാരും ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? ബി വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ് കിട്ടുക? സിമ്പിൾ. ഐ ക്യാപ്പിന്റെ കോഎഫിഷ്യന്റ് ഏതാണ്? ജെ ക്യാപ്പിന്റെ കോഎഫിഷ്യന്റ് ഏതാണ്? കെ ക്യാപ്പിന്റെ കോഎഫിഷ്യന്റ് എത്രയാണ് നോക്കുക. അതെല്ലാം എടുത്ത് റൂട്ടിനകത്ത് സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യുക. സോ ഐ ക്യാപ്പിന്റെ 4 ആണ്. സോ 4² പ്ലസ് ജെയുടെ 2 ആണ്. 2a² പ്ലസ് 2a². ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 16 പ്ലസ് 4 പ്ലസ് 4 വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 24. എത്രയാണ്? റൂട്ട് 24. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? ഈസി ആയിട്ട് മനസ്സിലായില്ലേ? ഏത് വെക്ടേഴ്സ് നൽകിയാലും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ ക്ലിയർ അല്ലേ? കൃത്യമായിട്ട് മനസ്സിലായില്ലേ? എല്ലാ അനിയന്മാർക്കും അനിയത്തിമാർക്കും മനസ്സിലായില്ലേ? ഒരു തരി സംശയം പോലും ഇല്ല. യെസ്, ആപ്പിനകത്തും യൂട്യൂബിനകത്തൊക്കെ എല്ലാവരും റൈറ്റ് ആൻസേഴ്സ് തന്നെയാണ് പറയുന്നത്. ദാറ്റ് ഈസ് റൂട്ട് 24. റൈറ്റ്. ഹാപ്പി? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഫൈൻ. ഓക്കെ, ഇനി ഞാൻ മറ്റൊരു വെക്റ്റർ നൽകാൻ പോവുകയാണ്. ശ്രദ്ധിക്കണം, മറ്റൊരു വെക്റ്റർ ഇതാണ്. എ വെക്റ്റർ എന്ന് തന്നെ പേര് കൊടുക്കുന്നു. വെക്റ്റർ ഇങ്ങനെയാണ്: 1/√3 i ക്യാപ്പ് പ്ലസ് 1/√3 j ക്യാപ്പ് പ്ലസ് 1/√3 k ക്യാപ്പ്. ഇവന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ഇവന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാവോ? നമ്മളിവിടെ രണ്ട് വെക്ടേഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചു. ഓക്കെ ആണ്, ഫൈൻ, ഐ അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ അടിപൊളിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഇവന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചേടാ. എ വെക്റ്റർ ഈക്വൽ ടു 1/√3 i ക്യാപ്പ് പ്ലസ് 1/√3 j ക്യാപ്പ് പ്ലസ് 1/√3 k ക്യാപ്പ്. ഈ നൽകിയിരിക്കുന്ന വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? എല്ലാവരും
ട്രൈ ചെയ്ത് നോക്ക്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ ആപ്പിനകത്തുള്ള മക്കളുടെ കമൻറ്റ് ഞാൻ അത്ര എന്താ പറയുക എക്സൈറ്റഡ് ആയിട്ട് ഞാൻ നോക്കിക്കാണുന്നില്ല. കാരണം ഓൾറെഡി അവർക്ക് ഈ പറയുന്ന ടോപ്പിക്കുകളെല്ലാം പഠിപ്പിച്ചതാണ്. സോ അവരെന്തായാലും റൈറ്റ് ആൻസേഴ്സ് പറയുന്നത് എനിക്കറിയാം. പക്ഷേ യൂട്യൂബിനകത്തും ശരിയായ ഉത്തരങ്ങൾ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. യൂട്യൂബിനകത്തും ശരിയായ ഉത്തരങ്ങൾ ചാറ്റ് ബോക്സിൽ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ആസ് എ ബ്രദർ ഞാൻ പറയണം, ഐ എം വെരി മച്ച് ഹാപ്പി. കാരണം ഒരു തവണയാണ് യൂട്യൂബിനകത്തുള്ള മക്കൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തത്, എന്നിട്ടും അവർ കൃത്യമായിട്ട് മറുപടി പറയുന്നുണ്ട്. വലിയ സന്തോഷം. സോ ഈ നൽകിയിരിക്കുന്ന എ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് പിടിക്കാം? യെസ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ ഈക്വൽ ടു റൂട്ട് ഓഫ് ഓരോ ടേംസിനെയും നമുക്ക് സ്ക്വയർ ചെയ്യാം. സോ ഐ ക്യാപ്പിന്റെയും ജെ ക്യാപ്പിന്റെയും കെ ക്യാപ്പിന്റെയും കോഎഫിഷ്യൻസിനെ സ്ക്വയർ ചെയ്യാം. സോ ഐ ക്യാപ്പിന്റെ കോഎഫിഷ്യൻ എത്രയാണ്? 1/√3 ഹോൾ സ്ക്വയർ പ്ലസ് 1/√3 അഗെയിൻ ഹോൾ സ്ക്വയർ പ്ലസ് 1/√3 ഹോൾ സ്ക്വയർ. എത്രയാണ് മക്കളെ ഉത്തരം കിട്ടുക? 1/√3 ഹോൾ സ്ക്വയർ 1/3 ആണ്. സോ 1/3 പ്ലസ് 1/3 പ്ലസ് 1/3 that is equal to root of 3/3. 3/3 എത്രയാണ്? that is equal to √1. Answer will be equal to 1. Answer 1 ആണ്. സോ ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണെങ്കിൽ അത്തരം വെക്ടേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് വെക്ടർ എന്ന് പറയുക. സോ ഡയറക്റ്റ് ആയിട്ട് യൂണിറ്റ് വെക്ടർ പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ പല മക്കൾക്കും മനസ്സിലാവണമെന്നില്ല. സോ അതുകൊണ്ടാണ് എന്താണ് മാഗ്നിറ്റ്യൂഡ്, അത് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന കാര്യം പറഞ്ഞു. സോ അതിനുശേഷമാണ് നമ്മൾ യൂണിറ്റ് വെക്ടറിലോട്ട് കിടക്കുന്നത്. ഫൈൻ. സോ ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണെങ്കിൽ അത്തരം വെക്ടേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് യൂണിറ്റ് വെക്ടർ. ഇതാണ് യൂണിറ്റ് വെക്ടറിന് ഉദാഹരണം എന്ന കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്? ഒരു യൂണിറ്റ് വെക്ടറിന്റെ എക്സാമ്പിൾ ആണ് എന്ന കാര്യം തിരിച്ചറിയുക. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ഈസ് 1, ദെൻ ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് യൂണിറ്റ് വെക്ടർ. എങ്കിൽ അവൻ എന്ത് വിളിക്കാം? യൂണിറ്റ് വെക്ടർ എന്ന പേരിൽ നമുക്ക് വിളിക്കാം. ക്ലിയർ അല്ലേ? കൃത്യമായിട്ട് എൻ്റെ എല്ലാ അനിയന്മാർക്കും അനിയത്തിമാർക്കും മനസ്സിലായില്ലേ? കോൺഫിഡൻ്റ് അല്ലേ? ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിൽ മറ്റു ചില യൂണിറ്റ് വെക്ടേഴ്സിനെ പരിചയപ്പെടാം. അതൊക്കെയാണ് ഇവന്മാർ, ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്. ആരൊക്കെയാണ് നോക്കടാ? യെസ്, ഐ ക്യാപ്പും ജെ ക്യാപ്പും കെ ക്യാപ്പും. ഇവന്മാരെ വിളിക്കുന്ന പേരെന്താണ്? ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്. വെറും യൂണിറ്റ് വെക്ടേഴ്സ് എന്നല്ല, ദാറ്റ് ഈസ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്നാണ് ഇവന്മാരെ വിളിക്കുക. ഓക്കെ, കാരണം ഇവന്മാർ XYZ ആക്സിസുകളെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. എക്സ് ആക്സിസിനെ റെപ്രസെന്റ് ചെയ്യാൻ ഐ ക്യാപ്പും Y ആക്സിസിനെ റെപ്രസെന്റ് ചെയ്യാൻ ജെ ക്യാപ്പും Z ആക്സിസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കെ ക്യാപ്പുമാണ് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഇവന്മാരെ എന്ത് വിളിക്കുക? ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് വിളിക്കുക. സോ ഇവന്മാർ യൂണിറ്റ് വെക്ടേഴ്സ് ആയതിനാൽ തന്നെ ഇവരുടെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? പറടാ. ഐ ക്യാപ്പിൻ്റെയും ജെ ക്യാപ്പിൻ്റെയും കെ ക്യാപ്പിൻ്റെയും ക്യാപ്പ് തൊപ്പി വെച്ച് കൊടുത്താൽ മതി. മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? ഇവന്മാരുടെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? എല്ലാവരും റെസ്പോണ്ട് ചെയ്യണം. എല്ലാ അനിയന്മാരും അനിയത്തിമാരും പറടാ, ഇവന്മാരുടെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? വാട്ട് വിൽ ബി ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദീസ് വെക്ടേഴ്സ്? ഇവന്മാരുടെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? എല്ലാ അനിയന്മാരും അനിയത്തിമാരും പറയണം, ഇവന്മാരുടെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? നിസ്സാരമായിട്ട് പറയാൻ പറ്റും. ഇവന്മാരെല്ലാവരും യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. ഓർത്തോഗണൽ എന്ന വാക്ക് നാച്ചുറലി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അവ ആക്സസുകളെ ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ കോർഡിനേറ്റുകളെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇവന്മാർ അൾട്ടിമേറ്റ്ലി യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. ഇവന്മാർ യൂണിറ്റ് വെക്ടേഴ്സ് ആയതിനാൽ തന്നെ ഇവന്മാരുടെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? ഒരു സംശയവും വേണ്ട, ഇവന്മാരുടെ മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. യെസ്, their magnitude will be equal to 1. അവന്മാരുടെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? അത് 1 ആയിരിക്കും എന്ന കാര്യം തിരിച്ചറിയുക. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. their magnitude will be equal to 1. സെറ്റ്. ഹാപ്പി അല്ലേ? കോൺഫിഡൻ്റ് അല്ലേ? എല്ലാ അനിയന്മാർക്കും അനിയത്തിമാർക്കും കോൺഫിഡൻ്റ് അല്ലേ? ഇതാണ് ഡിഫറെൻറ്റ് വെക്ടേഴ്സ്. വെക്ടേഴ്സിൽ നിന്ന് ഇത്തരം ചോദ്യങ്ങളൊക്കെയാണ് പരീക്ഷയിൽ ചോദിക്കുക. ഹാപ്പിയാണ്, കോൺഫിഡൻ്റ് ആണെന്നാണെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് എല്ലാവരും ഒരു ഡാൻസിങ് ഇമോജി കമൻറ്റ് ചെയ്യാവോ? ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരു ഡാൻസിങ് ഇമോജി കമൻറ്റ് ചെയ്യാവോ? ഞാൻ പൊതുവേ ഡാൻസിങ് ഇമോജി കമൻറ്റ് ചെയ്യാൻ പറയാനുള്ള കാരണം ഏത് കാറ്റഗറി ഓഫ് ആളുകളാണ് കൂടുതൽ ലൈവ് കാണുന്നത്, ആൺപിള്ളാരാണോ പെൺപിള്ളാരാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പൊതുവേ പെൺകുട്ടികൾക്കാണ് പഠിക്കാനൊരു താല്പര്യമുള്ളത്. സോ അവർ തന്നെയാണോ കൂടുതലെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് കമൻറ്റ് ചെയ്യണം, ഒരു ഡാൻസിങ് ഇമോജി. അപ്പോഴേക്കും എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഓണപ്പരീക്ഷ ഒരു അൺഒഫീഷ്യൽ എക്സാം അല്ലേ? സോ അത് കഴിഞ്ഞിട്ട് എനിക്ക് കൃത്യമായിട്ട് +1 പഠിക്കാം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും, നമ്മുടെ ആപ്പിനകത്ത് ജോയിൻ ചെയ്യാത്തവർ. സോ ഇനിയും നിങ്ങൾക്ക് ആപ്പിനകത്ത് കൃത്യമായി ജോയിൻ ചെയ്യാം. ഓണപ്പരീക്ഷയ്ക്ക് ശേഷം ഇനി വരാൻ പോകുന്ന ക്രിസ്മസ് പരീക്ഷയിൽ ഏറ്റവും മികച്ച മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. സോ അതിന് നിങ്ങളെ കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സൈലത്തിൻ്റെ ബാച്ചാണ് അഗ്നി ബാച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഓണം പ്രമാണിച്ച് ഓണം ഓഫർ ഉണ്ട്.
അത് ഈ ഓണം പീരീഡിൽ മാത്രമേ ഉള്ളൂ. ഓണം കഴിഞ്ഞിട്ട് എനിക്ക് ഓണം ഓഫർ വേണം, എനിക്ക് ഫീസിൽ റിഡക്ഷൻ വേണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. അത് ഓണം പീരീഡിൽ മാത്രം നിങ്ങൾക്ക് ഈ 10% ഓഫർ ഉണ്ടായിരിക്കും. സോ എല്ലാവരും ഇമ്മീഡിയറ്റ്ലി അഡ്മിഷൻ എടുക്കുക. ഇപ്പോൾ യൂട്യൂബിൽ ലൈവ് കാണുന്ന ആപ്പിൽ അഡ്മിഷൻ എടുക്കാത്ത, ഓണത്തിന് ശേഷം കൃത്യമായി പഠിക്കാം എന്നൊക്കെ വിചാരിക്കുന്ന മക്കളുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അഡ്മിഷൻ എടുക്കുക. കാരണം ഇപ്പോൾ മാത്രമേ ഈ ഓഫർ പ്രൈസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുകയുള്ളൂ. സോ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ 2 ഫീച്ചേഴ്സ് ഉള്ളത്, ലൈക്ക് ബേസ് പ്ലാനും ഉണ്ട്, ഇൻഫിനിറ്റി പ്ലാനും ഉണ്ട്. സോ നിങ്ങൾക്ക് മോസ്റ്റ് പ്രോബ്ലി ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത് ഇൻഫിനിറ്റി പ്ലാനാണ്. കാരണം അതിനകത്താണ് എല്ലാ ഫീച്ചേഴ്സും ഉള്ളത്. ഇൻസ്റ്റാൾ, മൈൻഡ് മാപ്പ്, ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സും അടങ്ങുന്ന ടോപ്പ് സീരീസ് ഉൾപ്പെടെയുള്ള എല്ലാ ഫീച്ചേഴ്സും, ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ഫെർദർ ബാച്ചുകളുടെ ആക്സസും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുക ഇൻഫിനിറ്റി ബാച്ചിലാണ്. സോ ഇൻഫിനിറ്റി തന്നെ എല്ലാവരും ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ഓണം ഓഫറോടുകൂടി അഡ്മിഷൻ എടുക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. 9995400800 നമ്പർ മറക്കരുത്. 9995400800 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക, ഗംഭീരമാക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൂടെ നിൽക്കുക. ഹാപ്പി? റെഡി? വാ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോവാം. അടുത്തടുത്ത കാര്യങ്ങളിലോട്ട് കിടക്കുന്നു. നെക്സ്റ്റ് വൺ, ദറ്റ് ഈസ് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് വെക്ടേഴ്സ്. വെക്ടേഴ്സിന്റെ അഡീഷനും സബ്ട്രാക്ഷനുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡാൻസ് മതി, ഒരുത്തൻ മതി, നിങ്ങൾ ഡാൻസ് കളിച്ചാൽ മതി. അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കപ്പിൾ ഡാൻസ് വേറെ കളിക്കുന്നത്. ഞാൻ എന്നും പറയാറുണ്ട്, കപ്പിൾ ഇമോജീസ് ഇടല്ലേന്ന്. നിങ്ങൾ ഡാൻസ് കളിക്കുന്ന ഇമോജി ഇടാൻ പറഞ്ഞാൽ അവൻ കപ്പിൾ ഡാൻസിന് ഇമോജി ഇടുന്നു, ഒലക്കെടുത്തടിക്കും. എനിക്കറിയാം നിന്റെ ചാട്ടം എങ്ങോട്ടാണെന്ന് എനിക്ക് പറയും. ആ ചാട്ടം ഇവിടെ വേണ്ട, ഞാനത് അനുവദിച്ചു തരില്ല. നിങ്ങളിവിടെ നിന്ന് പഠിക്കാനാണ്. ഇത്രയും മാന്യനായ ഒരു അധ്യാപകന്റെ മുന്നിൽ ഇങ്ങനെയൊക്കെ കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? മക്കളെ ശ്രദ്ധിക്കൂ, ഇവിടെ ശ്രദ്ധിക്കൂ. പഠിക്കേണ്ട സമയത്ത് പഠിക്കണം. ഇത് പഠിക്കേണ്ട സമയമാണ്. കൃത്യമായി പഠിക്കൂ. സ്കൂൾ സമയത്ത് നമ്മൾ ഇങ്ങനെ നടക്കാൻ പാടില്ല. നിങ്ങൾ പഠിക്കേണ്ട സമയമാണ് മക്കളെ. എന്നെ മാതൃകയാക്കി പഠിച്ചൂടെ? ശ്രദ്ധിക്കൂ. വെക്ടേഴ്സിന്റെ അഡീഷനും സബ്ട്രാക്ഷനിലോട്ടാണ് കിടക്കുന്നത്. വെക്ടേഴ്സ് നമുക്ക് രണ്ടും ചെയ്യാൻ പറ്റും. അഡീഷനും സബ്ട്രാക്ഷനും നമുക്ക് ചെയ്യാൻ പറ്റും. എന്തോന്നുണ്ടോ? ഇല്ല. സബ്ട്രാക്ഷൻ യഥാർത്ഥത്തിൽ പോസിബിൾ അല്ല. വെക്ടേഴ്സിന് നമുക്ക് യഥാർത്ഥത്തിൽ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഇവിടെ എന്തുകൊണ്ടാണ് സബ്ട്രാക്ഷൻ കൊടുത്തത്? പറഞ്ഞുതരാം. പറഞ്ഞുതരാം. വെക്ടേഴ്സിനെ ശരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? അഡിഷൻ മാത്രമാണ് സാധ്യമായിട്ടുള്ളൂ, സബ്ട്രാക്ഷൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുക എന്ന കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അതിന് വേറൊരു മെത്തേഡ് ഉണ്ട്. ഡയറക്റ്റായിട്ട് നമുക്ക് വെക്ടേഴ്സിനെ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ നമുക്കത് എങ്ങനെ പ്രൊസീഡ് ചെയ്യാം എന്ന കാര്യമൊക്കെ പറഞ്ഞുതരാം. ആദ്യം അഡിഷൻ. വെൻ 2 വെക്ടേഴ്സ് ആർ ആക്ടിങ് അറ്റ് സെയിം ഡയറക്ഷൻ. 2 വെക്ടേഴ്സ് ഒരേ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. എങ്ങനെയാണ് അവന്മാരെ ആഡ് ചെയ്യാൻ പറ്റുക? നമുക്ക് നോക്കിയാലോ. ഇപ്പം ഇതൊരു വെക്ടറാണ്, ഇത് അടുത്തൊരു വെക്ടറാണെന്ന് വിചാരിക്കുക. സോ ഒന്നാമത്തെ വെക്ടറെ നമുക്ക് എ എന്ന് വിളിക്കാം. ദിസ് ഈസ് എ വെക്ടർ. രണ്ടാമത്തെ വെക്ടറിനെ ബി എന്ന് വിളിക്കാം. ദിസ് ഈസ് ബി വെക്ടർ. ഒന്നാമത്തെ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു ഉദാഹരണത്തിന് 3 യൂണിറ്റ്സ് ആണെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ വെക്ടറുടെ മാഗ്നിറ്റ്യൂഡ് 2 യൂണിറ്റ്സ് ആണെന്ന് വിചാരിക്കുക. എങ്കിൽ ഇവർ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടൻ വെക്ടറിന്റെ ഡയറക്ഷനും അവന്റെ മാഗ്നിറ്റ്യൂഡും എത്രയായിരിക്കുമെന്ന് പറയാമോ? റിസൾട്ടൻ വെക്ടറിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, അവന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? എല്ലാവരും റെസ്പോണ്ട് ചെയ്യണം. മുഴുവൻ മക്കളും പറയണം. റിസൾട്ടൻ വെക്ടറിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, അവന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? സോ 2 വെക്ടേഴ്സ് സെയിം ഡയറക്ഷനിലാണെങ്കിൽ റിസൾട്ടൻ വെക്ടറിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഈ 2 വെക്ടേഴ്സും ഒരേ ഡയറക്ഷനിലായതിനാൽ തന്നെ റിസൾട്ടൻ വെക്ടേഴ്സും ഇവരുടെ അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും. സംശയം വേണ്ട. റിസൾട്ടൻ വെക്ടേഴ്സും ഇവരുടെ അതേ ഡയറക്ഷൻ തന്നെയായിരിക്കും. സംശയം വേണ്ട. ഫൈൻ. അവന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? എടാ, ഇവന്റെ മാഗ്നിറ്റ്യൂഡ് 3 യൂണിറ്റ്സ്, ഇവന്റെ 2 യൂണിറ്റ്സ്. അപ്പോൾ റിസൾട്ടൻ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? ഇവ രണ്ടും കൂടി കൂട്ടടാ. 3 + 2 എത്രയാണ്? 5 യൂണിറ്റ്സ് ആയിരിക്കും. റൈറ്റ്? 5. സോ മാഗ്നിറ്റ്യൂഡ് വിൽ ബി 5. മാഗ്നിറ്റ്യൂഡ് 5 ആയിരിക്കും. സെയിം ഡയറക്ഷനിലായതിനാലാണ് മാഗ്നിറ്റ്യൂഡ് എത്രയായത്? 5 ആയത് എന്ന കാര്യം മനസ്സിലാക്കുക. കാരണം എയും ബിയും സെയിം ഡയറക്ഷനിലാണ്. സോ അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും റിസൾട്ടന്റും. സോ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി 5 യൂണിറ്റ്സ്. 5 യൂണിറ്റ്സ് ആയിരിക്കും. ഓക്കെ. അടുത്ത കേസ്, സെക്കൻഡ് കേസ്. വെൻ 2 വെക്ടേഴ്സ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. 2 വെക്ടേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ റിസൾട്ടൻ വെക്ടറിനെ കുറിച്ച് നമുക്ക് നോക്കിയാലോ. നോക്കണം. ഇപ്പൊ എ വെക്ടർ, ഇത് ബി വെക്ടർ. സോ എ വെക്ടർ ഇങ്ങോട്ടാണ്, ബി വെക്ടർ ഇങ്ങോട്ടാണ്. ദിസ് ഈസ് എ വെക്ടർ, ദിസ് വിൽ ബി ബി വെക്ടർ. പിടിച്ചോ. റെഡി? എ വെക്ടറും ബി വെക്ടറും ഓപ്പോസിറ്റ് ആണെന്ന് വിചാരിക്കുക. എ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 5 യൂണിറ്റ്സ് ആണ്, ബി വെക്ടറിന്റെ 3 യൂണിറ്റ്സ് ആണെന്ന് വിചാരിക്കുക. എങ്കിൽ ഇവരുടെ റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? പറയാവോടാ. റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? ഇത് വളരെ സിമ്പിളാണ്.
സോ രണ്ട് വെക്ടേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് റിസൾട്ടന്റ് വെക്ടറിന്റെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ പറ്റുക? ഇവയിൽ ഏതാണ് വലിയ വെക്ടർ നോക്കുക. സോ 5 മാഗ്നിറ്റ്യൂഡ് വരുന്ന വെക്ടർ എന്ന് പറഞ്ഞാൽ എ ആണ്. സോ ആ വലിയ വെക്ടറിന്റെ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും ആരുണ്ടാവുക? റിസൾട്ടന്റ് വെക്ടർ ഉണ്ടാവുക. സോ വലിയ വെക്ടറിന്റെ ഡയറക്ഷനിലായിരിക്കും റിസൾട്ടന്റ് വെക്ടർ. സോ ടുവേർഡ്സ് റൈറ്റ് ആയിരിക്കും ഉണ്ടാവുക. അവന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? അത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. വലുതിന്റെ മാഗ്നിറ്റ്യൂഡിൽ നിന്ന് ചെറുതിന്റെ മാഗ്നിറ്റ്യൂഡ് കുറയ്ക്കുക. സോ 5 - 3 ഉത്തരം എത്രയാണ്? 2 ആണ്. സോ ആൻസർ വിൽ ബി 2. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ മാഗ്നിറ്റ്യൂഡിൽ നിന്ന് ചെറുതിന്റെ മാഗ്നിറ്റ്യൂഡ് കുറയ്ക്കുക. സോ 5 - 3 ഉത്തരം എത്രയാണ്? 2 ആണ്. ക്ലിയർ അല്ലേ? വേണമെങ്കിൽ ഒരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം. ഇതേപോലെ ശ്രദ്ധിക്കണം, നിങ്ങളൊന്ന് കട്ടയ്ക്ക് നിന്നേടാ മക്കളെ, എല്ലാവരും ഒന്ന് കട്ടയ്ക്ക് നിന്ന്. ഇതാണ് ഫസ്റ്റ് വെക്ടർ, ദാറ്റ് ഈസ് എ വെക്ടർ. ഇതാണ് സെക്കൻഡ് വെക്ടർ, ദാറ്റ് ഈസ് ബി വെക്ടർ. ഇത് ബി വെക്ടർ. എ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 2 യൂണിറ്റ്സ്, ബി വെക്ടറിന്റെ 5 ആണെന്ന് വിചാരിക്കുക. എങ്കിൽ ഇവരുടെ റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? വേഗം പറ. റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? അവന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? വേഗം പറ. സിമ്പിൾ ആണ്, വളരെ ലളിതമായ കാര്യമാണ്. ഇവിടെയും രണ്ട് വെക്ടേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ റിസൾട്ടന്റ് വെക്ടറിന്റെ ഡയറക്ഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? ഇവയിൽ വലിയ വെക്ടർ ഏതാണ് നോക്കുക. ഇവയിൽ വലിയ വെക്ടർ ഏതാണ്? അത് ബി വെക്ടർ ആണ്, ശരിയല്ലേ? ഇവയിലുള്ള വലിയ വെക്ടർ എന്ന് പറഞ്ഞാൽ ബി വെക്ടർ ആണ്. സോ ആ ബി വെക്ടറിന്റെ അതേ ഡയറക്ഷൻ ആയിരിക്കും ആർക്കും ഉണ്ടാവുക? റിസൾട്ടന്റ് വെക്ടറും ഉണ്ടാവുക. സോ ബി വെക്ടർ അതേ ഡയറക്ഷൻ ആയിരിക്കും റിസൾട്ടന്റ് വെക്ടർ. സോ ഇടത്തോട്ടായിരിക്കും. മാഗ്നിറ്റ്യൂഡ് നോക്കടാ, മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. സോ 5 - 2 ഓപ്പോസിറ്റ് അല്ലേ? സോ 5 - 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദാറ്റ് ഈസ് 3 യൂണിറ്റ്സ് ആയിരിക്കും. സോ റിസൾട്ടന്റ് വെക്ടറിന്റെ ഡയറക്ഷനും അവന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാലോ, കോൺഫിഡന്റ് അല്ലേ? സോ 3 യൂണിറ്റ്സ് ടുവേർഡ്സ് ലെഫ്റ്റ്. ഹാപ്പി. ഇനി അടുത്ത കാര്യത്തിലോട്ട് കിടക്കുന്നു, അതായത് നിങ്ങൾ പറഞ്ഞ സബ്ട്രാക്ഷനിലോട്ട് കിടക്കുന്നു. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സബ്ട്രാക്ഷൻ പോസിബിൾ അല്ല. ഞാൻ ഇവിടെയും അത് തന്നെ എഴുതാൻ പോകുന്നത്. സബ്ട്രാക്ഷൻ ഈസ് നോട്ട് പോസിബിൾ. സബ്ട്രാക്ഷൻ നമുക്ക് എന്തല്ല? സാധ്യമല്ല. നമുക്കൊരിക്കലും വെക്ടേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? വി കാണ്ട് ഏബിൾ ടു സബ്ട്രാക്ട്. നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. വെക്ടേഴ്സിനെ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അഡിഷൻ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. പക്ഷെ നമുക്ക് അതിന് പകരം എന്ത് ചെയ്യാമെന്നുള്ള കാര്യം പറഞ്ഞുതരാം. ശ്രദ്ധിക്കണം, അതെല്ലാവരും ശ്രദ്ധയോടുകൂടി നോക്കണേ. ഇപ്പൊ എ വെക്ടർ മൈനസ് ബി വെക്ടർ എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ദിസ് ഈസ് നോട്ട് പോസിബിൾ, ദിസ് ഈസ് ഇംപോസിബിൾ. സോ ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എ വെക്ടർ പ്ലസ് മൈനസ് ബി വെക്ടർ എന്ന് ചെയ്യാം. ഇതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എ വെക്ടർ പ്ലസ് മൈനസ് ബി വെക്ടർ എന്ന് ചെയ്യാം. അഥവാ നെഗറ്റീവ് അഡീഷൻ ചെയ്യാം. എ വെക്ടർ മൈനസ് ബി വെക്ടർ എന്ന രീതിയിൽ ഡയറക്റ്റ് ആയിട്ട് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റൂല. സോ അതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എ വെക്ടർ പ്ലസ് മൈനസ് ബി വെക്ടർ ആണ് ചെയ്യാൻ പറ്റുന്നത്. എന്താണ്? എ വെക്ടർ പ്ലസ് മൈനസ് ബി വെക്ടർ എന്ന രീതിയിൽ നെഗറ്റീവ് അഡീഷൻ നമുക്ക് പോസിബിൾ ആണ്. സോ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്താണ്? ദാറ്റ് ഈസ് നെഗറ്റീവ് അഡീഷൻ മാത്രമാണ് ചെയ്യാൻ പറ്റുക. സോ എങ്ങനെയാണ് നെഗറ്റീവ് അഡീഷൻ ചെയ്യുക എന്ന കാര്യത്തിലോട്ട് കിടക്കാം. ശ്രദ്ധിക്കണം, ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ രണ്ട് വെക്ടേഴ്സിനെ എടുക്കുകയാണ്. ദിസ് ഈസ് എ വെക്ടർ, ദിസ് ഈസ് ബി വെക്ടർ. എ വെക്ടറും ബി വെക്ടറും ആയി. പിടിച്ചോ. എ വെക്ടർ, ദിസ് ഈസ് ബി വെക്ടർ. എ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 6 യൂണിറ്റ്സ് എടുക്കാം. ബി വെക്ടറിൻ്റെ ഒരു 4 യൂണിറ്റ്സ് എടുക്കാം. സോ എങ്ങനെയാണ് നമുക്ക് ഈ പരിപാടി ചെയ്യാൻ പറ്റുക? സോ രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യുന്ന നമ്മൾ പരിപാടി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ദാറ്റ് ഈസ് എ വെക്ടർ പ്ലസ് മൈനസ് ബി വെക്ടർ ആണ്. എ വെക്ടർ പ്ലസ് മൈനസ് ബി വെക്ടർ ആണ്. എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുക? സിമ്പിളാണ്, വളരെ ലളിതമാണ്. സോ ആദ്യം ആ എ വെക്ടറെ ഞാൻ എടുത്തു. എ വെക്ടറിനെ ഒരു പ്രശ്നമില്ലാതെ അങ്ങനെ കോപ്പി ചെയ്ത് അവിടെ ഇട്ടു. എ വെക്ടർ റെഡി. പ്ലസ് മൈനസ് ബി വെക്ടർ. എന്തു മാറ്റമാണ് മക്കളെ സംഭവിക്കുക? മൈനസ് ബി വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് മെൻ ബൈ നെഗറ്റീവ് വെക്ടർ? എന്താണ് മക്കളെ യഥാർത്ഥത്തിൽ നെഗറ്റീവ് വെക്ടർ എന്ന് പറഞ്ഞാൽ? ഇപ്പൊ ബി വെക്ടർ നമ്മുടെ കയ്യിലുണ്ട്. ഇവന്റെ നെഗറ്റീവ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. എന്താണ് ഈ ബി വെക്ടറിന്റെ നെഗറ്റീവ് വെക്ടർ എന്ന് പറഞ്ഞാൽ? എല്ലാവരും റെസ്പോണ്ട് ചെയ്യണം. സോ ബി വെക്ടർ നമ്മുടെ കയ്യിലുണ്ട്. സോ ഇവന്റെ നെഗറ്റീവ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം ഒന്ന് എൻ്റെ മക്കൾ കമന്റ് ചെയ്യാവോ? എന്താണ് ഇവന്റെ നെഗറ്റീവ് വെക്ടർ എന്ന് പറഞ്ഞാൽ? കമോൺ ഗൈസ്, ഒന്ന് ശ്രദ്ധിക്കടാ.
യെസ് ഗ്രേറ്റ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന ആപ്പിനകത്ത് കമന്റ് എനിക്ക് കാണാൻ പറ്റുന്നു. എന്താണ് നെഗറ്റീവ് വെക്ടർ എന്ന് പറഞ്ഞാൽ? സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ശരിയല്ലേ? സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. സോ നെഗറ്റീവ് ബി വെക്ടർ നമുക്ക് എല്ലാവർക്കും അറിയാം, സെയിം മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്, മാഗ്നിറ്റ്യൂഡ് 4 തന്നെയാണ്. എങ്കിൽ ഇവരുടെ റിസൾട്ടന്റ് വെക്ടറിന്റെ പ്രത്യേകത എന്താണ് പറയടാ? എങ്കിൽ ഇവരുടെ റിസൾട്ടന്റ് വെക്ടറിന്റെ പ്രത്യേകത എന്തായിരിക്കും? എല്ലാവരും പറ. വാട്ട് വിൽ ബി ദ സ്പെഷ്യാലിറ്റി ഓഫ് ദെയർ റിസൾട്ടന്റ് വെക്ടർ? ആ റിസൾട്ടന്റ് വെക്ടറിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും പറ? സോ 2 വെക്ടേഴ്സ് ഇപ്പൊ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ റിസൾട്ടന്റ് വെക്ടറിന്റെ ഡയറക്ഷൻ എങ്ങനെ പിടിക്കാം? ഇവയിൽ വലിയ വെക്ടർ ഏതാണ് നോക്കുക. ഇവയിൽ വലിയ വെക്ടർ എന്ന് പറഞ്ഞാൽ എ വെക്ടർ ആണ്. സോ എ വെക്ടറിന്റെ ഡയറക്ഷനിലായിരിക്കും റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുക. സോ റിസൾട്ടന്റ് വെക്ടർ എങ്ങോട്ടായിരിക്കും? വലത്തോട്ടായിരിക്കും. കാരണം എ വെക്ടറിന്റെ ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? എല്ലാവരും റെസ്പോണ്ട് ചെയ്യണം. റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? ഡയറക്ഷൻ ടുവേർഡ്സ് റൈറ്റ് എന്ന കാര്യം മനസ്സിലാക്കി. അവന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് പറയാൻ പറ്റുമോ? സിമ്പിൾ ആണ്. വലിയ വെക്ടറിൽ നിന്ന് ചെറിയ വെക്ടർ കുറയ്ക്കുക. സോ 6 - 4 എത്രയാണ്? 2 അല്ലേ? യെസ്, ഇറ്റ് ഈസ് 2. 2 ആയിരിക്കും. ഹാപ്പി ആയിട്ട് മനസ്സിലായില്ലേ? സോ നമുക്ക് വെക്ടേഴ്സിനെ ഡയറക്റ്റ് ആയിട്ട് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളെ കൊണ്ട് സാധിക്കുന്ന പരിപാടി നെഗറ്റീവ് അഡീഷൻ ആണ്. സോ എ വെക്ടർ മൈനസ് ബി വെക്ടർ ചെയ്യാൻ പറ്റില്ല. അതിന് പകരം എ വെക്ടർ പ്ലസ് മൈനസ് ബി വെക്ടർ ആണ് ചെയ്യുക എന്ന കാര്യം മനസ്സിനകത്ത് ഉറപ്പിക്കുക. സോ ഇപ്പൊ എ ബി എന്ന് പറയുന്ന 2 വെക്ടേഴ്സ് ഉണ്ട്. ഇവയെ എങ്ങനെ ചെയ്യുക? എ വെക്ടർ പ്ലസ് മൈനസ് ബി വെക്ടർ. സോ എ വെക്ടർ അതുപോലെ തന്നെ എഴുതി. മൈനസ് ബി വെക്ടർ എന്ന് പറഞ്ഞാൽ സെയിം മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. പഠിച്ചല്ലോ. നെഗറ്റീവ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരേ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും പക്ഷെ ഡയറക്ഷൻ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. എന്താ പഠിച്ചോ? മൈനസ് ബി വെക്ടർ. റെഡി? ഇവന്മാരുടെ റിസൾട്ടന്റിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഈ 2 വെക്ടേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള വെക്ടേഴ്സ് ആണ്. അപ്പൊ റിസൾട്ടന്റിന്റെ പ്രത്യേകത എന്താണ്? വലിയ വെക്ടറിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും റിസൾട്ടന്റ്. സോ വലിയ വെക്ടർ എ ആണ്. സോ എയുടെ അതേ ഡയറക്ഷനിൽ റിസൾട്ടന്റ്. മാഗ്നിറ്റ്യൂഡ് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. സോ 6 - 4 2. ഹാപ്പി? എല്ലാവരും കോൺഫിഡന്റ് അല്ലേ? ഈ കോൺസെപ്റ്റ് എനിക്ക് ക്ലിയർ ആണ് എന്ന് പറയുകയാണെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് ഒരു ഹാർട്ട് ഇമോജി ഇടാവോ? എല്ലാ അനിയന്മാരും അനിയത്തിമാരും ഈ കോൺസെപ്റ്റ് എനിക്ക് ക്ലിയർ ആണ്, ഒരു തരി സംശയം പോലും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് ഒരു ഹാർട്ട് ഇമോജി ഇടാവോ? എങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം, നെക്സ്റ്റ് വണ്ണിലോട്ട് കിടക്കാം. റെഡി ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. എല്ലാ അനിയന്മാരും അനിയത്തിമാരും റെസ്പോണ്ട് ചെയ്തേ. ഇതൊക്കെയാണ്, ഒരു തരി സംശയമില്ല എന്ന് പറയുകയാണെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് ഒരു ഹാർട്ട് ഇമോജി ഇടാവോ? എങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം. നമ്മളിപ്പോൾ പഠിച്ച സാഹചര്യങ്ങളിലെല്ലാം വെക്ടേഴ്സ് സ്ട്രെയിറ്റ് ആണ് അല്ലേ? ഫസ്റ്റ് കേസിലാണെങ്കിലും സെക്കൻഡ് കേസിലാണെങ്കിലും തേർഡ് കേസിലാണെങ്കിലും ഒക്കെ വെക്ടേഴ്സ് നേരെ നിവർന്നിരിക്കുന്ന വെക്ടേഴ്സ് ആണ്, സ്ട്രെയിറ്റ് ആയിരിക്കുന്ന വെക്ടേഴ്സ് ആണ്. സപ്പോസ് വെക്ടേഴ്സ് സ്ട്രെയിറ്റ് അല്ല, ഇൻക്ലൈൻഡ് ആണെങ്കിൽ എങ്ങനെയാണ് ആഡ് ചെയ്യാൻ പറ്റുക? വെൻ 2 വെക്ടേഴ്സ് ആർ ഇൻക്ലൈൻഡ് ടു ഈച്ച് അതർ, ചരിഞ്ഞു നിൽക്കുന്ന വെക്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അവന്മാരെ ആഡ് ചെയ്യാൻ പറ്റുക എന്നാണ് നോക്കാൻ പോകുന്നത്. ഇഫ് ദ വെക്ടേഴ്സ് ആർ ഇൻക്ലൈൻഡ്, ഇതുപോലെ ചരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ആ വെക്ടേഴ്സിനെ നമുക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യാൻ സാധിക്കുക എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇഫ് ദ വെക്ടേഴ്സ് ആർ ഇൻക്ലൈൻഡ്, നമുക്ക് എങ്ങനെ അവന്മാരെ ആഡ് ചെയ്യാൻ പറ്റും എന്ന കാര്യത്തിലോട്ട് കിടന്നാൽ എല്ലാവരും തയ്യാറല്ലേ? എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആ ഇൻക്ലൈൻഡ് വെക്ടേഴ്സിനെ എങ്ങനെ ആഡ് ചെയ്യാം എന്നതിലോട്ട് കടക്കാൻ പോവുകയാണ്. കൂടെ നിൽക്കുക, എല്ലാ അനിയന്മാരും അനിയത്തിമാരും കൂടെ നിൽക്കുക. വി ആർ മൂവിങ് ഫോർവേഡ്. വാടാ, അത് നമുക്ക് 2 മാർഗങ്ങളാണ് ഉള്ളത്, 2 മെത്തേഡുകളാണ് ഉള്ളത്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. ദീസ് ആർ ദ 2 മെത്തേഡ്സ്. ആ ഇൻക്ലൈൻഡ് ആയിരിക്കുന്ന വെക്ടേഴ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടി നമുക്കുള്ള 2 മാർഗങ്ങളാണ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷനും അതുപോലെ തന്നെ പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷനും. രണ്ടും കൃത്യമായി തന്നെ നോക്കാൻ പോവുകയാണ്, ശ്രദ്ധിക്കണം. ഫസ്റ്റ് വൺ, ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. 2023 ക്രിസ്മസ് പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. അടുത്ത കാലത്ത് ചോദിച്ചിട്ടില്ല. 2023 ക്രിസ്മസ് പരീക്ഷയിലാണ് അവസാനമായിട്ട് ചോദിച്ചത്. ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ സിമ്പിൾ ആണടാ, ഈസി ആയിട്ട് പറഞ്ഞുതരാം. ഒന്ന് കൂടെ നിൽക്കുക. ഇപ്പൊ 2 വെക്ടേഴ്സ് നമ്മൾ എടുക്കുകയാണ്. അതാ പിടിച്ചോ. ഒന്നാമത്തെ വെക്ടർ, ദിസ് ഈസ് അവർ ഫസ്റ്റ് വെക്ടർ. ഇവൻ എന്ത് പേരിട്ട് കൊടുക്കാം? എ വെക്ടർ എന്ന് വിളിക്കാം. എ വെക്ടർ. അടുത്തൊരു വെക്ടർ വരയ്ക്കട്ടെ. ദിസ് ഈസ് അവർ സെക്കൻഡ് വെക്ടർ. ഇവനെ വിളിക്കുന്ന പേര് ബി വെക്ടർ എന്നാണ്. ബി വെക്ടർ. ഈ എ വെക്ടറും ബി വെക്ടറും കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒരു ട്രയാങ്കിളിന്റെ 2 വശങ്ങളായി തോന്നില്ലേ? എ വെക്ടറും ബി വെക്ടറും ഒരു ട്രയാങ്കിളിന്റെ 2 അഡ്ജസന്റ് സൈഡ്സ് ആയിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ? തീർച്ചയായും ഉണ്ട് അല്ലേ? ഒരു ട്രയാങ്കിളിന്റെ 2 വശങ്ങളായിട്ടാണ് ഈ 2 വെക്ടേഴ്സ് തോന്നുന്നത്. അതുപോലെ തന്നെ ഇവന്മാരുടെ പ്രത്യേകത എന്താണ്? അടുത്തൊരു പ്രത്യേകത, ഇവന്മാര് സെയിം ഓർഡറിലുള്ള വെക്ടേഴ്സ് ആണ്. സെയിം ഓർഡർ. ഈ 2 വെക്ടേഴ്സും സെയിം ഓർഡറിലുള്ള വെക്ടേഴ്സ് ആണ്. എന്താണ് സെയിം ഓർഡർ എന്ന് പറഞ്ഞു വെച്ചാൽ ഒന്നിന് പുറകിൽ മറ്റൊന്ന് ആയിരിക്കുന്ന വെക്ടേഴ്സ് ആണ്. സോ ഇവന്റെ ഹെഡ്
ഇവന്റെ ടെയിലുമായിട്ട് കണക്റ്റഡ് ആണ്. സോ ഒന്നിന് പുറകിൽ മറ്റൊന്നായ വെക്ടേഴ്സ് ആണ് ഇവന്മാര്. സോ ഒരു ട്രയാങ്കിളിന്റെ രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സ് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, അതുപോലെ തന്നെ സെയിം ഓർഡറിലുള്ള രണ്ട് വെക്ടേഴ്സാണ് ഇവന്മാർ രണ്ടുപേരും. എങ്കിൽ ഇവരുടെ റിസൾട്ടന്റ് വെക്ടർ എന്തായിരിക്കും? ഈ രണ്ട് വെക്ടേഴ്സ് ഒരു ട്രയാങ്കിളിന്റെ രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ വശമായിരിക്കും റിസൾട്ടന്റ് എന്ന് പറയുന്നത്. ആ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ വശമായിരിക്കും, തേർഡ് സൈഡ് ആയിരിക്കും എന്ന് പറയുക റിസൾട്ടന്റ് എന്ന് പറയുക. സോ റിസൾട്ടന്റ് വെക്ടറിനെ വരച്ചാലോ? യെസ്, ഇതാ പിടിച്ചോടാ, ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ വശമായിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്ന റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുന്നത്. സോ ദിസ് വിൽ ബി ദ റിസൾട്ടന്റ്. സോ ഇതാണ് റിസൾട്ടന്റ്. ആ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ വശമായിരിക്കും എന്ന് പറയുക റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുക. ദാറ്റ് ഈസ് ആർ വെക്ടർ ഈക്വൽ ടു എ വെക്ടർ പ്ലസ് ബി വെക്ടർ. ആർ വെക്ടർ ഈക്വൽ ടു എ വെക്ടർ പ്ലസ് ബി വെക്ടർ. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. രണ്ട് വെക്ടേഴ്സ് ഒരു ട്രയാങ്കിളിന്റെ രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാമെങ്കിൽ ആ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ വശമായിരിക്കും റിസൾട്ടന്റ് എന്ന് പറയുക. സോ എ വെക്ടറും ബി വെക്ടറും ഒരു ട്രയാങ്കിളിന്റെ രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ആ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ വശമാണ് റിസൾട്ടന്റ് അഥവാ ആർ വെക്ടർ എന്ന കാര്യം മനസ്സിലാക്കുക. എ വെക്ടറും ബി വെക്ടറും സെയിം ഓർഡറിലായിരിക്കണം, ഒന്നിനു പുറകെ ഒന്നായിരിക്കണം. പക്ഷെ റിസൾട്ടന്റ് വെക്ടറിന്റെ പ്രത്യേകത എന്താണ്? അവൻ ഓപ്പോസിറ്റ് ആണല്ലേ, അവൻ ഓപ്പോസിറ്റ് ഓർഡറിലായിരിക്കും. ഈ രണ്ട് വെക്ടേഴ്സിന്റെ ഓപ്പോസിറ്റ് ഓർഡറിലായിരിക്കും റിസൾട്ടന്റ് ഉണ്ടാവുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് പഠിക്കേണ്ടതാണ്, പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ രണ്ട് വെക്ടേഴ്സ് ഒരു ട്രയാങ്കിളുടെ രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സ് ആണെങ്കിൽ മൂന്നാമത്തെ വെക്ടർ ആയിരിക്കും റിസൾട്ടന്റ്, അത് ഓപ്പോസിറ്റ് ഓർഡറിൽ കൂടി ആയിരിക്കും. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡിഷൻ. ഇതിങ്ങനെ തന്നെ മനസ്സിലാക്കുക. അടുത്ത ലോയിലോട്ട് കിടക്കാം. അതിനു മുമ്പ് ഇതിൻ്റെ ഡെഫിനിഷനും ചിത്രമൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. മനപ്പാഠം പഠിക്കാൻ ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യുന്നില്ല. കോൺസെപ്റ്റ് മനസ്സിലാക്കുക, ചിത്രം വരയ്ക്കുക, പ്രൊസീഡ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. അത്രയേ ഉള്ളൂ. അടുത്തതാണ് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ. നെക്സ്റ്റ് വൺ ഈസ് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ. പാരലലോഗ്രാം ലോ ശ്രദ്ധിക്കണം. രണ്ട് വെക്ടേഴ്സ്, കഴിഞ്ഞതിൽ പോലെ തന്നെ രണ്ട് വെക്ടേഴ്സ് വരയ്ക്കണം. അത് ഒന്നാമത്തെ വെക്ടർ പിടിച്ചോ. ഫസ്റ്റ് വെക്ടർ പേരെന്ത് കൊടുക്കാം? എ വെക്ടർ തന്നെ കൊടുക്കാം, ഒരു മാറ്റവും. അടുത്ത വെക്ടർ ഇതാ പിടിച്ചോ, ബി വെക്ടർ. ബി വെക്ടർ കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഈ രണ്ട് വെക്ടേഴ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ രണ്ടെണ്ണം ഒരു പാരലലോഗ്രാമിന്റെ രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ട് തോന്നുന്നില്ലേ? കഴിഞ്ഞത് ട്രയാങ്കിളിന്റെ രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ട് തോന്നി, ഇവിടെ രണ്ടെണ്ണം ഒരു പാരലലോഗ്രാമിന്റെ രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ട് തോന്നില്ലേ? തീർച്ചയായും ഉണ്ട്, ശരിയല്ലേ? യെസ്, അതും ഒരു കോമൺ ഒറിജിൻ എന്നുള്ള രണ്ട് വെക്ടേഴ്സ് ആണല്ലേ. ഇവിടെ നല്ല രണ്ട് വെക്ടറും സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒന്നാമത്തെയും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്, രണ്ടാമത്തെയും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. കഴിഞ്ഞതിൽ സെയിം ഓർഡർ ആയിരുന്നു, ഇവിടെ അങ്ങനെയല്ല, കോമൺ ഒറിജിൻ എന്നുള്ള രണ്ട് വെക്ടേഴ്സ് ആണ്. ഈ രണ്ട് വെക്ടേഴ്സ് ഒരു പാരലലോഗ്രാമിന്റെ രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ? തീർച്ചയായും ഉണ്ട്. നമുക്ക് ആ പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്താലോ? നമ്മളിതാ ആ പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഹിയർ ഈസ് ദ പാരലലോഗ്രാം. നമ്മൾ ആ പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതാ ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. റെഡി? ആ പാരലലോഗ്രാം ഞാൻ കംപ്ലീറ്റ്, കുറച്ചുകൂടി നീളം കൂടിയില്ല, ഇത്രയും നീളം വേണ്ട. ഫൈൻ. ഇതാ നമ്മൾ ആ പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. സോ ആ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വരച്ച വരകളൊക്കെ ഇമാജിനറി ആണ്. സോ ഡോട്ടർ ലൈൻ ഉപയോഗിച്ച് ഇൻഡിക്കേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവന് വരയ്ക്കുന്ന ഡയഗണൽ ഉണ്ടല്ലോ, ഈ ഒറിജിനിൽ നിന്ന് ആ പാരലലോഗ്രാമിന് നമ്മൾ വരയ്ക്കുന്ന ഒരു ഡയഗണൽ ഉണ്ടല്ലോ. യെസ്, ആ ഡയഗണലാണ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുക? നമ്മുടെ റിസൾട്ടന്റ് വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? സോ രണ്ട് വെക്ടേഴ്സ് ഒരു പാരലലോഗ്രാമിന്റെ രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാമെങ്കിൽ ആ പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് അവന് വരയ്ക്കുന്ന ഡയഗണലാണ് നമ്മുടെ എന്തെന്ന് പറയുക? റിസൾട്ടന്റ് വെക്ടർ എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ദാറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. യെസ്, ദ ഡയഗണൽ റെപ്രസെന്റ്സ് ദ റിസൾട്ടന്റ് വെക്ടർ. ഒരു തവണ കൂടി ആവർത്തിച്ച് എൻ്റെ കൂടെ പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി ആഴത്തിൽ കോൺസെപ്റ്റുകൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. കൃത്യമായിട്ട് എൻ്റെ കൂടെ തന്നെ പറഞ്ഞോടാ. രണ്ട് വെക്ടേഴ്സ് ഒരു പാരലലോഗ്രാമിന്റെ രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാമെങ്കിൽ ആ പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് അവന് വരയ്ക്കുന്ന ഡയഗണലായിരിക്കും നമ്മുടെ റിസൾട്ടന്റ് വെക്ടർ എന്ന കാര്യം മനസ്സിലാക്കുക. ദാറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. പഠിച്ചു വെക്കണം. ഇതാണ് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ. ഇവിടെയും കഴിഞ്ഞതിൽ നമ്മൾ എഴുതിയതുപോലെ ആർ വെക്ടർ ഈക്വൽ ടു എ വെക്ടർ പ്ലസ് ബി വെക്ടർ എന്ന് പറയാം. സെറ്റ്. ഹാപ്പി അല്ലേ? കൃത്യമായിട്ട് മനസ്സിലായില്ലേ? സംശയമില്ലാലോടാ. ഇതിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. സൗകര്യപ്രകാരം വായിച്ചു നോക്കുക. അത്രയേ ഉള്ളൂ. വലിയ പ്രയാസമുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, ഈസി ആയ കാര്യങ്ങളാണ്. സൗകര്യപ്രകാരം ഒന്ന് വായിച്ചു നോക്കുക. നെക്സ്റ്റ് വൺ,
അടുത്തൊരു കുഞ്ഞു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട്, വളരെ ചെറിയ ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ്. വെക്ടറിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, റിസോൾവ് ചെയ്യാൻ പോവുകയാണ്. യെസ്, റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സിലൂടെ നമ്മൾ കിടക്കുന്നു. വി ആർ ഗോണ റിസോൾവ് ദ വെക്ടേഴ്സ്. വെക്ടേഴ്സിനെ എങ്ങനെയാണ് റിസോൾവ് ചെയ്യാൻ പറ്റുക എന്ന കാര്യം നമ്മൾ നോക്കാൻ പോകുന്നു. കൂടെ നിൽക്കുക, ഈസി ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു XY പ്ലെയിൻ എടുത്തു. ദിസ് ഈസ് ആൻ XY പ്ലെയിൻ. ഇതൊരു XY പ്ലെയിൻ ആയിട്ട് എടുക്കാം, ശ്രദ്ധിക്കണം. ദിസ് ഈസ് ആൻ XY പ്ലെയിൻ. X ആക്സിസ്, Y ആക്സിസ്, അതിനകത്തൊരു വെക്റ്റർ ഉണ്ട്. XY പ്ലെയിനിൽ ഇതാ കണ്ടോ, ഒരു വെക്റ്റർ കാണുന്നുണ്ട്, ഒരു വെക്റ്റർ കാണുന്നുണ്ട്. വെക്റ്ററിന് R വെക്റ്റർ എന്ന് പേര് കൊടുക്കാം. തീറ്റ എന്ന് പറയുന്ന ആംഗിളിലാണ് അവൻ ഇൻക്ലൈൻഡ് ആയിരിക്കുന്നത്. തീറ്റ എന്ന് പറയുന്ന ആംഗിളിലാണ് അവൻ ഇൻക്ലൈൻഡ് ആയിരിക്കുന്നത്. ഈ വെക്റ്ററിന്റെ റെക്റ്റാങ്കുലർ കമ്പോണൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ വെക്റ്ററിന്റെ എന്താ കണ്ടുപിടിക്കേണ്ടത്, റെക്റ്റാങ്കുലർ കമ്പോണൻസ്. സോ എങ്ങനെയാണ് ഈ വെക്റ്ററിന്റെ റെക്റ്റാങ്കുലർ കമ്പോണൻസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു തരട്ടെ. വളരെ എളുപ്പമാണ്, ഒരു പ്രയാസവുമില്ലാതെ നമുക്ക് ഈ വെക്റ്ററിന്റെ റെക്റ്റാങ്കുലർ കമ്പോണൻസ് കണ്ടുപിടിക്കാൻ പറ്റും. സിമ്പിളായിട്ട് പറഞ്ഞു തരട്ടെ, കൂടെ നിൽക്കാവോ, എല്ലാവരും കൂടെ നിൽക്കാവോ? റൈറ്റ്. സോ ആദ്യം നിങ്ങൾ ഈ ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്യാവോ. ഈ വെക്റ്ററുമായി ബന്ധപ്പെടുന്ന ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. എല്ലാവരും കൺസിഡർ ചെയ്ത ട്രയാങ്കിൾ, ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തോടാ. വെക്റ്ററുമായി ബന്ധപ്പെട്ട ഈ ട്രയാങ്കിൾ എല്ലാവരും കൺസിഡർ ചെയ്തില്ലേ? ഫൈൻ, ഓക്കെ. സോ ഈ ട്രയാങ്കിളിനകത്ത് നമുക്ക് ആദ്യം സൈൻ തീറ്റ കണ്ടുപിടിക്കാം. സൈൻ തീറ്റ എന്താ? സൈൻ തീറ്റയുടെ ഫോർമുല, കമോൺ ഗൈസ്, എന്താ സൈൻ തീറ്റയുടെ ഫോർമുല? സൈൻ തീറ്റയുടെ ഫോർമുല നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. എങ്കിൽ മക്കളെ പറടാ, എങ്കിൽ എൻ്റെ മക്കളെ നിങ്ങൾ പറടാ, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ശ്രദ്ധിക്കടാ, സൈൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. സോ അതിനു മുമ്പായിട്ട് നമുക്ക് ഓപ്പോസിറ്റ് സൈഡ്, സോ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു സൈൻ തീറ്റ. സോ ഞാൻ ഇക്വേഷൻ എഴുതി തന്നെ കാണിച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മേ ബി കൺഫ്യൂഷൻ ആവും. സോ സൈൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്താണ്? ഈ ഒരു ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് എന്താണ്? ഒരു സംശയവും വേണ്ട, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് R, ശരിയല്ലേ? സോ സൈൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ R. സോ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ടു എന്ത് വരും? R സൈൻ തീറ്റ എന്ന് വരും. ഓപ്പോസിറ്റ് സൈഡ് എന്താ കിട്ടുക? R സൈൻ തീറ്റ എന്ന് കിട്ടും. സോ ഇതാണ് തീറ്റ. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്താണെന്ന് മനസ്സിലായി? ദാറ്റ് ഈസ് R സൈൻ തീറ്റയാണെന്ന് മനസ്സിലായി. ഇതെന്താണ്? R സൈൻ തീറ്റ. അപ്പൊ ഈ സൈഡും എന്തായിരിക്കും? R സൈൻ തീറ്റ ആയിരിക്കും. ഫൈൻ. സോ രണ്ട് വശവും നമുക്ക് കിട്ടി R സൈൻ തീറ്റയാണെന്ന്. ഓപ്പോസിറ്റ് സൈഡ് ക്ലിയർ ആയി. സോ റെക്ടാങ്കുലർ കമ്പോണൻസിൽ രണ്ട് സൈഡ് കിട്ടി. ഇനി ബാക്കി രണ്ട് സൈഡ് മാത്രം നോക്കിയാൽ മതി. ശ്രദ്ധിക്കടാ, കോസ് തീറ്റ എടുക്കാം. കോസ് തീറ്റയുടെ ഫോർമുല എന്താണ്? അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. റെഡി? അപ്പൊ കോസ് തീറ്റ ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് R തന്നെയല്ലേ? R. സോ അഡ്ജസൻറ്റ് സൈഡ് ഈക്വൽ ടു എന്ത് കിട്ടും? R കോസ് തീറ്റ എന്ന് കിട്ടും, ശരിയല്ലേ? അഡ്ജസൻറ്റ് സൈഡ് ഈക്വൽ ടു R കോസ് തീറ്റ. ഓപ്പോസിറ്റ് സൈഡ് R സൈൻ തീറ്റയാണ്, അഡ്ജസൻറ്റ് സൈഡ് R കോസ് തീറ്റയാണ്. സോ ഈ അഡ്ജസൻറ്റ് സൈഡ് എന്തായിരിക്കും? R കോസ് തീറ്റ. അതിൻ്റെ എതിർവശവും സെയിം അല്ലേ? സോ ഇതും R കോസ് തീറ്റ ആയിരിക്കും. ക്ലിയർ അല്ലേ? കൃത്യമായിട്ട് മനസ്സിലായില്ലേ? വളരെ ലളിതമായിട്ട് നമുക്ക് റെക്റ്റാങ്കുലർ കമ്പോണൻസ് കണ്ടുപിടിക്കാൻ പറ്റും, ഒരു പ്രയാസവും ഇല്ലാതെ തന്നെ. ഒരു പ്രയാസവും ഇല്ലാതെ തന്നെ റെക്റ്റാങ്കുലർ കമ്പോണൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു XY പ്ലെയിനിൽ R എന്ന് പറയുന്ന വെക്റ്റർ നമ്മൾ വരച്ചു. തീറ്റ എന്ന് പറയുന്നതാണ് അവൻ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. സോ അവൻ്റെ റെക്ടാങ്കുലർ കമ്പോണൻസ് എളുപ്പമാണ്. ആദ്യം സൈൻ തീറ്റ എടുത്തു, അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് R സൈൻ തീറ്റ ആണെന്ന് കിട്ടി. അപ്പോൾ ഈ വശവും R സൈൻ തീറ്റയാണ്. കോസ് തീറ്റയുടെ ഫോർമുല എടുത്തു, അപ്പോൾ നമുക്ക് അഡ്ജസൻറ്റ് സൈഡ് R കോസ് തീറ്റ ആണെന്ന് കിട്ടി. അപ്പോൾ ഈ വശം R കോസ് തീറ്റ എന്ന് മനസ്സിലായി. സോ ഈ വശവും എന്തായിരിക്കും? R കോസ് തീറ്റ ആയിരിക്കും എന്ന കാര്യം ക്ലിയർ അല്ലേ? സോ റെക്ടാങ്കുലർ കമ്പോണൻസ് ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇതല്ലെങ്കിൽ ഒരു എളുപ്പമാർഗ്ഗമുണ്ട്, വളരെ സിമ്പിളായ ഒരു മാർഗ്ഗം കൂടി ഞാൻ പറഞ്ഞുതരാം, അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചോ. സോ രണ്ട് മെത്തേഡ് പഠിച്ചു വെക്കുന്നത് വളരെ സിമ്പിൾ അല്ലേ? യെസ്. അടുത്തൊരു എളുപ്പമായ മാർഗ്ഗം അതുകൂടി ഒന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിക്കടാ. അതേ XY പ്ലെയിൻ ആണ്, അതേ പൊസിഷൻ വെക്റ്റർ R വെക്റ്റർ ആണ്, മാറ്റമൊന്നുമില്ല. സിംപ്ലസ്റ്റ് വേ ആണ് പഠിപ്പിക്കാൻ പോകുന്നത്. ദിസ് ഈസ് R വെക്റ്റർ. ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ തീറ്റ തന്നെയാണ്, അതിനകത്തും മാറ്റമില്ല. റെക്റ്റാങ്കുലർ കമ്പോണൻസ് എങ്ങനെ പിടിക്കാന്ന് പറയട്ടെ, ശ്രദ്ധിക്കടാ. ഈ R വെക്റ്ററിന്റെ X കമ്പോണൻറ്റിന് നമ്മൾ വിളിക്കുന്ന പേര് RX എന്നാണ്. R വെക്റ്ററിന്റെ X കമ്പോണൻറ്റിന് എന്ത് വിളിക്കാം? RX എന്ന് വിളിക്കാം. R വെക്റ്ററിന്റെ Y കമ്പോണൻറ്റിന് എന്ത് വിളിക്കാം? RY എന്ന് വിളിക്കാം. R വെക്റ്ററിന്റെ Y കമ്പോണൻറ്റ് എന്താണ്? RY. അങ്ങനെ പറയാം. ഇത് ലളിതമായില്ലേ? നിങ്ങൾ R കോസ് തീറ്റ R സൈൻ തീറ്റ പറയുന്നതിന് പകരം RX RY എന്ന് പറയാം. ഫൈൻ. അതായത് ഈ R കോസ് തീറ്റ തന്നെയാണ് RX എന്ന് പറയുന്നത്.
ആർ സൈൻ തീറ്റ തന്നെയാണ് ആർ വൈ എന്ന് പറയാം, മാറ്റമില്ല. സോ ആർ വെക്ടറിന് രണ്ട് കമ്പോണൻസ് ആർ എക്സ് ആർ വൈ എന്ന രീതിയിൽ നമുക്ക് എടുക്കാം. ആർ കോസ് തീറ്റ തന്നെയാണ് ആർ എക്സ്, ആർ സൈൻ തീറ്റ തന്നെയാണ് ആർ വൈ എന്ന് മനസ്സിലാക്കുക. സോ ഇവന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് വെക്ടർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക? വെക്ടർ സിമ്പിൾ ആണ്. സോ ആർ വെക്ടർ ഈക്വൽ ടു ആർ എക്സ്, എക്സ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന യൂണിറ്റ് വെക്ടർ ഏതാണ്? ഐ ക്യാപ്. സോ ആർ എക്സ് ഐ ക്യാപ് പ്ലസ് ആർ വൈ, വൈ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന യൂണിറ്റ് വെക്ടർ ഏതാണ്? ജെ ക്യാപ്. സോ ഇങ്ങനെ അവന്റെ വെക്ടർ സിംബോളൈസേഷൻ കൂടി വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, റെക്ടാങ്കുലർ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ എന്ന രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ ആർ എക്സ് ആയി ആർ വൈ എന്ന രീതിയിൽ ചെയ്യാം. അതുമല്ല, അതിന്റെ കൃത്യമായ വെക്ടർ റെപ്രസെന്റേഷൻ ആണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം: ആർ വെക്ടർ ഈക്വൽ ടു ആർ എക്സ്, എക്സ് ഡയറക്ഷനെ സൂചിപ്പിക്കുന്ന യൂണിറ്റ് വെക്ടർ ആണ് ഐ ക്യാപ്. സോ ആർ എക്സ് ഐ ക്യാപ്, ആർ വൈ, വൈ ഡയറക്ഷനെ സൂചിപ്പിക്കുന്ന യൂണിറ്റ് വെക്ടർ ആണ് ജെ ക്യാപ്. സോ ആർ വെക്ടർ ഈക്വൽ ടു ആർ എക്സ് ഐ ക്യാപ് പ്ലസ് ആർ വൈ ജെ ക്യാപ്. ഇങ്ങനെയും നമുക്ക് എക്സ്പ്രസ് ചെയ്യാം എന്ന കാര്യം മനസ്സിലാക്കുക. ദിസ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഫൈൻ. ഇങ്ങനെയാണ് ഒരു വെക്ടറിന്റെ റെക്ടാങ്കുലർ കമ്പോണൻസ് ആക്കി റിസോൾവ് ചെയ്യുന്നത്. ദിസ് ഈസ് ഫൈൻ. ക്ലിയർ അല്ലേ? ഓക്കെ ആണെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് എല്ലാവരും തംസപ്പ് ഇടാവോ? എല്ലാ അനിയന്മാർക്കും അനിയത്തിമാർക്കും ഈ കോൺസെപ്റ്റ് ക്ലിയർ ആണ്, സംശയമില്ല എന്ന് പറയുകയാണെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് ഒരു തംസപ്പ് ഇടാവോ? എങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം. എങ്കിൽ വി വിൽ മൂവ് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് വൺ. അടുത്ത വളരെ ഭീകരമായ, പലർക്കും പഠിക്കാൻ പ്രയാസമുള്ള, എത്ര തന്നെ പഠിച്ചാലും തലയ്ക്കകത്ത് കയറുന്നില്ല എന്ന് പരാതി പറയുന്ന ഒരു ടോപ്പിക്കിലോട്ട് കിടക്കുകയാണ്. ദാറ്റ് ഈസ് അനലിറ്റിക്കൽ മെത്തേഡ് ഓഫ് വെക്ടർ അഡിഷൻ. സാർ, അത് എത്ര തന്നെ പഠിച്ചാലും എനിക്കിത് തലയ്ക്കകത്ത് കയറുന്നില്ല, ഞാൻ എത്രയോ ട്രൈ ചെയ്തു, ബട്ട് ഇതെനിക്ക് കിട്ടുന്നില്ല എന്ന് വിചാരിക്കുന്ന മക്കൾ നിരവധിയാണ്. സോ ആ അനലിറ്റിക്കൽ മെത്തേഡ് ഓഫ് വെക്ടർ അഡിഷൻ ആണ് നമ്മൾ നിസ്സാരമായിട്ട് ക്രാക്ക് ചെയ്യാൻ പോകുന്നത്, ഏറ്റവും സിമ്പിളായിട്ട് സെറ്റാക്കി എടുക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് എല്ലാവരും തംസപ്പ് ഇടണേ. അതിന് മുന്നോടിയായിട്ട് ഞാൻ കുറച്ച് വെള്ളം ചോദിച്ചിട്ട് വരട്ടെ. വെള്ളം കുടിക്കാതെ ക്ലാസ് എടുക്കാൻ പ്രയാസമാണ്. ഒരു ബോട്ടിൽ കുറച്ച് വെള്ളം എടുക്കാം. ഇളം ചൂട് സമയം 1.5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുത്തപ്പോൾ തൊണ്ട ചെറുതായിട്ട് പാളിസായ പോലെ. ഓക്കെ, റെഡി. നാളെ നമുക്ക് സൂപ്പർ 60 ഉണ്ട്, മറക്കരുത്. 60 ചോദ്യങ്ങൾ, ഏറ്റവും ക്രൂഷ്യലായ 60 ക്വസ്റ്റ്യൻസും ആയിട്ടാണ് വരുന്നത്. ഓരോ ചാപ്റ്ററിനും 20 ചോദ്യങ്ങൾ. ഇപ്പോൾ യൂണിറ്റ് മെഷർമെന്റ്സ് 20 ക്വസ്റ്റ്യൻ, സ്ട്രേറ്റ് ലൈൻ 20, പ്ലെയിൻ 20, ടോട്ടൽ 60 ക്വസ്റ്റ്യൻസ് കേട്ടോ. സൂപ്പർ 60 എന്നാണ് അത്തരം ലൈവുകളെ പറയാറുള്ളത്. സോ കടന്നാലോ. അനലിറ്റിക്കൽ മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാണുന്ന വർഷങ്ങളൊക്കെ അതിന് തെളിവാണ്. 2019 മാർച്ച്, 18 ഇംപ്രൂവ്മെന്റ്, 23 ഇംപ്രൂവ്മെന്റ്, 22 മോഡൽ. ഈ കാണുന്ന വർഷങ്ങളിലെല്ലാം ഈ ചോദ്യം ഡയറക്റ്റായിട്ട് ചോദിച്ചു, നേരിട്ട് ചോദിച്ചു. അതായത് പ്രത്യേകിച്ച് വളച്ചുകെട്ടലൊന്നും ഇല്ലാതെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ അത്തരം ക്വസ്റ്റ്യൻസ് പഠിക്കണ്ടേ? തീർച്ചയായും പഠിക്കണം. കാരണം ഇനി വരാൻ പോകുന്ന ഓരോ പരീക്ഷയിലും ഇതേപോലെ ചോദ്യങ്ങൾ ഉണ്ടാവും. സോ അത് നമ്മൾ കൃത്യമായി തന്നെ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. സോ ലേറ്റ് ആക്കാതെ ഞാൻ ആ ഡെറിവേഷനിലോട്ട് കിടക്കുന്നു. എല്ലാ അനിയന്മാരും അനിയത്തിമാരും കൂടെ വേണം. എല്ലാവരും കട്ടയ്ക്ക് തന്നെ കൂടെ നിൽക്കണം. തുടങ്ങിയാലോടാ. വാടാ മക്കളെ, നമ്മളിത് ആരംഭിക്കാൻ പോകുന്നു നമ്മുടെ അനലിറ്റിക്കൽ മെത്തേഡ് ഓഫ് വെക്ടർ അഡിഷൻ. സോ അതിന് നമുക്ക് അനിവാര്യമായിട്ടുള്ളത് ഈ ഒരു ചിത്രമാണ്. ഈ ചിത്രമില്ലാതെ നമുക്ക് ഒരു പരിപാടി നടക്കില്ല. ഈ ചിത്രമില്ലാതെ നമുക്ക് ഒരു പരിപാടിയും നടക്കില്ല. ഈ ചിത്രത്തിനെ നിങ്ങൾ നന്നായി തന്നെ പരിചയപ്പെടേണ്ടതുണ്ട്. നമുക്ക് പരിചയപ്പെടാം. വാടാ. ഈ ചിത്രം ഏത് ലോ ഓഫ് വെക്ടർ അഡിഷനുമായി റിലേറ്റബിൾ ആണ്? അതാദ്യം പറടാ. ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് ഏത് ലോ ഓഫ് വെക്ടർ അഡിഷനാണ് ഓർമ്മ വരുന്നത്? സൂം ചെയ്യാം. ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് ഏത് ലോ ഓഫ് വെക്ടർ അഡിഷനാണ് ഓർമ്മ വരുന്നത്? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ, ഈസി ആയിട്ട് പറയണം. ഈ ചിത്രം ഏത് ലോ ഓഫ് വെക്ടർ അഡിഷനുമായിട്ട് വളരെയധികം റിലേറ്റബിൾ ആണ്? പോരട്ടെ സോണിയ, പോന്നോട്ടെ, ഉത്തരം പറടാ. യെസ്, ഇത് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷനുമായിട്ട് ഭയങ്കര അധികം കണക്റ്റഡ് അല്ലേ? ഇതാ നോക്കടാ, 2 വെക്ടേഴ്സ് എ ബി എന്ന് പറയുന്ന 2 വെക്ടേഴ്സ് ഒരു പാരലലോഗ്രാമിന്റെ 2 അഡ്ജസന്റ് സൈഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ആ പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് അവന് വരയ്ക്കുന്ന ഡയഗണലാണ് എന്തെന്ന് പറയുന്നത്? റിസൾട്ടന്റ് എന്ന് പറയുന്നത്. ഫൈൻ. യെസ്, ഇത് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷനുമായിട്ട് വളരെയധികം റിലേറ്റബിൾ ആയ ഡയഗ്രാമാണ്. അത് തന്നെയാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് അതിൽ കുറച്ച് എക്സ്റ്റൻഷൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഫൈൻ. സോ എ ബി എന്ന് പറയുന്ന 2 വെക്ടേഴ്സ് ഒരു പാരലലോഗ്രാമിന്റെ 2 അഡ്ജസന്റ് സൈഡ്സ് ആണ്. ആ പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവന് വരയ്ക്കുന്ന ഡയഗണലായിരിക്കും നമ്മുടെ റിസൾട്ടന്റ് എന്ന് പറയുക. ഇത്രയും കാര്യം എൻ്റെ അനിയന്മാർക്കും അനിയത്തിമാർക്കും അറിയാം. ദാറ്റ്സ് ഫൈൻ, നല്ല കാര്യമാണ്. വേറെ കുറച്ച് കുഞ്ഞു കാര്യങ്ങൾ കൂടി ഞാൻ ഇതിൻ്റെ കൂടെ പറയുകയാണ്. എയ്ക്കും ബിക്കും ഇടയിലുള്ള ആംഗിൾ ഉണ്ടല്ലോടാ, ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. നോക്കടാ, ഈ എ വെക്ടറിനും ബി വെക്ടറിനും ഇടയിലുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. തീറ്റ എന്ന് പറഞ്ഞാൽ എയ്ക്കും ബിക്കും ഇടയിലുള്ള ആംഗിൾ ആണെന്ന് മനസ്സിലാക്കുക. എ വെക്ടറിനും ബി വെക്ടറിനും ഇടയിലുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിസൾട്ടന്റിനും എ വെക്ടർ
വെക്ടറിന് ഇവിടെയുള്ള ആംഗിളാണ് ആൽഫ എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കണം. തീറ്റ എന്ന് പറഞ്ഞാൽ എയ്ക്കും ബിക്കും ഇടയിലുള്ള ആംഗിളാണ്. ആൽഫ എന്ന് പറഞ്ഞാൽ റിസൾട്ടൻറ്റിനും എയ്ക്കും ഇടയിലുള്ള ആംഗിളാണ്. ആൽഫ എന്ന് പറഞ്ഞാൽ റിസൾട്ടൻറ്റിനും എയ്ക്കും ഇടയിലുള്ള ആംഗിളാണ് എന്ന കാര്യം തിരിച്ചറിയുക. ഫൈൻ, ഓക്കെ. അടുത്ത കാര്യം, ഈ എ വെക്ടറിനെ ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നുണ്ട്. ദാറ്റ് ഈസ് എസ് എൻ. എ വെക്ടറിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാനൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നുണ്ട്. അതാണ് എസ് എൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. ഇനി മറ്റൊരു കാര്യം മക്കളെ, ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും എന്തായിരിക്കും, അതും തീറ്റയായിരിക്കും. മനസ്സിലാക്കുക കേട്ടോ. സോ രണ്ട് ആംഗിളും എന്താണ്, സെയിം ആണ്. സോ ദിസ് ഈസ് തീറ്റ. സോ ഈ ആംഗിളും തുല്യമല്ലേ? അതെ. സോ അത് തീറ്റയാണെങ്കിൽ ഇതും എന്തായിരിക്കും, ഇതും തീറ്റയായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. രണ്ട് ആംഗിളും തുല്യമാണ്, രണ്ട് ആംഗിളും തീറ്റയാണെന്നുള്ള കാര്യം തിരിച്ചറിയുക. മറ്റൊരു കാര്യം കൂടി പറയട്ടെ, ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യം. ആംഗിളുകൾക്ക് പുറമെ നിങ്ങൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ അതുകൂടി പറഞ്ഞുതരാം. സോ ഈ രണ്ട് ആംഗിളുകൾ ഇപ്പോൾ സെയിം ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. ഫൈൻ, ഓക്കെ. മറ്റൊരു കാര്യം ശ്രദ്ധിക്കണേ, ഈ സൈഡ് ബി വെക്ടർ ആണ് എങ്കിൽ ഈ സൈഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തിന് ഇക്വലൻ്റ് ആയിരിക്കും? എല്ലാവരും റെസ്പോണ്ട് ചെയ്യണം. ഈ സൈഡ് ബി വെക്ടർ ആണെന്ന് മനസ്സിലാക്കി എങ്കിൽ ഈ വശത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തിന് ഇക്വലൻ്റ് ആയിരിക്കും? അതും ബി വെക്ടറിന് ഇക്വലൻ്റ് ആയിരിക്കും. ക്ലിയർ? ഈ സൈഡ് എ വെക്ടർ ആണെങ്കിൽ ഈ സൈഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തിന് ഇക്വലൻ്റ് ആയിരിക്കും? എ വെക്ടറിന് ഇക്വലൻ്റ് ആയിരിക്കും. കാരണം രണ്ടും ഓപ്പോസിറ്റ് ആണല്ലോ. ഇത് ബി വെക്ടർ ആണെങ്കിൽ ഇതും ബി വെക്ടറിന് തുല്യമായിരിക്കും. ഇത് എ വെക്ടർ ആണെങ്കിൽ ഇതും എ വെക്ടറിന് തുല്യമായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. ദിസ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. സോ ഒരു തവണ കൂടി ഈ കോൺസെപ്റ്റുകൾ ഞാൻ ആവർത്തിക്കുന്നുണ്ട്, കൂടെ നിൽക്കുക. ഇത് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ തന്നെയാണ് ഇങ്ങനെ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ എ ബി എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. ആ രണ്ട് വെക്ടേഴ്സ് ഒരു പാരലോഗ്രാമിൻ്റെ രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാമെങ്കിൽ ആ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് അവന് വരയ്ക്കുന്ന ഡയഗണൽ ആയിരിക്കും നമ്മുടെ റിസൾട്ടൻ്റ് ആർ എന്ന് പറയുക. എയ്ക്കും ബിക്കും ഇടയിലുള്ള ആംഗിൾ തീറ്റയാണ്, റിസൾട്ടൻറ്റിനും എയ്ക്കും ഇടയിലുള്ള ആംഗിൾ ആൽഫയാണെന്ന് മനസ്സിലാക്കുക. ഈ എ വെക്ടറിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഞാനിവിടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നുണ്ട്. ഈ ഒരു ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ഒരു ആംഗിളും എന്തായിരിക്കും, തുല്യമായിരിക്കും, തീറ്റയായിരിക്കും. ഈ രണ്ട് സൈഡും ഇക്വലൻ്റ് ആയിരിക്കും, രണ്ടും ബി വെക്ടറിന് ഇക്വലൻ്റ് ആയിരിക്കും. ഈ രണ്ട് സൈഡും തുല്യമായിരിക്കും, അത് എ വെക്ടറിന് ഇക്വലൻ്റ് ആയിരിക്കും. ഇത്രയും കാര്യം കോൺഫിഡൻ്റ് ആണ് എന്ന് പറയുകയാണെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് ഒരു ഫയർ ഇമോജി ഇടാവോ? ഈ കോൺസെപ്റ്റുകളെല്ലാം എനിക്ക് പക്കാ ക്ലിയർ ആണ്, ഒരു തരി സംശയം പോലും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് എല്ലാവരും എനിക്കൊരു ഫയർ ഇമോജി ഇടാവോ? എങ്കിൽ നമ്മൾ ഗ്രാജുവലി നമ്മുടെ ഡെറിവേഷനിലോട്ട് കിടക്കുന്നു. എങ്കിൽ വി ആർ മൂവിങ് ഫോർവേഡ് ടു ദ ഡെറിവേഷൻ. ആ ട്രയാങ്കിൾ ഓറിയൻറ്റഡ് ആയ ഡീറ്റെയിലിംഗ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ആ ഡീറ്റെയിലിംഗ് നമുക്ക് താഴെ തന്നെ പ്ലേസ് ചെയ്യാം. ആ ഡീറ്റെയിലിംഗ് നമുക്ക് ഇതിന് താഴെ തന്നെ വെക്കാം, ഒരു കുഴപ്പമില്ല. ഡീറ്റെയിലിംഗ് അപ്പുറം കൊടുക്കണമെന്നില്ല, ഇവിടെ തന്നെ നമുക്ക് ആ ഡീറ്റെയിലിംഗ് പ്ലേസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഫൈൻ, ഓക്കെ. ഇനി നമ്മൾ നമ്മുടെ ഡെറിവേഷനിലോട്ട് കിടക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക, അതേ ചിത്രമാണ് ഇവിടെയൊക്കെ വയ്ക്കുന്നുണ്ട്, സെയിം ഡയഗ്രാം. ഡയഗ്രാമിനകത്ത് ഒരു മാറ്റവുമില്ല, സെയിം ഡയഗ്രാം നമ്മൾ എടുക്കുകയാണ്. ഒരു ഫയർ ഇമോജി, എല്ലാവരുടെ ഭാഗത്ത് നിന്ന് ഞാനൊരു ഫയർ ഇമോജി എക്സ്പെക്ട് ചെയ്യുന്നു. എല്ലാവരും ആപ്പിലും യൂട്യൂബിലും ഒക്കെ ലൈവ് കാണുന്ന എല്ലാ അനിയന്മാരും അനിയത്തിമാരും ഒരു ഫയർ ഇമോജി ഇടുക. യൂട്യൂബിൽ ലൈവ് കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്ത് തന്നെ ലൈവ് കാണുക. ഫൈൻ, ഓക്കെ. ഇനി നമ്മൾ നമ്മുടെ പരിപാടി തുടങ്ങാൻ പോകാൻ ഡെറിവേഷനിലോട്ട് കിടക്കുന്നു. ശ്രദ്ധിക്കണം. സോ ആദ്യം നമുക്കൊരു കുഞ്ഞ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്താലോ? ഇതാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യാൻ പോകുന്ന ട്രയാങ്കിൾ ഒ എസ് എൻ. ഒ എസ് എൻ എന്ന് പറയുന്ന കുഞ്ഞു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. കൂടെ നിൽക്കുക. സോ ട്രയാങ്കിൾ ഒ എസ് എൻ ട്ടാ. യെസ്, വി ആർ ഗോണ കൺസിഡർ ദ ട്രയാങ്കിൾ ഒ എസ് എൻ. പൈത്തഗോറസ് തിയറം നിങ്ങൾക്കറിയാലോ. പൈത്തഗോറസ് തിയറം എന്ന് പറഞ്ഞ് എന്താണ് പൈത്തഗോറസ് തിയറം? മാത്സിൽ നിങ്ങളൊക്കെ പുലികളാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഒന്ന് പൈത്തഗോറസ് തിയറം പറയാവോ? ഹൈപ്പോടെന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. സംശയമില്ലല്ലോ, ആർക്കും സംശയമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇതല്ലടാ പൈത്തഗോറസ് തിയറം? തീർച്ചയായും അതെ. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ഇതാണ് 90 ഡിഗ്രി. സോ ഇറ്റ് ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. സോ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയ സൈഡാണെന്ന് പറയുക, ഹൈപ്പോടെന്യൂസ് എന്ന് പറയുക. ശരിയല്ലേ? ഇതാണ് നമ്മുടെ അഡ്ജസൻറ്റ് സൈഡ്, ഇതാണ് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ്. ഫൈൻ, ഈ ആംഗിൾ നമുക്ക് എടുക്കുകയാണ്, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. റെഡി? സംശയമില്ലല്ലോ, ആർക്കും സംശയമില്ല എന്ന് വിചാരിക്കുന്നു. ഫൈൻ. സോ ദിസ് ഈസ് അവർ ഹൈപ്പോടെന്യൂസ്, ദിസ് ഈസ് അവർ ബേസ്, ദിസ് ഈസ് അവർ ഓൾട്ടിറ്റ്യൂഡ്. നമുക്ക് അങ്ങനെയാണല്ലോ ഇവിടെ ഫോർമുല വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിരിക്കുന്നതാണ് ഹൈപ്പോടെന്യൂസ് എന്ന് പറയുക. ഇത് ബേസ് ആണ്, ഇത് ഓൾട്ടിറ്റ്യൂഡ് ആണ്. പഠിച്ചാലോ? വാടാ മക്കളെ. സോ ഹൈപ്പോടെന്യൂസിന് പകരം ഒ എസ് എന്ന് കൊടുക്കുന്നു. ഒ എസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് എന്താണ്? ഒ എൻ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് എന്താണ്? എസ് എൻ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 2, രണ്ടാമത്തെ ഇക്വേഷൻ.
അടിപൊളി. എൻ്റെ മക്കളെ, നിങ്ങൾ എനിക്ക് പറഞ്ഞതാടാ, ഒ എസ് എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ്? വേഗം പറ. ഒ എസ് എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ്? എല്ലാവരും റെസ്പോണ്ട് ചെയ്തേ. മുഴുവൻ മക്കളും പറയടാ, ഒ എസ് എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ്? അത് നമ്മുടെ റിസൾട്ടന്റിന് ഇക്വലന്റ് ആണ്, ശരിയല്ലേ? ഒ എസ് എന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ടന്റിന് തുല്യമാണ്. ഒ എസിന് പകരം ആർ എന്ന് കൊടുക്കട്ടെ. ഒ എസിന് പകരം ആർ കൊടുത്തു. സോ ആർ സ്ക്വയർ ഈക്വൽ ടു ഒ എന്നിനെ ഞാൻ രണ്ടായിട്ട് മുറിക്കുകയാണ്. നോക്കടാ, ഒ എന്നിനെ നോക്കടാ, രണ്ട് കഷ്ണങ്ങളാക്കി മുറിക്കുകയാണ്. ഒ പിയും പി എന്നും രണ്ടായിട്ട് മുറിക്കാലോ? തീർച്ചയായും രണ്ടായിട്ട് മുറിക്കാം. ഒ എൻ എന്ന് പറയുന്ന ഈ ഒരു സൈഡിനെ ഞാൻ രണ്ടായിട്ട് മുറിക്കുകയാണ്, ഒ പിയും പി എന്നും. അപ്പൊ ശ്രദ്ധിക്കടാ, ഒ എന്നിന് പകരം ഒ പി പ്ലസ് പി എൻ എന്ന് കൊടുക്കാം, ഹോൾ സ്ക്വയർ, പിന്നെ എസ് എൻ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 3. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ പറയടാ, ഒ പി എന്ന് പറഞ്ഞാൽ എന്തിന് ഇക്വലന്റ് ആണ്? ഈ ഒ പി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്തിന് ഇക്വലന്റ് ആണ്? വേഗം പറയടാ മക്കളെ, ഒ പി എന്തിന് ഇക്വലന്റ് ആണ്? ഒരു തരി സംശയം നിങ്ങൾക്ക് വേണ്ട. ഒ പി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം എ വെക്ടറിന് ഇക്വലന്റ് ആണ്. സോ ഒ പിക്ക് പകരം എ വെക്ടർ കൊടുക്കാലോ. സോ ആർ സ്ക്വയർ ഈക്വൽ ടു എ പ്ലസ് പി എൻ ഹോൾ സ്ക്വയർ പ്ലസ് എസ് എൻ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 4. എ പ്ലസ് പി എൻ ഹോൾ സ്ക്വയർ പ്ലസ് എസ് എൻ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 4. ഹാപ്പി അല്ലേ? കോൺഫിഡൻ്റ് അല്ലേ? 4 സ്റ്റെപ്പുകൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് 4 എഴുതി ഫയർ ഇമോജി ഇടാവോ. സോ ഓരോ മൊമെന്റിലും റെസ്പോണ്ട് ചെയ്യാൻ പറയുന്നത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുണ്ടെന്ന് എനിക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും റെസ്പോണ്ട് ചെയ്യണം, കൂടെ നിൽക്കണം, കട്ടയ്ക്ക് കൂടെ നിൽക്കുക. കൂടെ എഴുതുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. കൂടെ എഴുതുന്നത് അത്രയും നല്ലതാണ്. കൂടെ എഴുതാൻ തന്നെ ശ്രമിക്കുക എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. റൈറ്റ്, ഓക്കെ. സോ അത് ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നമ്മുടെ നെക്സ്റ്റ് ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പി എന്നും എസ് എന്നും കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ അടുത്ത ഇൻറ്റൻഷൻ എന്ന് പറയുക. അടുത്ത ടാർഗറ്റ് അതാണ്. സോ നമ്മൾ പി എന്നും എസ് എന്നും കണ്ടുപിടിക്കാൻ പോവുകയാണ്. കൂടെ നിൽക്കാവോ? എല്ലാവരും കൂടെ നിൽക്കാവോ? നമുക്ക് പി എന്നും എസ് എന്നും കണ്ടുപിടിച്ചാലോ? വാടാ, പി എന്നും എസ് എന്നും കണ്ടുപിടിക്കാം. കമോൺ ഗൈസ്, ഇതാ പിടിച്ചോ. അതേ ട്രയാങ്കിൾ ആണ്. സോ പി എന്നും എസ് എന്നും കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഒരു കുഞ്ഞു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഒരു കുഞ്ഞു ട്രയാങ്കിൾ. ഹിയർ ഈസ് എ സ്മോൾ ട്രയാങ്കിൾ ദാറ്റ് ഈസ് പി എസ് എൻ. നമ്മൾ ഇനി കൺസിഡർ ചെയ്യാൻ പോകുന്ന ട്രയാങ്കിൾ ഈ ചെറിയ ട്രയാങ്കിൾ ആണ്. പി എസ് എൻ എന്നാണ് ഇവനെ വിളിക്കുന്ന പേര്. കാണുന്നില്ലേ? പി എസ് എൻ. ഓക്കെ, സോ ട്രയാങ്കിൾ പി എസ് എൻ ആണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ട്രയാങ്കിൾ പി എസ് എൻ ആണ് ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. റെഡി അല്ലേ? പി എസ് എൻ എടുത്തു. പറയടാ മക്കളെ, ഇതിനകത്ത് നമുക്ക് സൈൻ തീറ്റ എഴുതിയാലോ? സൈൻ തീറ്റ പറയടാ. സൈൻ തീറ്റ എന്താ കിട്ടുക? സൈൻ തീറ്റയുടെ ഫോർമുല നിങ്ങൾക്കറിയാം. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇത് ഇക്വേഷൻ നമ്പർ 4 അല്ലേ? അപ്പോൾ ഇത് 5 ആയിട്ട് കൊടുക്കുക കേട്ടോ. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ഇക്വേഷൻ നമ്പർ 5. എൻ്റെ മക്കളെ നിങ്ങൾ പറഞ്ഞേ, വേഗം പറഞ്ഞേ. സൈൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്, ശരിയല്ലേ? ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്, ദാറ്റ് ഈസ് എസ് എൻ. ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? ദാറ്റ് ഈസ് എസ് എൻ. എസ് എൻ അല്ലേ? ഇതാണ് തീറ്റ. തീറ്റ കാണുന്നില്ല എല്ലാവർക്കും? ഇതാണ് തീറ്റ ആംഗിൾ. സോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എസ് എൻ ആണ്. സോ എസ് എൻ ഡിവൈഡ് ബൈ എന്ത് എഴുതാം? എസ് എൻ ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്താണ്? ഹൈപ്പോട്ടന്യൂസ് പി എസ് ആണ്. പി എസ് ആണ്, അല്ലെങ്കിൽ എസ് പി ആണെന്ന് എഴുതാം. എസ് പി. ഇക്വേഷൻ നമ്പർ 6. അപ്പൊ അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിക്കടാ. സൈൻ തീറ്റ ഈക്വൽ ടു പറയണ മക്കളെ എസ് എൻ ഡിവൈഡഡ് ബൈ എസ് പി എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ്? വേഗം പറ. എസ് പി എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ്? നമ്മൾ പഠിച്ചു, ഈ രണ്ട് സൈഡുകൾ തുല്യമല്ലേ? സോ എസ് പി എന്ന് പറയുന്നത് എന്തിന് ഇക്വലന്റ് ആണ്? പോരട്ടെ, 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 പോരട്ടെ. എല്ലാവരും റെസ്പോണ്ട് ചെയ്യണം. എസ് പി എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ്? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഈ കാണുന്ന എസ് പി എന്ന് പറയുന്ന വശം എന്തിന് ഇക്വലന്റ് ആണ്? ഇത് ബിക്ക് ഇക്വലന്റ് അല്ലേ? തീർച്ചയായും ബിക്ക് ഇക്വലന്റ് ആണ്. സോ അതിന് പകരം ബി എന്ന് കൊടുക്കുകയാണ്. ഇക്വേഷൻ നമ്പർ 6. സോ എസ് എൻ ഡിവൈഡഡ് ബൈ ബി എന്ന് നമുക്ക് എഴുതാം. എസ് എൻ ഡിവൈഡ് ബൈ ബി എന്ന് എഴുതാലോ? തീർച്ചയായിട്ടും എഴുതാം. ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. ദെർഫോർ എസ് എൻ ഈക്വൽ ടു എന്ത് എഴുതാം? ബി സൈൻ തീറ്റ എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 7. ദിസ് ഈസ് വൺ ഓഫ് ദ ഫൈനൽ ഇക്വേഷൻ. ഫൈനൽ ഇക്വേഷൻ മീൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഫൈനൽ ഇക്വേഷൻ ആണ്. സോ എസ് എന്നിന് പകരം നമുക്ക് എന്ത് കിട്ടി? ബി സൈൻ തീറ്റ എന്ന് കിട്ടി. എസ് എന്നിന് പകരം നമുക്ക് എന്ത് കിട്ടി? ബി സൈൻ തീറ്റ എന്ന് കിട്ടി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ് എൻ ഈക്വൽ ടു ബി സൈൻ തീറ്റ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിക്കേണ്ടതാണ്. റെഡി? അടുത്തത് നെക്സ്റ്റ് ട്രയാങ്കിൾ. നമുക്കിപ്പോൾ എന്ത് കിട്ടി? എസ് എൻ കിട്ടി. ഇനി പി എൻ കൂടിയേ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിൽ. സോ അടുത്ത പി എൻ കണ്ടുപിടിക്കാൻ പോവാണ്. കൂടെ നിൽക്കുക. സെയിം ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിനകത്ത് ഒരു മാറ്റവും ഇല്ല. സെയിം ട്രയാങ്കിൾ. നമ്മൾ ഏത് ട്രയാങ്കിൾ ആണോ എടുത്തത് അതേ ട്രയാങ്കിൾ തന്നെയാണ് ഇവിടെയും എടുക്കുക. പി എസ് എൻ എന്ന് പറയുന്ന ട്രയാങ്കിൾ. ഓക്കെ,
PSN തന്നെയാണ് നമ്മൾ ഇവിടെയും കൺസിഡർ ചെയ്യുന്നത്. എല്ലാവരും കൂടെ നിൽക്കുക. പക്ഷേ കഴിഞ്ഞതിൽ നമ്മൾ സൈൻ തീറ്റയാണ് എടുത്തത്. ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്ന കോസ് തീറ്റയാണ്. ശ്രദ്ധിക്കടാ, കോസ് തീറ്റ എടുത്താൽ എന്താ കിട്ടുക നോക്കിക്കേ. കോസ് തീറ്റ ഈക്വൽ ഇക്വേഷൻ അറിയാലോ, അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇക്വേഷൻ നമ്പർ 8. അഡ്ജസൻറ്റ് സൈഡ് ഏതാണ്? ഇതാണ് അഡ്ജസൻറ്റ് സൈഡ് PN. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞു വെച്ചാൽ SP. പിടിച്ചോ. കോസ് തീറ്റ ഈക്വൽ ടു PN ഡിവൈഡഡ് ബൈ SP. ഇക്വേഷൻ നമ്പർ 9. SP എന്താന്ന് പറയടാ? SP എന്താണ് ഓൾറെഡി പറഞ്ഞത്? SP എന്തിന് ഇക്വലന്റ് ആണ്? ബിക്ക് ഇക്വലന്റ് ആണ്. സോ SPക്ക് പകരം B എന്ന് കൊടുക്കാലോ? തീർച്ചയായും കൊടുക്കാം. സോ കോസ് തീറ്റ ഈക്വൽ ടു PN ഡിവൈഡഡ് ബൈ B എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 10. therefore നമുക്ക് എന്ത് എഴുതാം മക്കളെ? ശ്രദ്ധിക്കടാ, നമുക്ക് എന്ത് എഴുതാം? PN ഈക്വൽ ടു എന്ത് എഴുതാം? B കോസ് തീറ്റ എന്ന് എഴുതാം. PN ഈക്വൽ ടു B കോസ് തീറ്റ എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 11. PN ഈക്വൽ ടു എന്ത് എഴുതാം? B കോസ് തീറ്റ എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 11. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിക്കേണ്ടതാണ്. സോ നമുക്ക് PN കിട്ടി, SN കിട്ടി. രണ്ടും എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. PN എന്ന് പറഞ്ഞാൽ B കോസ് തീറ്റയാണ്, SN എന്ന് പറഞ്ഞാൽ B സൈൻ തീറ്റയാണ്. ഈ രണ്ടെണ്ണം എടുത്ത് നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്? ഇക്വേഷൻ നമ്പർ 4ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ 7ഉം 11ഉം എടുത്ത് ഇക്വേഷൻ നമ്പർ 4ൽ കൊടുത്താലോ? 7ഉം 11ഉം എടുത്ത് ഇക്വേഷൻ നമ്പർ 4ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കടാ, സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 7 and 11 in ഇക്വേഷൻ നമ്പർ 4. ഇത് രണ്ടും എടുത്ത് 4ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ശ്രദ്ധിക്കടാ, എന്താ കിട്ടുക? R² is equal to നോക്കിക്കേ, A plus PN ഹോൾ സ്ക്വയർ ആണ്. A plus PN ഹോൾ സ്ക്വയർ ആണ്. സോ A plus PN എത്രയാണ്? B കോസ് തീറ്റ. സോ B കോസ് തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് SN സ്ക്വയർ ആണ്. SN പകരം എന്ത് കൊടുക്കാം? B സൈൻ തീറ്റ ഹോൾ സ്ക്വയർ. B sin theta whole square. This is equation number 12. Ready? So R² equal to B cos theta whole square plus B sin theta whole square. സിമ്പിൾ ആണ്. നോക്കടാ മക്കളെ, ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച നാലാമത്തെ ഇക്വേഷനിൽ PN-ഉം SN-ഉം നമുക്ക് കിട്ടി. ആ രണ്ടെണ്ണം എടുത്ത് ഈ പറയുന്ന നാലാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടുക. R² equal to A plus B cos theta whole square plus B sin theta whole square. ക്ലിയർ അല്ലേ? അടുത്ത കാര്യം, ഇത് ആക്ച്വലി ഏത് ഫോർമാറ്റിലാണ് കിടപ്പുള്ളത്? A plus B cos theta whole square എന്ന് പറയുന്നത് ഏത് ഫോർമാറ്റിലാണ് കിടപ്പുള്ളത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഫോർമാറ്റാണ്. A plus B cos theta whole square എന്ന് പറയുന്നത് ഏത് ഫോർമാറ്റിലാണ്? സിമ്പിൾ അല്ലേ? ഇത് A plus B whole square ഫോർമാറ്റിലല്ലടാ കിടക്കുന്നത്. തീർച്ചയായും അതെ, ഇവൻ കിടക്കുന്നത് A plus B whole square ഫോർമാറ്റിലാണ്. ദാറ്റ് ഈസ് A² plus 2AB plus B². ഇതാണ് ഫോർമാറ്റ്. A² plus 2AB plus B². സെറ്റ് അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? സംശയമില്ലാലോടാ? ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതായത് എയുടെ സ്ഥാനത്തുള്ളത് ക്യാപിറ്റൽ എയും ബിയുടെ സ്ഥാനത്തുള്ളത് B കോസ് തീറ്റയുമാണെന്ന് മനസ്സിലാക്കുക. എയുടെ സ്ഥാനത്തുള്ളത് ക്യാപിറ്റൽ എയും ബിയുടെ സ്ഥാനത്തുള്ളത് B കോസ് തീറ്റയുമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. എയുടെ സ്ഥാനത്ത് ക്യാപിറ്റൽ എയും ബിയുടെ സ്ഥാനത്തുള്ളത് B കോസ് തീറ്റയുമാണ്. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ രീതിയിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്താലോ? വാടാ, നമ്മൾ ആ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ്. സോ R² ഈക്വൽ ടു A² ആണ്. അപ്പോൾ ക്യാപിറ്റൽ A² 2AB ആണ്. സോ 2A, ബിയുടെ സ്ഥാനത്ത് B കോസ് തീറ്റ പ്ലസ് B² ആണ്. ബിയുടെ സ്ഥാനത്ത് B കോസ് തീറ്റ അല്ലേ? സോ B കോസ് തീറ്റ ഹോൾ സ്ക്വയർ. പിന്നെ ആര് കൂടി ഇവിടെ അവശേഷിക്കുന്നുണ്ട്? ഒരു B സൈൻ തീറ്റ ഹോൾ സ്ക്വയർ കൂടി, അവനെ കൂടി എഴുതണ്ടേ? പ്ലസ് B സൈൻ തീറ്റ ഹോൾ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 13. ഹോൾ സ്ക്വയർ ഞാൻ അകത്തോട്ട് ഇടുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കടാ, R² ഈക്വൽ ടു A² പ്ലസ് 2AB കോസ് തീറ്റ പ്ലസ് സ്ക്വയർ അകത്തോട്ടിട്ടാൽ B² കോസ് സ്ക്വയർ തീറ്റ പ്ലസ് B² സൈൻ സ്ക്വയർ തീറ്റ. ഇക്വേഷൻ നമ്പർ 14. അടുത്ത പരിപാടി നോക്കടാ, ഇവിടെയും B² ഉണ്ട്, ഇവിടെയും B² ഉണ്ട്. നമുക്ക് ഈ B² കോമൺ ആയിട്ട് പുറത്തെടുക്കാം. B² കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണ്. സോ R² ഈക്വൽ ടു A² പ്ലസ്
2ab കോസ് തീറ്റ പ്ലസ് ബി സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തു പോയി. ബാക്കി എന്താ ഉള്ളത്? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. ഇക്വേഷൻ നമ്പർ 15. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. എൻ്റെ മക്കളെ നിങ്ങൾ പറയണം, മാത്സ് അറിയുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. എന്താണ് ഈ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് മെൻ ബൈ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ? എല്ലാവരും റെസ്പോണ്ട് ചെയ്യാവോ? എല്ലാവരും ഒന്ന് പറഞ്ഞേ, കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എത്രയാണ്? മാത്സ് അറിയുന്നവരാണ് നിങ്ങൾ എല്ലാവരും, ഒന്ന് റെസ്പോണ്ട് ചെയ്യടാ. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എത്രയാണ്? ട്രിഗ്നോമെട്രി ഒക്കെ പഠിച്ചവരല്ലേ, ഒന്ന് പറഞ്ഞേടാ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. യെസ്, നമുക്കറിയാം കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ദറ്റ് ഈസ് ഈക്വൽ ടു 1. അത് 1 ആണ്. അതെന്താണ്? അത് 1 ആണെന്ന് മനസ്സിലാക്കുക. യെസ്, വിച്ച് വിൽ ബി ഈക്വൽ ടു 1. അത് 1 ആണെന്നുള്ള കാര്യം തിരിച്ചറിയുക. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 ആണ്. ദറ്റ് ഈസ് 1. അത് 1 ആയതിനാൽ തന്നെ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം ശ്രദ്ധിക്കണം. സോ ആർ സ്ക്വയർ ഈക്വൽ ടു, ബാക്കിയുള്ള ടേംസ് എഴുതുകയാണ്, എ സ്ക്വയർ പ്ലസ് 2ab cos തീറ്റ പ്ലസ് ബി സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 16. ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്, നമുക്ക് ഫൈനൽ ആൻസർ എഴുതാനുള്ള കൺവീനിയൻസിന് വേണ്ടി ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്, ശ്രദ്ധിക്കടാ. സോ ആർ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab cos തീറ്റ പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos തീറ്റ. നമ്മൾ എഴുതാനുള്ള കൺവീനിയൻസിന് വേണ്ടി മാത്രമാണ് ഇത്തരത്തിൽ റീഅറേഞ്ച് ചെയ്യുന്നത് കേട്ടോ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos തീറ്റ എന്ന രീതിയിൽ കൂടി നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. ഫൈൻ, റീഅറേഞ്ച്മെന്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് ആവശ്യം r ആണ്, മാഗ്നിറ്റ്യൂഡാണ് റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ്. എങ്ങനെ കണ്ടുപിടിക്കാം? റൂട്ട് ഇടുക. സോ ആർ സ്ക്വയർ എന്ന് r കണ്ടുപിടിക്കുക, റൂട്ട് എഴുതണം. സോ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos തീറ്റ. ദാറ്റ്സ് ഇറ്റ്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 18. 18ാം ഇക്വേഷൻ. സെറ്റ് അല്ലേ? ഇതാണ് ഫൈനൽ ഇക്വേഷൻ. ഇതാണ് റിസൾട്ടന്റിന്റെ ഫൈനൽ ഇക്വേഷൻ. ഈ 18 സ്റ്റെപ്പ് അടങ്ങുന്ന ഡെറിവേഷൻ എഴുതുമ്പോഴാണ് നിങ്ങൾക്ക് മുഴുവൻ മാർക്കും കിട്ടുക. 18 സ്റ്റെപ്പ് അടങ്ങുന്ന ഡെറിവേഷൻ എഴുതുമ്പോഴാണ് എൻ്റെ അനിയന്മാരെ അനിയത്തിമാരെ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും കിട്ടുക. ഇപ്പം മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടന്റ് കണ്ടുപിടിച്ചു. ഇത് മാത്രമല്ല ചിലപ്പോൾ പരീക്ഷയിൽ ചോദിക്കുക, ഇതിന് പുറമെ ഡയറക്ഷൻ കൂടി കണ്ടുപിടിക്കാൻ ചോദിക്കാം. ഇതിന് പുറമെ എന്തുകൂടി കണ്ടുപിടിക്കാൻ ചോദിക്കാം? ഡയറക്ഷൻ കൂടി കണ്ടുപിടിക്കാൻ ചോദിക്കാം. എങ്ങനെയാണ് റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നോക്കിയാലോ? എങ്ങനെയാണ് റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക എന്ന കാര്യത്തിലോട്ട് കടക്കുന്നു. കൂടെ നിൽക്കുക. സിമ്പിളാണ്. ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ്. എല്ലാവരും കൂടെ നിൽക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക, വെരി ഇമ്പോർട്ടൻറ്റ്. സോ ആ പറയുന്ന റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ നമുക്ക് ആ ചിത്രം നമുക്ക് ആവശ്യമുണ്ട്. ആ ചിത്രം ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട്. ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. കൂടെ നിൽക്കുക. ഫൈൻ. റിസൾട്ടന്റ് ഡയറക്ഷൻ. സോ നമുക്കറിയാം ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ ആ റിസൾട്ടന്റ് ഏത് ആംഗിളിലാണ് ഇൻക്ലൈൻഡ് ആയിരിക്കുന്നത് ആ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതാണ് റിസൾട്ടന്റ്. ആ റിസൾട്ടന്റ് ഏത് ആംഗിളിലാണ് മക്കളെ ഇൻക്ലൈൻഡ് ആയിരിക്കുന്നത്, ഏത് ആംഗിളിലാണ് ചരിഞ്ഞിരിക്കുന്നത്, അത് നമ്മുടെ ഈ കാണുന്ന പോലെ ആൽഫ എന്ന് പറയുന്ന ആംഗിളിലല്ലേ. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആൽഫയാണ്. ആ റിസൾട്ടന്റ് ചരിഞ്ഞിരിക്കുന്ന ആംഗിൾ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ്സ് ഇറ്റ്. വി ഹാവ് ടു ഫൈൻഡ് ആൽഫ. നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് ആൽഫയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? എങ്ങനെ ആൽഫ കണ്ടുപിടിക്കാം? അതിന് എഗെയിൻ നമുക്കൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ നോക്കടാ. എഗെയിൻ നമ്മൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. ഹിയർ ഈസ് എ ട്രയാങ്കിൾ. OSN തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ട്രയാങ്കിൾ OSN. ടാൻ ആൽഫ കണ്ടുപിടിച്ചേ പാടാ. ഒന്നും നോക്കണ്ട, വേഗം കണ്ടുപിടിക്കാം. ടാൻ ആൽഫ. ടാൻ ആൽഫ നമുക്കറിയാം. ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻ സൈഡ് ആണ്. സംശയം ഉണ്ടാവില്ലല്ലോ. സോ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ SN ആണ്, ശരിയല്ലേ? അഡ്ജസൻ സൈഡ് എന്ന് പറഞ്ഞാൽ ON ആണ്. റൈറ്റ്. ആർക്കും തർക്കമില്ലാലോ, ആർക്കും തർക്കമില്ല. സോ ടാൻ ആൽഫ ഈക്വൽ ടു ഞാൻ എഴുതുകയാണ് SN ഡിവൈഡഡ് ബൈ ON. എഗെയിൻ 1 എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ON-നെ എഗെയിൻ നമുക്ക് രണ്ടായി സ്പ്ലിറ്റ് ചെയ്യാം. OP പ്ലസ് PN. സോ ടാൻ ആൽഫ ഈക്വൽ ടു SN ഡിവൈഡഡ് ബൈ ON-ന് പകരം OP പ്ലസ് PN. ഇക്വേഷൻ നമ്പർ 2. അടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും
അറിയുന്നതാണ്. ഞാൻ ആ സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് ചെയ്യാൻ പോകുന്നത്, ശ്രദ്ധിക്കടാ, എല്ലാവരും ശ്രദ്ധിക്കുക. എസ് എൻ എന്ന് പറഞ്ഞാൽ എന്താ കണ്ടുപിടിച്ചത്? ബി സൈൻ തീറ്റ അല്ലേ? എസ് എന്നിന് പകരം ബി സൈൻ തീറ്റ കൊടുക്കാം. പി എന്നിന് പകരം എന്ത് കൊടുക്കാം? ബി കോസ് തീറ്റ റീപ്ലേസ് ചെയ്യാം. ഒ പി എന്ന് പറഞ്ഞാൽ എന്തിന് ഇക്വലന്റ് ആണ്? ഒ പി എന്ന് പറഞ്ഞാൽ നോക്കടാ, എക്ക് ഇക്വലന്റ് അല്ലേ? ഒ പി എന്ന് പറഞ്ഞാൽ എ വെക്ടറിന് ഇക്വലന്റ് ആണ്. സോ ഒ പിക്ക് പകരം എ എന്ന് റീപ്ലേസ് ചെയ്യാം. സോ ഇത്രയും റീപ്ലേസ്മെന്റ് ഇക്വേഷൻ 2 ചെയ്യാൻ പോവാണ്. സോ എസ് എന്നും പി എന്നും ഒക്കെ ഓൾറെഡി നമ്മൾ ഡിറൈവ് ചെയ്ത് കണ്ടുപിടിച്ചാണ്. വാടാ, അപ്പൊ ചെയ്തെന്ത് കിട്ടും? tan alpha equal to b sin theta divided by a plus b cos theta എന്ന് കിട്ടും. റെഡി അല്ലേ? ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് വിളിക്കാം. നമുക്ക് കണ്ടുപിടിക്കുന്ന ആൽഫയാണ്. മക്കളെ, ടാൻ ആൽഫയിൽ നിന്ന് ആൽഫ കണ്ടുപിടിക്കണമെങ്കിൽ ടാൻ ഇൻവേഴ്സ് എടുക്കണം. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന കാര്യമുണ്ട്, +2 നിങ്ങൾ പഠിക്കുന്നതാണ്. സിംപ്ലി ടാൻ ആൽഫയിൽ നിന്ന് ആൽഫ കണ്ടുപിടിക്കണമെങ്കിൽ ടാൻ ഇൻവേഴ്സ് എടുക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആണ്. എന്ത് കിട്ടും? ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ, ഇക്വേഷൻ നമ്പർ 4. റെഡി? ഈ ടാൻ ആൽഫയിൽ നിന്ന് ആൽഫ കണ്ടുപിടിച്ചാൽ സംശയമൊന്നും നിങ്ങൾക്ക് ആർക്കും വേണ്ട. അതായത് ഇപ്പോൾ സിംപ്ലി സൈൻ തീറ്റ ഈക്വൽ ടു എക്സ് ആണെന്ന് വിചാരിക്കാം. തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ എന്തായിട്ട് മാറും? സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. ഇതാണ് പരിപാടി. കാര്യം മനസ്സിലായി? സൈൻ ഇൻവേഴ്സ് എടുക്കണം. അതുപോലെ തന്നെയാണ് ടാൻ ആൽഫ ഈക്വൽ ടു ബി ബൈ എ പ്ലസ് ബി കോസ് ബി സൈൻ തീറ്റ ഡിവൈഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ ആണെങ്കിൽ ആൽഫ കണ്ടുപിടിക്കണം എന്തെടുക്കണം? ടാൻ ഇൻവേഴ്സ് എടുക്കണം. ഇവിടെ സൈൻ തീറ്റ ഈക്വൽ ടു എക്സ് ആണ്, തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ്. അതുപോലെ തന്നെയാണ് ഇവിടെ ടാൻ ഇൻവേഴ്സ് ഓഫ് ബി സൈൻ തീറ്റ ഡിവൈഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. ഇതോടുകൂടി ഡെറിവേഷൻ കഴിഞ്ഞിരിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയിൽ നിരന്തരം ചോദിക്കാറുണ്ട്. ടൈം കൺസ്യൂമിംഗ് ആണ്, എനിക്കറിയാം. ഏകദേശം 1/2 മണിക്കൂർ നമ്മൾ ഈ ഡെറിവേഷന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് വർത്താണ്. ദാറ്റ്സ് ഇറ്റ്, ഇറ്റ്സ് വർത്ത്. ക്ലിയർ ആണെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് ഒന്ന് ഒരു സെറ്റ് മെസ്സേജ് കമന്റ് ചെയ്യാവോ? എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. ഒരു പ്രധാനപ്പെട്ട ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് പറയുന്നത്. ഇത് ക്ലിയർ ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്യുക. എങ്കിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ പരീക്ഷകളിലൊക്കെ ചോദിക്കുന്ന ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. വാടാ മക്കളെ, എല്ലാവരും റെസ്പോണ്ട് ചെയ്യാവോ? എങ്കിൽ വി വിൽ മൂവ് ഫോർവേഡ് ടു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ. സെറ്റ്. എല്ലാവരും സെറ്റ് മെസ്സേജ് ഒക്കെ ഇടുന്നുണ്ട്, കൂടെ നിൽക്കുന്നുണ്ട്, വലിയ സന്തോഷം. സോ ഗൈസ്, ഹിയർ കംസ് ദ ന്യൂമറിക്കൽ. 2 ഫോഴ്സുകളുണ്ട്. ഏതൊക്കെയാണ് 2 ഫോഴ്സുകൾ? 4 ന്യൂട്ടണും 3 ന്യൂട്ടണുമാണ് ആ 2 ഫോഴ്സുകൾ. ആ 2 ഫോഴ്സുകൾ 90 ഡിഗ്രിയിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആ 2 ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നത്. 2 ഫോഴ്സുകളും ആക്ട് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ആണ്. എങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ് ഫോഴ്സ്. റിസൾട്ടന്റ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ 2 ഫോഴ്സുകൾ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് എങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് കണ്ടുപിടിക്കുന്നത്. വി ഹാവ് ടു ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടന്റ് ഫോഴ്സ്. റിസൾട്ടന്റ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം എന്ന കാര്യത്തിലോട്ട് കടന്നാൽ വാടാ, ലളിതമായി തന്നെ ചെയ്യാം. സോ ആദ്യം എ വെക്റ്റർ എ നമ്മൾ സാധാരണഗതിയിൽ എ ബി എന്നല്ലേ കൊടുക്കുക. സോ എ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഫോഴ്സ് 4 ന്യൂട്ടൺ, ബി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ 3 ന്യൂട്ടൺ. ഇവർക്കിടയിലുള്ള ആംഗിൾ എത്രയാണ്? തീറ്റ 90 ഡിഗ്രിയാണ്. കണ്ടുപിടിക്കേണ്ടത് റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. കണ്ടുപിടിക്കാൻ നിസ്സാരമല്ലേ? വളരെ സിമ്പിൾ ആണ്. ഫോർമുല അറിയാലോ. ഫോർമുല ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താണ് ഫോർമുല? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഡയറക്റ്റായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഒരു പ്രയാസവുമില്ല, നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയറിന് പകരം എ എത്രയാണ്? എ എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ ആണ്. അപ്പം 2 × 4 × 3 × കോസ് തീറ്റ അഥവാ കോസ് 90 ഡിഗ്രി. റെഡി? മാത്സിൽ നിങ്ങൾ പുലികളാണ് എന്നാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ. എൻ്റെ എക്സ്പെക്റ്റേഷൻ മാത്സിൽ നിങ്ങൾ പുലികളാണെന്നാണ്. മക്കളെ പറയടാ, എന്താണ് കോസ് 90 ഡിഗ്രി? വേഗം പറഞ്ഞു. എന്താ കോസ് 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ? പറയടാ. യെസ്, കോസ് 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 0 ആണ്. കോസ് 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 × എനിത്തിങ് ഈസ് 0. 0ന്റെ കൂടെ എന്തിനെ മൾട്ടിപ്ലൈ ചെയ്താലും ഉത്തരം 0 ആയിരിക്കും. സോ ഈ ടേംസ് കംപ്ലീറ്റ്ലി എന്തായിട്ട് പോവും? ഈ ടേംസ് കംപ്ലീറ്റ്ലി 0 ആയിട്ട് പോവും. കാരണം 0 × എനിത്തിങ് എന്താണ്? 0 ആണ്. സോ ആ ടേംസ് കംപ്ലീറ്റ്ലി 0 ആയി. സോ റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. സോ ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് 4ന്റെ സ്ക്വയർ എത്ര? 16. 16 + 9 √25
ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ന്യൂട്ടൺ. യൂണിറ്റ് ന്യൂട്ടണിലായിരിക്കണം, കാരണം ഫോഴ്സ് ആണ് നൽകിയിരിക്കുന്നത്. സോ ആൻസർ വിൽ ബി 5 ന്യൂട്ടൺ. ആൻസർ എത്രയായിരിക്കും? 5 ന്യൂട്ടൺ ആണെന്ന് മനസ്സിലാക്കുക. ആൻസർ വിൽ ബി 5 ന്യൂട്ടൺ. റെഡി? ഹാപ്പി അല്ലേ? എല്ലാവരും കോൺഫിഡൻ്റ് അല്ലേ? സെറ്റ്. ഓക്കെ ആണോ? എങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കാം. പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്ന അടുത്ത ടോപ്പിക്കിലോട്ട് നമ്മൾ കിടക്കാൻ പോവുകയാണ്. ഹിയർ ഈസ് ദ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് പ്രൊജക്ടൈൽ മോഷൻ. ഇനി 2 ടോപ്പിക്കുകളെ മേജർ ആയിട്ടുള്ളൂ, പ്രൊജക്ടൈൽ മോഷനും യൂണിഫോം സർക്കുലർ മോഷനും. അതോടുകൂടി നമ്മുടെ ചാപ്റ്റർ തീരും. എറൗണ്ട് ഒരു 10 മണിയാകുമ്പോഴേക്കും തീർക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ എക്സ്പെക്ടേഷൻ. നിങ്ങളൊന്ന് കട്ടയ്ക്ക് എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തീർക്കാം. കറക്റ്റ് റൈറ്റ് ആൻസേഴ്സ് ഒക്കെ കാൽക്കുലേഷൻ ചെയ്തു പോലും ആപ്പിനകത്ത് കമൻറ്റ് ചെയ്യുന്നത് കണ്ടു. വലിയ സന്തോഷമുണ്ട്. സോ മക്കളെ, പ്രൊജക്ടൈൽ മോഷൻ എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട ടേംസ് എന്തൊക്കെയാണെന്നും അവരുടെ ഡെറിവേഷൻസും അതുമായി ബന്ധപ്പെട്ട പരീക്ഷയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും എല്ലാം നമുക്ക് ക്രാക്ക് ചെയ്യാം. നിങ്ങളൊന്ന് എൻ്റെ കൂടെ നിന്ന് തന്നാൽ മാത്രം മതി. ബാക്കി അണ്ണനേറ്റു. സെറ്റ്. വേണം മക്കളെ, ഒന്ന് ശ്രദ്ധിക്കാം, എല്ലാവരും ശ്രദ്ധിക്കാം. സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. പ്രൊജക്ടൈൽ മോഷൻ എന്താണ്? പ്രൊജക്ടൈൽ മോഷൻ ഒരു വസ്തുവിനെ ഒരു ഇനീഷ്യൽ വെലോസിറ്റിയോടുകൂടി ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസിൽ നമ്മൾ വലിച്ചെറിയുകയാണെങ്കിൽ അതിന്റെ മോഷൻ നമുക്ക് എന്ത് പറയാം? പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയാം. ഒരു വസ്തുവിനെ ഒരു ഇനീഷ്യൽ വെലോസിറ്റിയോടുകൂടി ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസിൽ നമ്മളിങ്ങനെ വലിച്ചെറിയുകയാണെങ്കിൽ അതിന്റെ മോഷനെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? പ്രൊജക്ടൈൽ മോഷൻ എന്ന് വിളിക്കാം. ഒരു കല്ല് വലിച്ചെറിയുന്നത് പ്രൊജക്ടൈൽ മോഷനാണ്. ഒരു ബോൾ വലിച്ചെറിയുന്നത് പ്രൊജക്ടൈൽ മോഷനാണ്. ജാവലിൻ ത്രോ ചെയ്യുന്നത് പ്രൊജക്ടൈൽ മോഷനാണ്. ഒരു ബോൾ അടിച്ച് പറത്തുമ്പോൾ അതിന്റെ മോഷൻ പ്രൊജക്ടൈലാണ്. ഫുട്ബോളിനെ കിക്ക് ചെയ്ത് പറത്തുമ്പോൾ അതിന്റെ മോഷൻ പ്രൊജക്ടൈലാണ്. ഒരു ബുള്ളറ്റ് ഫയർ ചെയ്യുമ്പോൾ അതിന്റെ മോഷനും പ്രൊജക്ടൈലാണെന്ന് മനസ്സിലാക്കുക. സോ ഒരു ഇനീഷ്യൽ വെലോസിറ്റിയോടുകൂടി ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഇൻഫ്ലുവൻസിൽ ഒരു വസ്തുവിനെ നമ്മൾ പ്രൊജക്ട് ചെയ്യുകയാണെങ്കിൽ അവന്റെ മോഷനെ വിളിക്കുന്ന പേരാണ് പ്രൊജക്ടൈൽ മോഷൻ. ഫൈൻ. ഓക്കെ, ഇപ്പൊ ഒരു കല്ല് വലിച്ചെറിയുന്ന പാത്ത് ഞാൻ വരയ്ക്കുകയാണ്. ഇറ്റ് വിൽ ബി ദ പാത്ത്. കല്ല് വലിച്ചെറിയുമ്പോൾ ആ കല്ല് സഞ്ചരിക്കുന്ന പാത്താണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഈ പാത്തിന്റെ ഷേപ്പിന് ഏത് ഷേപ്പാണ്? വേഗം പറ. ഈ പാത്തിന്റെ ഷേപ്പ് ഏത് ഷേപ്പാന്ന് പറയടാ. മാത്സ് ഒക്കെ നിങ്ങൾ പുലികളല്ലേ, വേഗം പറ. ഒരു കല്ല് പോകുന്ന പാത്താണ് നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത്. ഈ പാത്തിന്റെ ഷേപ്പ് യഥാർത്ഥത്തിൽ എന്ത് ഷേപ്പാണ്? വേഗം പോരട്ടെ. എന്ത് ഷേപ്പാണ്? യെസ്, ഈ ഷേപ്പാണ് പാരബോളിക്. സോ അതിനാൽ തന്നെ പ്രൊജക്ടൈലിന്റെ പാത്ത് എന്തായിരിക്കും? ദാറ്റ് ഈസ് പാരബോള. എന്താണ് പാത്ത്? പാരബോള. റാ ഷേപ്പ് പാരബോള. ഒരു കല്ല് വലിച്ചെറിയുന്ന സാഹചര്യത്തിൽ ആ കല്ല് സഞ്ചരിക്കുന്ന പാതയാണ്, അതിന്റെ പാത്താണ് നൽകിയിരിക്കുന്നത്. മാത്സ് നിങ്ങൾ പഠിച്ചാണ്. ഇത് പാരബോളിക് ഷേപ്പ് അല്ലേ? യെസ്, തീർച്ചയായും ഇതൊരു പാരബോളിക് ഷേപ്പാണ്. സോ പ്രൊജക്ടൈലിന്റെ പാത്തിന്റെ ഷേപ്പിനെ വിളിക്കുന്ന പേരെന്താണ്? പാരബോള. ഈ പാത്ത് എന്ന വാക്കിന് പകരം ട്രജക്ടറി എന്ന വാക്ക് കൂടി യൂസ് ചെയ്യാറുണ്ട്. ട്രാജക്ടറി. സോ അതും പാത്തിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കാണ്. സോ അങ്ങനെ കണ്ടാലും ഉത്തരം എന്തായിട്ട് പറയണം? പാരബോള എന്ന് തന്നെ നിങ്ങൾ പറയണം. ആൻസർ ഈസ് പാരബോള. റെഡി? ഇനി നമുക്ക് പ്രൊജക്ടൈലുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, കുറേ കോൺസെപ്റ്റുകൾ തിരിച്ചറിയാനുണ്ട്. നോക്കണം, ഇവിടെ ഒരു പ്രൊജക്ടൈൽ മോഷൻ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഒരു കല്ലിനെ വലിച്ചെറിയുന്ന പാത്ത് തീറ്റ എന്ന് പറയുന്ന ആംഗിളിലാണ് നമ്മൾ വലിച്ചെറിയുന്നത്. ഫൈൻ, ശ്രദ്ധിക്കണേ, ഇവിടെ ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാം, ശ്രദ്ധിക്കണം. സോ ഒരു കല്ലിനെ യു എന്ന് പറയുന്ന ഇനീഷ്യൽ വെലോസിറ്റിയിൽ തീറ്റ എന്ന് പറയുന്ന ആംഗിളിൽ നമ്മൾ വലിച്ചെറിയുകയാണ്. നമ്മൾ പറഞ്ഞു പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഉറപ്പായിട്ടും ഒരു ഇനീഷ്യൽ വെലോസിറ്റി വേണം. സോ യു എന്ന് പറയുന്ന ഇനീഷ്യൽ വെലോസിറ്റിയിൽ തീറ്റ എന്ന് പറയുന്ന ആംഗിളിൽ ഒരു കല്ലിനെ വലിച്ചെറിയുമ്പോൾ അതിന്റെ പാതയാണ്, അതിന്റെ പാത്താണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അതൊരു പാരബോളിക് പാത്താണെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ? തീർച്ചയായും ഇല്ല. സോ ഇറ്റ് ഈസ് എ പാരബോളിക് പാത്ത്. റെഡി? ആ കാര്യം ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഇനി അടുത്ത കാര്യം, തീറ്റനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. ഏത് ആംഗിളിലാണോ ആ കല്ല് വലിച്ചെറിയുന്നത് ആ ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുക? ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുക. ഇവിടെ തീറ്റ എന്ന് പറയുന്ന ആംഗിളിലാണ് വലിച്ചെറിയുന്നത്. സോ തീറ്റയാണ് നമ്മുടെ എന്തെന്ന് പറയുക? ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുക. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഫൈൻ. അടുത്തത്, ഈ യു എന്ന് പറയുന്ന ഇനീഷ്യൽ വെലോസിറ്റിയെ നമുക്ക് 2 കമ്പോണൻസ് ആക്കി സ്പ്ലിറ്റ് ചെയ്യാം. നമ്മൾ ഓൾറെഡി റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് പഠിച്ചു. സോ ഹൊറിസോണ്ടൽ കമ്പോണന്റ് തീറ്റയുമായി ഉണ്ടാക്കുന്ന കമ്പോണന്റ് ഏതാണ്? യു കോസ് തീറ്റയാണ്. വെർട്ടിക്കൽ കമ്പോണന്റ് ഏതായിരിക്കും? വെർട്ടിക്കൽ കമ്പോണന്റ് ആണ് യു സൈൻ തീറ്റ എന്ന് പറയുന്നത്. ഫൈൻ. സോ യു എന്ന് പറയുന്ന ഇനീഷ്യൽ വെലോസിറ്റിയെ നമുക്ക് 2 കമ്പോണൻസ് ആക്കി സ്പ്ലിറ്റ് ചെയ്യാം. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ് യു കോസ് തീറ്റ, വെർട്ടിക്കൽ കമ്പോണന്റ് ആണ് യു സൈൻ തീറ്റ എന്ന കാര്യം മനസ്സിലാക്കുക. അടുത്ത കാര്യങ്ങൾ, ഈ കല്ലിനെ മുന്നോട്ട് നയിക്കുന്ന വെലോസിറ്റിയുടെ കമ്പോണന്റ് ഏതാണ്? കല്ല് എന്ന് പറഞ്ഞു വെച്ചാൽ ഇങ്ങനെയാ റാ ഷേപ്പാ പോകുന്നത്. സോ അത് മുന്നോട്ടും പോകുന്നുണ്ട് മുകളിലോട്ടും പോകുന്നുണ്ട്, ശരിയല്ലേ? ആ കമ്പൈൻഡ് മോഷനാണ് അവൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ കല്ലിനെ മുന്നോട്ട് നയിക്കുന്ന
വെലോസിറ്റിയുടെ കമ്പോണന്റ് ഏതാന്ന് ചോദിക്കും. അതേതാണ് മക്കളെ? അത് യു കോസ് തീറ്റയാണെന്ന് മനസ്സിലാക്കുക. കല്ലിനെ മുന്നോട്ട് നയിക്കുന്ന വെലോസിറ്റിയുടെ കമ്പോണന്റ് ഏതാണ്? അത് യു കോസ് തീറ്റയാണെന്നുള്ള കാര്യം തിരിച്ചറിയുക. കല്ലിനെ മുകളിലോട്ട് കൊണ്ടുപോകുന്ന വെലോസിറ്റിയുടെ കമ്പോണന്റ് ഏതാണ്? അത് യു സൈൻ തീറ്റയാണെന്ന് മനസ്സിലാക്കുക. കല്ലിനെ മുന്നോട്ട് നയിക്കുന്നത് യു കോസ് തീറ്റയാണ്, മുകളിലോട്ട് കൊണ്ടുപോകുന്നത് യു സൈൻ തീറ്റയാണെന്ന് മനസ്സിലാക്കുക. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ദാറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. മുന്നോട്ട് നയിക്കുന്ന യു കോസ് തീറ്റ, മുകളിലോട്ട് കൊണ്ടുപോകുന്ന യു സൈൻ തീറ്റയാണ്. അതിൽ തന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ യു കോസ് തീറ്റ എന്ന് പറയുന്നത് ഓൾവേസ് സെയിം ആയിരിക്കും, അവൻ മാറില്ല. ത്രൂ ഔട്ട് ദ മോഷൻ യു കോസ് തീറ്റ കോൺസ്റ്റന്റ് ആയിരിക്കും, സെയിം ആയിരിക്കും, അവൻ ഒരിക്കലും മാറുകയില്ല. വേരിയിങ് പാരാമീറ്റർ അല്ല, ഇറ്റ് റിമൈൻസ് കോൺസ്റ്റന്റ് ഓൾവേസ്. ആ മോഷനിലുടനീളം യു കോസ് തീറ്റ അഥവാ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും, ഒരു മാറ്റമില്ലാതെ അവൻ തുടരും എന്ന കാര്യം തിരിച്ചറിയുക. പക്ഷേ യു സൈൻ തീറ്റ അങ്ങനെയല്ല, അവൻ എന്താണ്? അവൻ വേരിയിങ് ആണെന്ന് മനസ്സിലാക്കുക. യു സൈൻ തീറ്റ വേരിയിങ് പാരാമീറ്റർ, അവൻ മാറിക്കൊണ്ടിരിക്കും. യു കോസ് തീറ്റ അഥവാ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ത്രൂ ഔട്ട് ദ പ്രൊജക്ടൈൽ മോഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും, അവൻ മാറില്ല. പക്ഷെ യു സൈൻ തീറ്റ അഥവാ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കും, അവനൊരു വേരിയിങ് പാരാമീറ്റർ ആണെന്ന് തിരിച്ചറിയുക. അതായത് പീക്ക് മോസ്റ്റ് പോയിന്റിൽ ഏറ്റവും മുകളിൽ, ഈ കല്ല് ഏറ്റവും മുകളിൽ എത്തുമ്പോൾ അവിടെ യു സൈൻ തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പീക്ക് മോസ്റ്റ് പോയിന്റിൽ യു സൈൻ തീറ്റ 0 ആയിരിക്കും. ഏറ്റവും മുകളിൽ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി അഥവാ യു സൈൻ തീറ്റ എന്തായിരിക്കും? 0 ആയിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. പക്ഷെ അവിടെയും എന്തുണ്ടായിരിക്കും? യു കോസ് തീറ്റ അഥവാ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ഉണ്ടായിരിക്കും. കാരണം യു കോസ് തീറ്റ റിമൈൻസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദ മോഷൻ. ആ മോഷനിലുടനീളം യു കോസ് തീറ്റ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും, ഒരു മാറ്റവും ഉണ്ടാവില്ല. അവൻ കോൺസ്റ്റന്റ് ആണ്, സെയിം ആയിരിക്കും. പക്ഷെ യു സൈൻ തീറ്റ മാറിക്കൊണ്ടിരിക്കും. പീക്ക് മോസ്റ്റ് പോയിന്റിൽ ഏറ്റവും മുകളിൽ യു സൈൻ തീറ്റ 0 ആയിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. ക്ലിയർ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഇനി വേറെ കുറച്ച് പാരാമീറ്റേഴ്സ് കൂടി പരിചയപ്പെടാനുണ്ട്. അതിൽ ഒന്നാമത്തെ പാരാമീറ്റർ, അതിൽ ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന R ആണ്. എന്താണ് R എന്ന് പറഞ്ഞാൽ? R ആണ് ഹൊറിസോണ്ടൽ റേഞ്ച്. ഞാനൊരു കല്ല് വലിച്ചെറിഞ്ഞു, അത് അപ്പുറത്തെ പറമ്പിൽ പോയി വീണു എന്ന് വിചാരിക്കുക. സോ ഞാൻ എറിഞ്ഞ സ്ഥലവും ആ കല്ല് പോയി വീണ സ്ഥലവും തമ്മിലുള്ള ദൂരത്തിനെയാണെന്ന് പറയുക ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുക. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്? ഒരു കല്ല് വലിച്ചെറിഞ്ഞു, അപ്പുറത്ത് പോയി വീണെങ്കിൽ ഞാൻ എറിഞ്ഞ സ്ഥലവും ആ കല്ല് പോയി വീണ സ്ഥലവും തമ്മിലുള്ള ദൂരത്തിനെയാണെന്ന് പറയുക ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുക, ക്യാപിറ്റൽ R. അടുത്തത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന H ആണ്. H എന്ന് പറഞ്ഞാൽ മാക്സിമം ഹൈറ്റ് ആണ്. ആ കല്ല് സഞ്ചരിച്ച പരമാവധി ഉയരത്തിനെയാണെന്ന് പറയുക മാക്സിമം ഹൈറ്റ്. സോ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ്, ആ കല്ല് സഞ്ചരിച്ച പരമാവധി ഉയരത്തിനെ വിളിക്കുന്ന പേരാണ് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ടൈം ഓഫ് ഫ്ലൈറ്റ്, ക്യാപിറ്റൽ T. എന്താ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ? ഇപ്പോൾ ഒരു കല്ല് വലിച്ചെറിഞ്ഞെങ്കിൽ അത് താഴെ വീഴാൻ എടുക്കുന്ന സമയത്തിനെ വിളിക്കുന്ന പേരാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. സോ 3 കാര്യങ്ങളാണ്. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ എറിഞ്ഞ സ്ഥലവും വീണ സ്ഥലവും തമ്മിലുള്ള ദൂരത്തിനെ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയാം. കല്ല് സഞ്ചരിച്ച പരമാവധി ഉയരത്തിനെ മാക്സിമം ഹൈറ്റ് എന്ന് പറയാം. താഴെ വീഴാനെടുത്ത സമയത്തിനെ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? കൃത്യമായിട്ട് മനസ്സിലായില്ലേ? സോ ഈ പാരാമീറ്റേഴ്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. കൃത്യമായിട്ട് മനസ്സിരുത്തി പഠിക്കണം. ഇത് സെറ്റാണെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് എല്ലാവരും ഒരു സ്മൈലി ഇമോജി കമൻറ്റ് ചെയ്യാവോ? നല്ല ഹാപ്പി ആയിട്ട് ചിരിക്കുന്ന ഒരു സ്മൈലി ഇമോജി കാണാം. അല്ലാതെ അതല്ല വേണം, നല്ല പൊട്ടിച്ചിരിക്കുന്നൊരു ഇമോജി ഇട്ടടാ. എങ്കിൽ നമുക്ക് ഗ്രാജുവലി ഡെറിവേഷൻസിലോട്ട് കിടക്കാം. ഈ ചാപ്റ്ററിൽ നിന്ന് ഡെറിവേഷൻസ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് ഈ കാണുന്ന വർഷങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും. നോക്കടാ, 2026 മാർച്ച് പരീക്ഷയിൽ ഉൾപ്പെടെ ഈ കാണുന്ന എല്ലാ ചോദ്യ പേപ്പറുകളിലും ഈ ഡെറിവേഷൻസ് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. നോക്കടാ, എല്ലാ വർഷവും നമുക്ക് എടുക്കാം. 19, 20, 21, 22, 23, 24, 25, 26 ഇതുപോലെ എല്ലാ വർഷവും ഡെറിവേഷൻസ് ഉണ്ട്. എല്ലാ വർഷവും ഇതിൽ നിന്ന് ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ട്. സോ 3 ഡെറിവേഷൻസ് ആണ് ഓൾവേസ് ചോദിക്കുക. ആ 3 ഡെറിവേഷൻസും പഠിക്കാൻ പോവുകയാണ്. ആ 3 ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസും നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഈ 3 എണ്ണമാണ് കണ്ടിന്യൂസ്ലി പരീക്ഷകളിൽ ചോദിക്കുന്നത്. 3 നമ്മൾ ക്രാക്ക് ചെയ്യാൻ പോകുന്നു, 3 നമ്മൾ തകർക്കാൻ പോകുന്നു. റെഡി അല്ലേ? വേടാ, അതിലെ ഫസ്റ്റ് ഡെറിവേഷൻ ഇതാ, ടൈം ഓഫ് ഫ്ലൈറ്റ്.
എന്താ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പഠിച്ചത്? എന്താണ് മക്കളെ ടൈം ഓഫ് ഫ്ലൈറ്റ് പഠിച്ചത്? സിമ്പിൾ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, റൈറ്റ്? ഒരു കല്ല് നമ്മൾ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ആ കല്ല് താഴെ പോയി വീഴാൻ എടുക്കുന്ന സമയത്തിനെയാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുക, ശരിയല്ലേ? കല്ല് താഴെ പോയി വീഴാൻ എടുക്കുന്ന സമയത്തിനെ വിളിക്കുന്ന പേരാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ഓക്കെ, അപ്പോൾ അതിന് മുൻപായിട്ട് എനിക്കൊരു കുഞ്ഞു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഇപ്പം ഞാനൊരു കല്ല് വലിച്ചെറിഞ്ഞു, ആ കല്ല് മുകളിലോട്ട് പോവാൻ 5 സെക്കൻഡ് സമയം എടുത്തു എന്ന് വിചാരിക്കുക. കല്ല് മുകളിൽ നിന്ന് താഴെ വരാൻ എത്ര സമയം എടുക്കും? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? ഒരു കല്ല് ഞാൻ മുകളിലോട്ട് എറിഞ്ഞു, ആ കല്ല് മുകളിലോട്ടെത്താൻ 5 സെക്കൻഡ് സമയം എടുത്തു എന്ന് വിചാരിക്കുക. എങ്കിൽ മുകളിൽ നിന്ന് താഴോട്ട് വരാൻ എത്ര സമയം എടുക്കും? എല്ലാവരും റെസ്പോണ്ട് ചെയ്തേ. മുഴുവൻ അനിയന്മാരും അനിയത്തിമാരും പറഞ്ഞേ. മുകളിലോട്ടെത്താൻ 5 സെക്കൻഡ് സമയമെടുത്തെങ്കിൽ മുകളിൽ നിന്ന് താഴെ എത്താൻ എത്ര സമയമെടുക്കും? പറയുമ്പോഴേക്കും ഞാൻ കുറച്ച് വെള്ളം കുടിക്കാം. പോരട്ടെ മക്കളെ, കമന്റ് ചെയ്യടാ. താഴെ എത്താൻ എത്ര സെക്കൻഡ് എടുക്കും? അതേ സമയം തന്നെയാണ്, 5 സെക്കൻഡ് തന്നെയാണ് എടുക്കുക. മുകളിലോട്ട് പോകാൻ എടുത്ത അതേ സമയം തന്നെയായിരിക്കും താഴോട്ട് വരാനും എടുക്കുക. ടൈം ഓഫ് അസെന്റും ടൈം ഓഫ് ഡിസെന്റും സെയിം ആയിരിക്കും. സോ മുകളിലോട്ട് പോകാൻ ടി സമയം എടുത്തെങ്കിൽ താഴോട്ട് വരാനും ടി സമയം തന്നെയാണ് എടുക്കുക. മുകളിലോട്ട് പോകാൻ ടി സമയം എടുത്തെങ്കിൽ താഴോട്ട് വരാനും ടി സമയമാണ് എടുക്കുക. എങ്കിൽ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്തായിരിക്കും? വേഗം പറ. എങ്കിൽ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്തായിരിക്കും? രണ്ടും കൂടി കൂട്ടുക, ടി പ്ലസ് ടി. ഇപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 2t. ടൈം ഓഫ് ഫ്ലൈറ്റ് 2tക്ക് ഈക്വലന്റ് ആയിരിക്കും, അത് മനസ്സിലാക്കുക. മുകളിലോട്ട് പോവാൻ ടി എന്ന് പറയുന്ന സമയമെടുത്തു, താഴോട്ട് വരാനും ടി എന്ന് പറയുന്ന സമയമെടുക്കും, നമുക്കറിയാം. എങ്കിൽ ടോട്ടൽ ടൈം എന്തായിരിക്കും? ടി പ്ലസ് ടി, ദാറ്റ് ഈസ് 2t. സോ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ 2t ആണെന്നുള്ള കാര്യം മനസ്സിൽ ഉറപ്പിക്കുക. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഫൈൻ, ഓക്കെ, റെഡി. ഇനി അടുത്തടുത്ത കാര്യങ്ങളിലോട്ട് കടക്കുന്നു. ഇതിലെ ഡെറിവേഷനിലോട്ട് കടക്കുന്നതിന് മുമ്പ് എനിക്കൊരു കുഞ്ഞു കാര്യം നിങ്ങളോട് പറയാൻ വിട്ടുപോയി, അതുകൂടി പറയാം. ആ വസ്തുവിൽ ഒരു ആക്സലറേഷൻ ഉണ്ടായിരിക്കും. ആക്സലറേഷൻ എന്തായിരിക്കും? ദാറ്റ് ഈസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. കല്ലിൽ ആക്ട് ചെയ്യുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, ജി ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഞാൻ ഇനീഷ്യലി നൾ വെക്ടർ പറയുമ്പോൾ പഠിപ്പിച്ചിരുന്നു, എങ്കിലും താഴോട്ടായിരിക്കും ആക്സലറേഷൻ, അത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണെന്നുള്ള കാര്യം കൂടി തിരിച്ചറിയുക കേട്ടോ. ഫൈൻ, അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനുണ്ട്. സോ നമ്മളൊരു ഫസ്റ്റ് ഹാഫ് മോഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്, മുഴുവൻ എടുക്കുന്നില്ല, ഫസ്റ്റ് ഹാഫ് മോഷൻ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് ഹാഫ് മോഷൻ, ഓക്കെ, ഫസ്റ്റ് ഹാഫ് മോഷൻ ശ്രദ്ധിക്കടാ. നമുക്കറിയുന്ന ഏറ്റവും ഫെമിലിയർ ആയിരിക്കുന്ന കൈനമാറ്റിക് ഇക്വേഷൻ എന്താണ്? വി ഈക്വൽ ടു യു പ്ലസ് എ ടി. വി ഈക്വൽ ടു യു പ്ലസ് എ ടി ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുത്തു. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഫസ്റ്റ് ഹാഫ് മോഷൻ, അഥവാ ഈ മുകളിൽ ഫസ്റ്റ് ഹാഫ് മോഷൻ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, ആദ്യത്തെ മോഷൻ. സോ ഈ വി ഈക്വൽ ടു യു പ്ലസ് എ ടിയുടെ വെർട്ടിക്കൽ കമ്പോണൻസ് എഴുതിയാലോ? വൈ ഡയറക്ഷനിൽ നമുക്ക് ആ ഇക്വേഷനെ മാറ്റി എഴുതാം, വെർട്ടിക്കൽ ഡയറക്ഷനിൽ മാറ്റി എഴുതാം. സോ ഇക്വേഷനെ വെർട്ടിക്കൽ കമ്പോണൻസ് ആക്കി മാറ്റി എഴുതുകയാണ്. ദാറ്റ് ഈസ് വി വൈ ഈക്വൽ ടു യു വൈ പ്ലസ് എ വൈ ടി. ടൈമിന് പിന്നെ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ഒന്നും ഇല്ലല്ലോ. ഇക്വേഷൻ നമ്പർ 2 കംപ്ലീറ്റ്ലി ഞാൻ ആ പറയുന്ന ഇക്വേഷനെ വൈ ഡയറക്ഷനിലോട്ട് മാറ്റി എഴുതി. ഓക്കെ അല്ലേ? സോ വി വൈ ഈക്വൽ ടു യു വൈ പ്ലസ് എ വൈ ടി. പറടാ മക്കളെ, വെലോസിറ്റിയുടെ വെർട്ടിക്കൽ കമ്പോണന്റ് എന്താണ്? യെസ്, വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അത് യു സൈൻ തീറ്റ അല്ലേ? വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ യു സൈൻ തീറ്റ അല്ലേ? അതെ, ആ യു സൈൻ തീറ്റയുടെ ഫൈനൽ വാല്യൂ ആണ് വി വൈ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഹാഫ് മോഷൻ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ യു സൈൻ തീറ്റയുടെ ഫൈനൽ വാല്യൂ എന്താണ്? ഈ പീക്ക് മോസ്റ്റ് പോയിന്റിൽ യു സൈൻ തീറ്റ എത്രയാണ് പറയണ? അതാണ് ഫൈനൽ വാല്യൂ. എല്ലാവരും റെസ്പോണ്ട് ചെയ്തേ. ഈ പീക്ക് മോസ്റ്റ് പോയിന്റിൽ യു സൈൻ തീറ്റയുടെ വാല്യൂ എത്രയാണ്? ഏറ്റവും മുകളിൽ യു സൈൻ തീറ്റയുടെ വാല്യൂ എത്രയാണ്? എല്ലാവരും റെസ്പോണ്ട് ചെയ്തേ. ഏറ്റവും മുകളിൽ യു സൈൻ തീറ്റയുടെ വാല്യൂ എത്രയാണ്? പീക്ക് മോസ്റ്റ് പോയിന്റിൽ യു സൈൻ തീറ്റയുടെ വാല്യൂ എത്രയാണ്? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാവോ? എത്രയാണ്? ഒരു സംശയവും വേണ്ട, പീക്ക് മോസ്റ്റ് പോയിന്റിൽ യു സൈൻ തീറ്റയുടെ വാല്യൂ 0 ആണ്. സോ യു സൈൻ തീറ്റയുടെ ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 0 അല്ലേ? യെസ്, ഫൈനൽ വാല്യൂ ഓഫ് യു സൈൻ തീറ്റ ഈസ് 0. ഇതാണ് ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത്. സോ അവിടെ യു സൈൻ തീറ്റയുടെ വാല്യൂ 0 ആണ്. സോ വി വൈക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 0. ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 0. ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? അത് യു സൈൻ തീറ്റ തന്നെയാണ്, സംശയം വേണ്ട. ആക്സിലറേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, താഴോട്ടാണ് ആക്സിലറേഷൻ ആക്ട് ചെയ്യുക. ദാറ്റ് ഈസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ എക്ക് പകരം -g എന്ന് കൊടുക്കണം. എക്ക് പകരം -g, കാരണം ആക്സിലറേഷൻ താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ എക്ക് പകരം ഞാൻ എന്ത് റീപ്ലേസ് ചെയ്യാണ്? -g എന്ന് കൊടുക്കുകയാണ്. സോ -gt എന്ന് വരും. ഇക്വേഷൻ നമ്പർ 3 -gt ഇക്വേഷൻ നമ്പർ 3 കൃത്യമായിട്ട് മനസ്സിലായില്ലേ? സോ 0 ഈക്വൽ ടു യു സൈൻ തീറ്റ -gt. ഒന്നുകൂടി ഭംഗിയാക്കട്ടെ, -gt ഇങ്ങോട്ട് കൊണ്ടുവന്നു. സോ ജി ടി ഈക്വൽ ടു എന്ത് വരും? ജി ടി ഈക്വൽ ടു യു സൈൻ തീറ്റ എന്ന് വരും.
ജി ടി ഈക്വൽ ടു യു സൈൻ തീറ്റ ഇക്വേഷൻ നമ്പർ 4. ജി ടി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? യു സൈൻ തീറ്റ എന്ന് വരും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 4. നാലാമത്തെ ഇക്വേഷൻ ജി ടി ഈക്വൽ ടു യു സൈൻ തീറ്റ ഇക്വേഷൻ നമ്പർ 4. ക്ലിയർ അല്ലേ? കൃത്യമായിട്ട് മനസ്സിലായില്ലേ? സംശയമില്ലല്ലോ, ആർക്കും സംശയമില്ല. അടുത്തത് ഇതിൽ നിന്ന് ടൈം കണ്ടുപിടിച്ചാലോ? ടൈം ഈക്വൽ ടു യു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി എന്ന് വരും. ഇക്വേഷൻ നമ്പർ 5. ഇക്വേഷൻ നമ്പർ 5 യു സൈൻ തീറ്റ ബൈ ജി ഇക്വേഷൻ നമ്പർ 5. ടൈം കിട്ടിയില്ലേ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ 2t ആണ്. ശരിയല്ലേ? സോ ഈ കാണുന്ന ടൈമിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ടോട്ടൽ ടൈം അഥവാ ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടുക. ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യട്ടെ. സോ ടൈം ഓഫ് ഫ്ലൈറ്റ് ഈക്വൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താ 2u sin theta divided by g. This is equation number 7. This is our final equation. ഇതാണ് ഇക്വേഷൻ നമ്പർ 7 അഥവാ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുക. ഇത് പഠിച്ചു വെക്കണം. ഇതെല്ലാ അനിയന്മാരും അനിയത്തിമാരും പഠിക്കണം. ദിസ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നിങ്ങൾ ഓരോരുത്തരും പഠിക്കേണ്ടതാണ്. സെറ്റ്. സോ ടൈം ഓഫ് ഫ്ലൈറ്റ് ഈക്വൽ ടു യു സൈൻ തീറ്റ. ഒന്ന് ക്വിക്കായിട്ട് പറഞ്ഞുതരാം. വി ഈക്വൽ ടു യു പ്ലസ് എ ടി നമുക്ക് ഫെമിലിയർ ആയ ഇക്വേഷൻ ആണ്. അതിനെ വൈ ഡയറക്ഷനിലോട്ട് മാറ്റി എഴുതി. സോ വി വൈ ഈക്വൽ ടു യു വൈ പ്ലസ് എ വൈ ടി. സോ വെർട്ടിക്കൽ കമ്പോണന്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ യു സൈൻ തീറ്റയാണ്. സോ ഫസ്റ്റ് ഹാഫ് മോഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതാണ് ഫൈനൽ പോയിന്റ്. സോ യു സൈൻ തീറ്റയുടെ ഫൈനൽ വാല്യൂ എത്രയാണ്? 0 ആണ്. സോ വി വൈക്ക് പകരം 0 കൊടുത്തു. ഇനീഷ്യൽ വാല്യൂ യു സൈൻ തീറ്റ തന്നെയാണ്. ആക്സലറേഷന് പകരം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴോട്ടാണ്. സോ മൈനസ് ജി എന്ന് കൊടുത്തു. മൈനസ് ജി ടി. മൈനസ് ജി ടി ഇടത്തോട്ട് വരുമ്പോൾ പ്ലസ് ആവും. സോ ജി ടി ഈക്വൽ ടു യു സൈൻ തീറ്റ. ടി ഈക്വൽ ടു യു സൈൻ തീറ്റ ബൈ ജി. നമുക്കറിയാം ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ 2t ആണ്. സോ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് 2u സൈൻ തീറ്റ ബൈ ജി. ക്ലിയർ അല്ലേ? സെറ്റ് ആണെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് ഒരു സെറ്റ് മെസ്സേജ് ഇടാവോ? എങ്കിൽ നമുക്ക് അടുത്ത ഡെറിവേഷനിലോട്ട് കിടക്കാം. ഇത് കോൺഫിഡന്റ് ആണെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് ഒരു സെറ്റ് മെസ്സേജ് ഇട്ടാൽ നമുക്ക് അടുത്ത ഡെറിവേഷനിലോട്ട് കിടക്കാം. വാടാ നെക്സ്റ്റ് ഡെറിവേഷൻ ഹിയോ. ഇതാണ് നമ്മുടെ അടുത്ത ഡെറിവേഷൻ. ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ റേഞ്ച്. അടുത്ത ഡെറിവേഷൻ ആരാണ്? അതാണ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുക. വളരെ ലളിതമായ ഡെറിവേഷൻ ആണ്. ഞാൻ ആ കഴിഞ്ഞതിൽ പറഞ്ഞ പോലെ തന്നെ ഒരു കല്ലിനെ നമ്മൾ ഇങ്ങനെ വലിച്ചെറിയാണ്. ആ കല്ല് സഞ്ചരിക്കുന്ന ഹൊറിസോണ്ടൽ ദൂരത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുക. ആ കല്ല് സഞ്ചരിക്കുന്ന ദൂരം അതിനെയാണ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുക. ഫൈൻ, ഓക്കെ. നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് യഥാർത്ഥത്തിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? ഈ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലേ? എറിഞ്ഞ സ്ഥലവും വീണ സ്ഥലവും തമ്മിലുള്ള ദൂരം, ദാറ്റ് ഈസ് എ ഡിസ്പ്ലേസ്മെന്റ്, റൈറ്റ്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ എന്താണ്? ഫെമിലിയർ ആയത് വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ എന്ന് പറയാം വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറയാലോ. ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം എല്ലാവർക്കും അറിയുന്ന ഫെമിലിയർ ആയ ഇക്വേഷൻ ആണ്. വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് നമുക്ക് പറയാം. ഫൈൻ, ഒരു സംശയവും ആർക്കും ഇല്ലല്ലോ, ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഫൈൻ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കടാ, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ റേഞ്ച് ആണ് R. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആ കല്ലിനെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ കാരണമാകുന്ന വെലോസിറ്റി ആരാണ്? ദാറ്റ് ഈസ് യു കോസ് തീറ്റ. ആ കല്ലിനെ ഹൊറിസോണ്ടലി മൂവ് ചെയ്യാൻ മുന്നോട്ട് നയിക്കുന്ന വെലോസിറ്റി ഏതാണ്? ദാറ്റ് ഈസ് യു കോസ് തീറ്റ. സോ ഇവിടെയുള്ള വെലോസിറ്റിയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? യു കോസ് തീറ്റ എന്ന് കൊടുക്കാം. യു കോസ് തീറ്റ. ടൈം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈം, ദാറ്റ് ഈസ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ഇക്വേഷൻ നമ്പർ 1. മക്കളെ, ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് തന്നെയാണ്. സോ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറയാലോ. സോ കല്ലിനെ മുന്നോട്ട് നയിക്കുന്ന വെലോസിറ്റിയുടെ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ യു കോസ് തീറ്റയാണ്. സോ വെലോസിറ്റിക്ക് പകരം യു കോസ് തീറ്റ കൊടുത്തു. ടൈം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ താഴെ വീഴാനെടുക്കുന്ന സമയം, ശരിയല്ലേ? താഴെ വീഴാനെടുക്കുന്ന സമയം, അതിനെ വിളിക്കുന്നവർ ടൈം ഓഫ് ഫ്ലൈറ്റ്, ക്യാപിറ്റൽ T. ഇക്വേഷൻ നമ്പർ 1. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഫർദർ സിംപ്ലിഫിക്കേഷനിലോട്ട് കിടക്കുന്നു. ശ്രദ്ധിക്കടാ. സോ R ഈക്വൽ ടു യു കോസ് തീറ്റ ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റിന് പകരം എന്ത് കൊടുക്കാം? 2u സൈൻ തീറ്റ ബൈ ജി. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചേ ഉള്ളൂ. 2u സൈൻ തീറ്റ ബൈ ജി ഇക്വേഷൻ നമ്പർ 2. 2u സൈൻ തീറ്റ ബൈ ജി ഇക്വേഷൻ നമ്പർ 2. സെറ്റ് അല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണ്. നോക്കടാ, ഇവിടെ ഒരു യു ഉണ്ട്, ഇവിടെ ഒരു യു ഉണ്ട്. നമുക്ക് എന്ത് എഴുതാം? യു ഇൻറ്റു യു, യു സ്ക്വയർ അല്ലേ? സോ ആ രീതിയിൽ മാറ്റി എഴുതുകയാണ്. ശ്രദ്ധിക്കടാ, യു ഇൻറ്റു യു, യു സ്ക്വയർ ആണ്. സോ R ഈസ് ഈക്വൽ ടു യു സ്ക്വയർ. പിന്നെ ബാക്കിയുള്ളത് 2 സൈൻ തീറ്റ കോസ് തീറ്റ മാത്രമേ ബാക്കിയുള്ളൂ. ശരിയല്ലേ? നോക്കിക്കേ, യു ഇൻറ്റു യു നമ്മൾ യു സ്ക്വയർ എഴുതി. പിന്നെ ബാക്കിയുള്ളത് 2 ഉണ്ട്, ഇവിടെ ഒരു സൈൻ തീറ്റ ഉണ്ട്, ഇവിടെ ഒരു കോസ് തീറ്റ ഉണ്ട്. സോ 2 സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഇക്വേഷൻ നമ്പർ 3. എഗെയിൻ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് മാത്സ് അറിയാം എന്നാണ് എൻ്റെ എക്സ്പെക്ടേഷൻ. മാത്സ് അറിയൂലേ? മാത്സ് അറിയോടാ? അറിയുവാണെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തടാ.
എന്താണ് 2 sin തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നത്? വേഗം പറ. 2 sin തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? മാത്സ് അറിയുവാണെങ്കിൽ ഒന്ന് പറ. പൊരട്ടെ സോണിയ പൊന്നോട്ടെ ആൻസർ പറയണം. എന്താണ് 2 sin തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നത്? മാത്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ട്രിഗ്നോമെട്രി നിങ്ങൾ പഠിച്ചിട്ടില്ലേ 10ാം ക്ലാസ്സിലും? അതുപോലെ തന്നെ ഇനി +1 നിങ്ങൾ ഓൾറെഡി ട്രിഗ്നോമെട്രി 1 ഷോട്ട് റിവിഷൻ ലൈവ് കഴിഞ്ഞു. നമ്മുടെ ഷാഹിദ് സാർ പഠിപ്പിച്ചെന്നില്ലേ? എന്താണ് 2 sin തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഈസ് sin 2 തീറ്റയാണ്. അത് sin 2 തീറ്റയാണ്. 2 sin തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അത് sin 2 തീറ്റയാണെന്ന് മനസ്സിലാക്കുക. സോ ഈ കാണുന്ന 2 sin തീറ്റ കോസ് തീറ്റയ്ക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? sin 2 തീറ്റ എന്ന് കൊടുക്കാം. റെഡി അല്ലേ? റീപ്ലേസ് ചെയ്യുന്നുണ്ട്. സോ r ഈസ് ഈക്വൽ ടു u സ്ക്വയർ sin 2 തീറ്റ ഡിവൈഡഡ് ബൈ g. ഇക്വേഷൻ നമ്പർ 4. ഇതാണ് 4ാമത്തെ ഇക്വേഷൻ. u സ്ക്വയർ sin 2 തീറ്റ ബൈ g കഴിയും. ദിസ് ഈസ് വൺ ഓഫ് ദ ഫൈനൽ ഇക്വേഷൻ. ഇതാണ് മെയിൻ ഫൈനൽ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ കൂടിയുണ്ട്. സോ അതുകൂടി ഞാൻ പറഞ്ഞു തരാം. ദിസ് ഈസ് വൺ ഓഫ് ദ ഫൈനൽ ഇക്വേഷൻ. u സ്ക്വയർ sin 2 തീറ്റ ബൈ g പഠിച്ചു വെക്കണം. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയിൽ ചോദിക്കും. r ഈക്വൽ u സ്ക്വയർ sin 2 തീറ്റ ബൈ g. സെറ്റ്. അടുത്ത കാര്യം, എപ്പോഴാണ് ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം ആവുക എന്ന് പരീക്ഷയിൽ ചോദിക്കാം. ഹൊറിസോണ്ടൽ റേഞ്ച് എപ്പോഴാണ് മാക്സിമം ആവുക? നിങ്ങൾക്കറിയണം. എപ്പോഴാണ് മക്കളെ ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം ആവുക? യെസ്, നിങ്ങൾ മനസ്സിലാക്കുക. ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം ആവണമെങ്കിൽ ഈ സൈൻ ഫംഗ്ഷൻ അവൻ്റെ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യണം. സൈനിൻ്റെ മാക്സിമം വാല്യൂ എന്താണ്? ട്രിഗ്നോമെട്രി അറിയാം എന്നാണ് വീണ്ടും എൻ്റെ എക്സ്പെക്ടേഷൻ. സൈനിൻ്റെ മാക്സിമം വാല്യൂ എന്താണ്? സൈനിൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്. സോ ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം ആവണമെങ്കിൽ sin 2 തീറ്റ എന്തായിരിക്കണം? അത് 1 ഇക്വലൻ്റ് ആയിരിക്കണം. എങ്കിലേ ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം ആവുകയുള്ളൂ. ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം ആവണമെങ്കിൽ സൈൻ ഫംഗ്ഷൻ അവൻ്റെ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യണം. സൈനിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ sin 2 തീറ്റ 1 ആവണം. സോ sin 2 തീറ്റയ്ക്ക് 1 കൊടുത്തേടാ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്താ കിട്ടുക? r മാക്സിമം ഈക്വൽ ടു u സ്ക്വയർ ബൈ g. r മാക്സിമം ഈക്വൽ ടു u സ്ക്വയർ ബൈ g. ദിസ് ഈസ് അവർ ഫൈനൽ ഇക്വേഷൻ. മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് r മാക്സിമം ഈക്വൽ ടു u സ്ക്വയർ ബൈ g. ഇതാണ് മറ്റൊരു ഫൈനൽ ഇക്വേഷൻ. ഇക്വേഷൻ നമ്പർ 5 ആയിട്ട് കൊടുക്കാം. ഇറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് ഇക്വേഷൻ നമ്പർ 5. സോ 2 മേജർ ഇക്വേഷൻ ഉണ്ട്. ഒന്നാമത്തെ u സ്ക്വയർ sin 2 തീറ്റ ബൈ g, അടുത്ത u സ്ക്വയർ ബൈ g. രണ്ടും പഠിച്ചു വെക്കണം കേട്ടോ. സെറ്റ്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞു തരട്ടാ. ഏത് ആംഗിളിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴാണ് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് അറ്റൈൻ ചെയ്യാൻ സാധിക്കുക എന്ന് പരീക്ഷയിൽ പലപ്പോഴും ചോദിക്കാറുണ്ട്. അതായത് ഇപ്പോൾ 30 ഡിഗ്രിയിൽ നമ്മളൊരു ജാവലിൻ ത്രോ ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല 40 ഡിഗ്രിയിൽ ത്രോ ചെയ്യുമ്പോൾ പോകുന്ന ദൂരം. അതായിരിക്കില്ല 45 ഡിഗ്രിയിൽ ത്രോ ചെയ്യുമ്പോൾ പോകുന്ന ദൂരം. സോ ഓരോ ആംഗിളിലും പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ വ്യത്യസ്തമായ ഹൊറിസോണ്ടൽ റേഞ്ച് ആയിരിക്കും കവർ ചെയ്യുക. സോ ഏത് ആംഗിളിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴാണ് പരമാവധി ഹൊറിസോണ്ടൽ റേഞ്ച് കവർ ചെയ്യുക എന്ന് പരീക്ഷയിൽ ചോദിക്കാം. ഏത് ആംഗിളിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴാണ് പരമാവധി ഹൊറിസോണ്ടൽ റേഞ്ച് അറ്റൈൻ ചെയ്യുക എന്ന് പരീക്ഷയിൽ ചോദിക്കാം. സോ ആ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് അറ്റൈൻ ചെയ്യാനുള്ള ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. എളുപ്പമാണ്. ഇവിടെ നോക്കടാ, sin 2 തീറ്റ നമ്മൾ എന്തായിട്ട് കൊടുത്തു? sin 2 തീറ്റ 1 ആയിട്ട് കൊടുത്തു. നമുക്ക് എല്ലാവർക്കും അറിയാം സൈനിൻ്റെ ഏത് ആംഗിളാണ് 1 കിട്ടുക? സൈനിൻ്റെ ഏത് ആംഗിളാ 1 ആവുക? 90 ആണ്. ശരിയല്ലേ? സോ sin 90 ഡിഗ്രി ആണ് 1 എന്ന കാര്യം നിങ്ങൾക്കറിയാം. സോ sin 2 തീറ്റയ്ക്ക് 1 ആയി കൊടുത്തു. നമുക്കറിയാം sin 90 ആണ് 1. സോ ഗൈസ് വി ക്യാൻ സിംപ്ലി റൈറ്റ് 2 തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് എഴുതാലോ. സോ തീറ്റ ഈക്വൽ ടു 90/2. സോ തീറ്റ ഈക്വൽ എത്ര പറയാം? 45 ഡിഗ്രി. അതായത് 45 ഡിഗ്രിയിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴാണ് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുക. ഒരു വസ്തുവിനെ 45 ഡിഗ്രിയിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴാണ് അത് അതിൻ്റെ പരമാവധി ഹൊറിസോണ്ടൽ റേഞ്ച് അറ്റൈൻ ചെയ്യുക എന്ന കാര്യം എൻ്റെ അനിയന്മാരെ അനിയത്തിമാരെ നിങ്ങൾ മനസ്സിലാക്കണം. സോ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് അറ്റൈൻ ചെയ്യാനുള്ള ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. അത് 45 ഡിഗ്രിയാണ് എന്ന കാര്യം മനസ്സിനകത്ത് ഉറപ്പിക്കുക. ദാറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. പഠിക്കേണ്ട കാര്യമാണ്, പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതെത്രയാണ്? 45 ഡിഗ്രിയാണ് എന്ന കാര്യം മനസ്സിനകത്ത് അങ്ങ് ഉറപ്പിച്ച് വെക്കുക കേട്ടോ. മുന്നോട്ട് പോയാലോ? സോ ഗൈസ് വി ആർ മൂവിങ് ഫോർവേഡ്. നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എല്ലാവരും കൂടെ നിൽക്കുക. മുഴുവൻ അനിയന്മാരും അനിയത്തിമാരും കൂടെ നിൽക്കുക. വി ആർ മൂവിങ് ഫോർവേഡ്. ഒരു ഡെറിവേഷൻ കൂടി നമുക്ക് ഇതിൻ്റെ ഭാഗത്തിൽ പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഡെറിവേഷൻ ആണ്. ദാറ്റ് ഈസ് മാക്സിമം ഹൈറ്റ്. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. മാക്സിമം ഹൈറ്റ് വളരെ പ്രധാനപ്പെട്ട പരീക്ഷകളിലൊക്കെ ചോദിക്കുന്ന ഒരു ഡെറിവേഷനാണ് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. സോ മാക്സിമം ഹൈറ്റ് നോക്കിയാലോ.
റെഡി അല്ലേ? മാക്സിമം ഹൈറ്റ് നോക്കാം. യെസ്, വാടാ മക്കളെ, നമ്മൾ മാക്സിമം ഹൈറ്റ് നോക്കാൻ പോവുകയാണ്. മാക്സിമം ഹൈറ്റ്. ഒരു കല്ലിങ്ങനെ ഞാൻ വലിച്ചെറിയാണ്, നോക്കണം. കല്ല് വലിച്ചെറിയാണ്. ആ കല്ല് പോകുന്ന പരമാവധി ഉയരം, ആ പരമാവധി ഉയരത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? മാക്സിമം ഹൈറ്റ് എന്ന് പറയുക. സോ ആ മാക്സിമം ഹൈറ്റ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. എഗെയിൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫസ്റ്റ് ഹാഫ് മോഷൻ മാത്രമാണ്. ഫസ്റ്റ് ഹാഫ് മോഷൻ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്ന കാര്യം തിരിച്ചറിയുക കേട്ടോ. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ പറഞ്ഞു തരാൻ നോക്കടാ. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അതാണ് നമ്മുടെ ഇക്വേഷൻ. ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുത്തു. വൈ ആക്സിസിലോട്ട് ആ ഇക്വേഷൻ മാറ്റിയാലോ? കംപ്ലീറ്റ്ലി വൈ കമ്പോണന്റ് ആക്കി മാറ്റുകയാണ്. സോ വി വൈ സ്ക്വയർ ഈക്വൽ ടു യു വൈ സ്ക്വയർ പ്ലസ് 2ay(sy). എല്ലാം വൈ കമ്പോണന്റ് ആക്കി മാറ്റി ഇക്വേഷൻ നമ്പർ 2. എഗെയിൻ എൻ്റെ മക്കളെ നിങ്ങൾ പറയടാ, വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ഏതാണ്? അത് യു സൈൻ തീറ്റയാണ്. യു സൈൻ തീറ്റയുടെ ഫൈനൽ വാല്യൂ എന്താണ്? ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഹാഫ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഫസ്റ്റ് ഹാഫ് മാത്രമേ എടുക്കുന്നുള്ളൂ. സോ യു സൈൻ തീറ്റയുടെ ഫൈനൽ വാല്യൂ എന്താണ്? ഏറ്റവും മുകളിൽ യു സൈൻ തീറ്റയുടെ വാല്യൂ എന്താണ്? ഏറ്റവും മുകളിൽ യു സൈൻ തീറ്റ 0 ആണ്. സോ വി വൈ എന്തായിരിക്കും? വി വൈ 0 ആയിരിക്കും. 0 സ്ക്വയർ ഈക്വൽ ടു യു വൈ എന്തായിരിക്കും? ദാറ്റ് ഈസ് യു സൈൻ തീറ്റ. യു സൈൻ തീറ്റ ഹോൾ സ്ക്വയർ. അടുത്തത് ആക്സിലറേഷൻ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. എ വൈ എന്ന് പറഞ്ഞാൽ -g ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴോട്ടാണ്. സോ എ വൈക്ക് പകരം -g ചെയ്ത് കൊടുക്കാം. എസ് വൈ എന്താണ്? വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ്. പറടാ, വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തിന് ഇക്വലന്റ് ആണ്? അത് മാക്സിമം ഹൈറ്റിന് ഇക്വലന്റ് ആണ്. വൈ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു മാക്സിമം ഹൈറ്റ് h. അത് എച്ചിന് ഇക്വലന്റ് ആണ്. സോ എസ് വൈക്ക് പകരം എന്ത് കൊടുക്കാം? h എന്ന് കൊടുക്കാം. റെഡി അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ -2gh എന്ന് വരും. ഇക്വേഷൻ നമ്പർ 3. 0 സ്ക്വയർ ഈക്വൽ ടു യു സൈൻ തീറ്റ ഹോൾ സ്ക്വയർ -2gh എന്ന് കിട്ടും. റെഡി അല്ലേ? അടുത്തത് ഈ -2gh ഞാൻ ഇടത്തോട്ട് എടുക്കുകയാണ്. -2gh ഇടത്തോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും മക്കളെ? 2gh ആയിട്ട് മാറും, പ്ലസ് ആയിട്ട് മാറും. സോ 2gh ഈക്വൽ ടു യു സൈൻ തീറ്റ ഹോൾ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 4. സ്ക്വയർ അകത്തോട്ട് ഇടുകയാണ്. അപ്പൊ 2gh ഈക്വൽ എന്ത് കിട്ടും? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഇക്വേഷൻ നമ്പർ 5. അപ്പൊ h ഈക്വൽ എന്ത് വരും? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. ഇക്വേഷൻ നമ്പർ 6. ദിസ് ഈസ് അവർ ഫൈനൽ ഇക്വേഷൻ. സോ മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g ആണെന്ന് മനസ്സിലാക്കുക. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ മാക്സിമം ഹൈറ്റ്. ഇതാണ് മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ. എൻ്റെ എല്ലാ അനിയന്മാരും അനിയത്തിമാരും പഠിച്ചിരിക്കണം. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷകളിലൊക്കെ ചോദിക്കാറുണ്ട്. ദിസ് ഈസ് ഇക്വേഷൻ ഫോർ മാക്സിമം ഹൈറ്റ്. ഒരു ഡെറിവേഷൻ കൂടിയുണ്ട്, പക്ഷെ ആ ഡെറിവേഷൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വലിയ പ്രധാനപ്പെട്ടതല്ല. ചിലരുടെ സ്കൂളുകളിലും ചിലപ്പോൾ ആ ഡെറിവേഷൻ പഠിപ്പിച്ചു തരണമെന്നില്ല. ബട്ട് സ്റ്റിൽ എനിക്കത് പഠിപ്പിക്കാൻ ഒരു ആഗ്രഹമുണ്ട്. എനിക്ക് ആ ഡെറിവേഷൻ പഠിപ്പിക്കാൻ ഒരു ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളത് പഠിപ്പിക്കണമല്ലോ, തീർച്ചയായും പഠിപ്പിക്കണം, ഒരു സംശയം വേണ്ട. അത്തരം ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ ആ ഡെറിവേഷൻ എന്തായാലും പഠിപ്പിച്ചിരിക്കും. ഡെറിവേഷൻ്റെ പേര് ഇക്വേഷൻ ഓഫ് പ്രൊജക്റ്റൈൽ എന്നാണ്. എന്താ പേര്? ഇക്വേഷൻ ഓഫ് പ്രൊജക്റ്റൈൽ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര തന്നെ പ്രധാനപ്പെട്ടതല്ല, എങ്കിലും നമ്മൾ പഠിക്കണം, നമുക്ക് അറിയണം ഇക്വേഷൻ ഓഫ് പ്രൊജക്റ്റൈൽ. നാളത്തെ സൂപ്പർ 60 ഇതുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽസ് ഒക്കെ ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ. ചിലപ്പോൾ പരീക്ഷയിൽ ചോദിച്ചാലും നമ്മുടെ കഷ്ടകാലത്തിനെങ്ങാനും ഈ സ്കൂളുകാരെ നടത്തുന്ന യൂണിറ്റ് ടെസ്റ്റിൽ ചിലപ്പോൾ ചോദിക്കണമെന്നില്ല, പക്ഷെ അതിനുശേഷം വരുന്ന ക്രിസ്മസിലും മോഡലിലും പബ്ലിക്കിനും ഒക്കെ വരാം. നമുക്ക് നോക്കാം. സോ ഇക്വേഷൻ ഓഫ് പ്രൊജക്റ്റൈൽ നമ്മൾ ഡെറൈവ് ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിക്കണം, ഒരു കല്ല് എന്നത്തെയും പോലെ ഞാൻ വലിച്ചെറിയുകയാണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷനാണ് S ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at². ബേസിക് ആയ കോമൺ ആയ ഇക്വേഷൻ. അതിന് നമുക്ക് എക്സ് കമ്പോണന്റ് ആക്കാം. ഈ പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എക്സ് ഡയറക്ഷനിലോട്ട് മാറ്റുകയാണ്. സോ ഡിസ്പ്ലേസ്മെന്റ് ഇൻ എക്സ് ഡയറക്ഷൻ ദാറ്റ് ഈസ് എക്സ്. എക്സ് ഈസ് ഈക്വൽ ടു uxt പ്ലസ് ഹാഫ് axt². ഇക്വേഷൻ നമ്പർ 2. എൻ്റെ മക്കളെ, ax എന്താണ്? നിങ്ങളൊന്ന് ആലോചിച്ച് പറ. ax എന്തായിരിക്കും? എക്സ് ഡയറക്ഷനിലുള്ള ആക്സിലറേഷൻ എന്തായിരിക്കും? നമുക്കറിയാം എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞാൽ യു കോസ് തീറ്റയാണ്. എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞാൽ യു കോസ് തീറ്റയാണ്, ശരിയല്ലേ? ഈ യു കോസ് തീറ്റ കോൺസ്റ്റന്റ് ആണ്.
വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞാൽ യു കോസ് തീറ്റ. യു കോസ് തീറ്റ കോൺസ്റ്റന്റ് ആണ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ ആക്സിലറേഷൻ എന്തായിരിക്കും? എല്ലാവരും റെസ്പോണ്ട് ചെയ്തേ. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ ആക്സിലറേഷൻ എന്തായിരിക്കും? ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ ആക്സിലറേഷൻ വിൽ ബി ഈക്വൽ ടു 0. സോ എ എക്സ് എന്തായിരിക്കും? അത് 0 ആയിരിക്കും. കാരണം വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ ആക്സിലറേഷൻ 0 ആയിരിക്കും. സോ എ എക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പൊ പിടിച്ചോ. സോ എക്സ് ഈക്വൽ ടു എ എക്സ് 0 ആണെങ്കിൽ ഈ ടേം കംപ്ലീറ്റ്ലി എന്തായിട്ട് മാറും മക്കളെ? എ എക്സ് 0 ആണെങ്കിൽ ഈ ടേം കംപ്ലീറ്റ്ലി 0 ആയിട്ട് മാറും. ഇറ്റ് ബിക്കം 0. ഫൈൻ. സോ എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? എക്സ് ഈക്വൽ ടു യു എക്സിന് പകരം യു കോസ് തീറ്റ എന്ന് കൊടുക്കുകയാണ്. ഈ സൈഡിൽ എഴുതുന്നുണ്ട് യു എക്സ് ഈക്വൽ ടു യു കോസ് തീറ്റ. റീപ്ലേസ് ചെയ്യുന്നുണ്ടേ. സോ യു കോസ് തീറ്റ ഇൻറ്റു ടി എന്ന് വരും. ഇക്വേഷൻ നമ്പർ 3. യു കോസ് തീറ്റ ഇൻറ്റു ടി ഇക്വേഷൻ നമ്പർ 3. ക്ലിയർ അല്ലേ? അതിൽ നിന്ന് ടി വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ടി ഈക്വൽ ടു എന്താണ്? എക്സ് ഡിവൈഡഡ് ബൈ യു കോസ് തീറ്റ. എക്സ് ഡിവൈഡഡ് ബൈ യു കോസ് തീറ്റ ഇക്വേഷൻ നമ്പർ 4. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? വ്യക്തമായിട്ട് എൻ്റെ എല്ലാ അനിയന്മാർക്കും അനിയത്തിമാർക്കും മനസ്സിലായില്ലേ? എസ് ഈക്വൽ യു ടി പ്ലസ് ഹാഫ് ഇ ടി സ്ക്വയർ എന്ന് പറഞ്ഞ കൈനമാറ്റിക് ഇക്വേഷൻ ആണ്. മോഷൻ്റെ സ്ട്രേറ്റ് ലൈനിൽ നിങ്ങൾ പഠിച്ചതാണ്. സോ അതിനെ എക്സ് ഡയറക്ഷനിലോട്ട് മാറ്റി. സോ എസിന് പകരം ഡിസ്പ്ലേസ്മെന്റിന് എക്സ് ഡയറക്ഷൻ എക്സ് തന്നെ കൊടുത്തു. ദാറ്റ് ഈസ് യു എക്സ് ടി പ്ലസ് ഹാഫ് എ എക്സ് ടി സ്ക്വയർ. യു എക്സ് എന്ന് പറഞ്ഞാൽ യു കോസ് തീറ്റയാണ്. എ എക്സ് എന്തായിരിക്കും? എക്സ് ഡയറക്ഷനിൽ പ്രൊജക്ടൈലിന് ആക്സിലറേഷൻ ഇല്ല. കാരണം എക്സ് ഡയറക്ഷനുള്ള വെലോസിറ്റി ആയി യു കോസ് തീറ്റ കോൺസ്റ്റന്റ് ആണെന്ന് നമ്മൾ തുടക്കത്തിൽ പഠിച്ചു. സോ എക്സ് ഡയറക്ഷണൽ ആക്സിലറേഷൻ എ എക്സ് 0 ആണ്. സോ എ എക്സ് 0 ആണെങ്കിൽ ഈ ടേം കംപ്ലീറ്റ്ലി 0 ആയിട്ട് മാറി. ഓക്കെ അല്ലേ? സോ എക്സ് ഈക്വൽ ടു യു എക്സ് ടി എന്ന് വരും. യു എക്സ് എന്ന് പറഞ്ഞാൽ യു കോസ് തീറ്റ അല്ലേ? സോ യു കോസ് തീറ്റ ഇൻറ്റു ടി എന്ന് വരും. സെക്കൻഡ് ടേം കംപ്ലീറ്റ്ലി 0 ആയിട്ട് മാറി. സോ ടി ഈക്വൽ ടു എന്ത് എഴുതാം? എക്സ് ഡിവൈഡ് ബൈ യു കോസ് തീറ്റ. ഇക്വേഷൻ നമ്പർ 4. അടുത്തത് ഇതേ ഇക്വേഷനെ വൈ ഡയറക്ഷനിലോട്ട് മാറ്റട്ടെ. ഇതേ ഇക്വേഷനെ വൈ ഡയറക്ഷനിലോട്ട് മാറ്റുകയാണ്. സോ വൈ ഇസ് ഈക്വൽ ടു യു വൈ ടി പ്ലസ് ഹാഫ് എ വൈ ടി സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 5. മക്കളെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് യു വൈ എന്താണ്? വെർട്ടിക്കൽ കമ്പോണന്റ് വെലോസിറ്റി. അത് യു സൈൻ തീറ്റയാണ്, നമുക്കറിയാം. അതുപോലെ തന്നെ എ വൈ എന്തിന് ഇക്വലൻ്റ് ആണ്? ദാറ്റ് ഈസ് മൈനസ് ജിക്ക് ഇക്വലൻ്റ് ആണ്. ഓൾറെഡി പഠിച്ചു. എ വൈ എന്ന് പറഞ്ഞാൽ മൈനസ് ജി ഇക്വലൻ്റ് ആണ്. കഴിഞ്ഞ ഡെറിവേഷനിലൊക്കെ നമ്മൾ പഠിച്ചു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ. സോ വൈ ഈക്വൽ ടു യു സൈൻ തീറ്റ ഇൻറ്റു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 6. ഇവിടെ മൈനസ് വരാനുള്ള കാരണം എ വൈക്ക് പകരം മൈനസ് ജി കൊടുക്കുന്നതാണ്. ആ മൈനസിനെ ഫ്രണ്ടിലോട്ട് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. സോ യു സൈൻ തീറ്റ ഇൻറ്റു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്നെഴുതി. അതായത് ജിയുടെ മൈനസ് ഉണ്ടല്ലോ, ആ മൈനസിനെ ഞാൻ ഫ്രണ്ടിലോട്ട് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഹാഫ് ജി ടി സ്ക്വയർ. സെറ്റ് അല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ഇനി ടി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചില്ലേ. ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ടി എന്ന് പറഞ്ഞാൽ എക്സ് ഡിവൈഡ് ബൈ യു കോസ് തീറ്റയാണ്. സോ ഇവിടെയുമുള്ള ടിക്ക് പകരം എക്സ് ഡിവൈഡ് ബൈ യു കോസ് തീറ്റ റീപ്ലേസ് ചെയ്യട്ടെ. ഞാൻ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. സോ വൈ ഈക്വൽ ടു യു സൈൻ തീറ്റ, ടിക്ക് പകരം എക്സ് ഡിവൈഡഡ് ബൈ യു കോസ് തീറ്റ മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ ആണ്. ടിക്ക് പകരം എക്സ് ഡിവൈഡഡ് ബൈ യു കോസ് തീറ്റ ഹോൾ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 7. റെഡി? അടിപൊളിയായിട്ട് കാര്യം മനസ്സിലായി. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? കോൺഫിഡൻ്റ് അല്ലേ? ഇനി നോക്കടാ, കോമൺ ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്യാണ്. യു കട്ട് ചെയ്ത് പോയി. അപ്പോൾ ബാക്കിയുള്ള ടേംസ് നമുക്ക് എഴുതിയാലോ? ബാക്കിയുള്ള ടേംസ് എഴുതുകയാണ്. നോക്കടാ, എല്ലാവരും ശ്രദ്ധിച്ചോ. ഇവിടെയുള്ള ആരാണ്? ഇവിടെ സൈൻ തീറ്റയുണ്ട്, ഇവിടെ ഒരു കോസ് തീറ്റയുണ്ട്. സോ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താണ്? ടാൻ തീറ്റയാണ്. സോ വൈ ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ ഇൻറ്റു എക്സ് മൈനസ് ബാക്കി ആരുള്ളത്? ഒരു ഹാഫ് ഉണ്ട്, ഒരു ജി ഉണ്ട്, പിന്നെ ഒരു എക്സ് ഉണ്ടല്ലോ. അപ്പോൾ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. സ്ക്വയർ അകത്തോട്ടിട്ടാണ്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 8. ദിസ് ഈസ് അവർ ഫൈനൽ ഇക്വേഷൻ. ഇത്രയേ ഉള്ളൂ. അതായത് യു പോയി, ബാക്കി സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയാണ്. ഒരു എക്സ് ഉണ്ട്, അപ്പോൾ ടാൻ തീറ്റ ഇൻറ്റു എക്സ് മൈനസ് ഹാഫ് ജി. ഈ സ്ക്വയർ അകത്തോട്ട് വരുമ്പോൾ എക്സ് സ്ക്വയർ ആവും, താഴെ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ആവും. എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ദാറ്റ്സ് അവർ ഫൈനൽ ഇക്വേഷൻ. ഹാപ്പി അല്ലേ? എല്ലാവർക്കും മനസ്സിലായോടാ? ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒരു ഹാർട്ട് ഇമോജി ഇടാവോ? സോ നമ്മുടെ പ്രൊജക്ടൈൽ മോഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഡെറിവേഷൻസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു.
ടൈം ഓഫ് ഫ്ലൈറ്റ് പഠിച്ചു, മാക്സിമം ഹൈറ്റ് പഠിച്ചു, ഹൊറിസോണ്ടൽ റേഞ്ച് പഠിച്ചു, അവസാനമായിട്ട് ഇതാ ഇക്വേഷൻ ഓഫ് പ്രൊജക്റ്റൈലും പഠിച്ചു. ഈ ഇക്വേഷൻ ഓഫ് പ്രൊജക്റ്റൈൽ ചിലപ്പോൾ പരീക്ഷകൾ എങ്ങനെ ചോദിക്കാറിയോ, പ്രൂവ് ദാറ്റ് പാത്ത് ഓഫ് പ്രൊജക്റ്റൈൽ ഈസ് പാരബോള. അങ്ങനെ ചോദിച്ചാലും ഇത് തന്നെ പറയണം കേട്ടോ. അതായത് പാത്ത് ഓഫ് പ്രൊജക്റ്റൈൽ പാരബോളയാണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാലും, പാത്ത് ഓഫ് പ്രൊജക്റ്റൈൽ പാരബോളയാണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാലും ഇതേ ഡെറിവേഷൻ എഴുതി വെക്കുക, മാറ്റില്ല. പാത്ത് ഓഫ് പ്രൊജക്റ്റൈൽ പാരബോളയാണെന്ന് പറഞ്ഞാലും ഇതേ ഡെറിവേഷൻ തന്നെ എഴുതി വെക്കുക. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഫൈൻ. ഡ്യൂറേഷൻ ഈ പ്രൊജക്റ്റൈൽ മോഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും യൂണിഫോം സർക്കുലർ മോഷനുമായി ഉള്ള പെട്ടെന്ന് തീർക്കാൻ നോക്കാം. റെഡി, സെറ്റാക്കാം. റെഡി, ഇനി നമുക്ക് അടുത്തതിലോട്ട് കടന്നാലോ. അടുത്തത് ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അധികം ചോദ്യങ്ങളില്ല, എങ്കിലും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് എന്തായാലും നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടെ നിൽക്കുക. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കോൺസ്റ്റന്റ് ഇൻ എ പ്രൊജക്റ്റൈൽ മോഷൻ? താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ് ഒരു പ്രൊജക്റ്റൈൽ മോഷനിൽ കോൺസ്റ്റന്റ് ആയിരിക്കുക? ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ആണോ, വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ആണോ, അതോ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ ആണോ? താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ് കോൺസ്റ്റന്റ് ആയിരിക്കുന്നത്? ഒരു സംശയവും എൻ്റെ മക്കൾക്ക് വേണ്ട. ഏതാണ് മക്കളെ കോൺസ്റ്റന്റ് ആയിരിക്കും? എല്ലാവരും റെസ്പോണ്ട് ചെയ്യടാ. താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ് ഒരു പ്രൊജക്റ്റൈൽ മോഷനിൽ കോൺസ്റ്റന്റ് ആയിരിക്കുക? ഒരു സംശയവും നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി അഥവാ യു കോസ് തീറ്റ ആയിരിക്കും കോൺസ്റ്റന്റ്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി അഥവാ യു കോസ് തീറ്റ ആണ് കോൺസ്റ്റന്റ്. പഠിച്ച കാര്യമല്ലേ? തീർച്ചയായും പഠിച്ച കാര്യമാണ്. യു കോസ് തീറ്റ ആയിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കുക ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി. ഫൈൻ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടന്നല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് ഇൻ ടു എയർ അറ്റ് ആൻ ആംഗിൾ തീറ്റ. തീറ്റ ഉണ്ട് കേട്ടോ. സോ തീറ്റ എന്ന് പറയുന്ന ആംഗിളിലാണ് പ്രൊജക്ട് ചെയ്ത് വിത്ത് ഹൊറിസോണ്ടൽ. വാട്ട് ഈസ് ദ ട്രജക്ടറി ഫോളോഡ് ബൈ ദ പ്രൊജക്ടറി? ഞാൻ പറഞ്ഞു, ട്രാജക്ടറി എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? പാത്ത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. സോ പ്രൊജക്ടൈലിന്റെ പാത്തിന്റെ ഷേപ്പ് എന്താണ് എന്നാണ് ചോദ്യം. പറടാ, പ്രൊജക്ടൈലിന്റെ പാത്തിന്റെ ഷേപ്പ് എന്താണ് എന്നാണ് ചോദ്യം. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദ പാത്ത് ഓഫ് പ്രൊജക്ടൈൽ? പ്രൊജക്ടൈലിന്റെ പാത്തിന്റെ ഷേപ്പ് എന്താണ് എന്നതാണ് ചോദ്യം. പറഞ്ഞേ മക്കൾ, എല്ലാവരും റെസ്പോണ്ട് ചെയ്യണം. നമുക്ക് എല്ലാവർക്കും അറിയാതെ പാരബോളയാണ്. The path of projectile is parabola. So option B is the right answer. എന്താണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം എന്ന കാര്യം മനസ്സിലാക്കുക. യെസ്, ഓപ്ഷൻ ബി is the right answer. അടുത്ത, a bullet is fired with a velocity u making an angle 60 degree with the horizontal. The horizontal component of velocity of the bullet when reaches the maximum height. പരമാവധി ഉയരത്തിൽ ആ ബുള്ളറ്റിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എത്രയാണ്? ഒരു ബുള്ളറ്റിനെ 60 ഡിഗ്രിയിൽ നമ്മൾ പ്രൊജക്ട് ചെയ്തു, യു എന്ന് പറയുന്ന ഇനീഷ്യൽ വെലോസിറ്റിയിൽ. എങ്കിൽ മാക്സിമം ഹൈറ്റിലുള്ള ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എത്രയാണെന്ന ചോദ്യം. പലരും ഇതിന്റെ ഉത്തരം 0 എന്ന് പറഞ്ഞു വെക്കാറുണ്ട്. തെറ്റാണ്. കാരണം വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ആണ് 0. ആ മാക്സിമം ഹൈറ്റിലും എന്തുണ്ട്? ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എന്ന് പഠിച്ചില്ലേ? ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ത്രൂ ഔട്ട് ദ പ്രൊജക്ടൈൽ മോഷൻ കോൺസ്റ്റന്റ് ആണെന്ന് പഠിച്ചില്ലേ? തീർച്ചയായും പഠിച്ചു. സോ അവിടെയുള്ള ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എന്നാണ് Vx എന്ന് പറയുന്നത്. ഈസ് യു കോസ് തീറ്റ. യു എത്രയാണ്? യു തന്നെയാണ്. കോസ് തീറ്റ എത്രയാണ്? തീറ്റ 60 ഡിഗ്രി ആണ്. സോ യു ഇൻറ്റു കോസ് 60 1/2 ആണ്. സോ ആൻസർ വിൽ ബി u/2. സോ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എന്താണ് മക്കളെ? അത് u/2 ആണെന്ന് മനസ്സിലാക്കുക. യെസ്, ഇറ്റ് ഈസ് u/2. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ഈസ് u/2. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളൊക്കെ പഠിക്കേണ്ട കാര്യമാണ്. ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ്? ഒരു പ്രൊജക്ടൈലിന്റെ ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റിക്കും ആക്സലറേഷനും ഇടയിലുള്ള ആംഗിൾ എത്രയാണ് എന്നാണ് ചോദ്യം. പഠിക്കേണ്ട ചോദ്യമാണ്. സോ ഞാൻ വേണമെങ്കിൽ ചിത്രം ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി വേണമെങ്കിൽ ചിത്രം വരച്ച് കാണിച്ചു തരാം. ശ്രദ്ധിക്കടാ. റൈറ്റ്, ഒരു പ്രൊജക്ടൈലിന്റെ പാത്ത് കാണിച്ചു തരാം. ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഇനീഷ്യൽ വെലോസിറ്റി യു അല്ലേ? യു കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് ഇനീഷ്യൽ വെലോസിറ്റി യു. ഇതാണ് ഇനീഷ്യൽ വെലോസിറ്റി യു എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എത്രയാണ്? തീറ്റ. യുവിനെ 2 കമ്പോണന്റ് ആക്കാം. u cos theta along x direction and u sin theta along y direction. അവിടെ നിൽക്കട്ടെ. നമ്മൾ വലിച്ചെറിയുന്നത് ഒരു കല്ലിനെയാണെന്ന് വിചാരിക്കുക. കല്ല്. അവർ ചോദിച്ചിരിക്കുന്നത് ആ മാക്സിമം ഹൈറ്റിൽ വെലോസിറ്റിക്കും ആക്സലറേഷനും ഇടയിലുള്ള ആംഗിൾ എത്രയാണെന്ന ചോദ്യം. സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. മാക്സിമം ഹൈറ്റിൽ ഒരേ ഒരു കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ഉണ്ടാവുള്ളൂ. ശരിയല്ലേ? അത് ഏത് കമ്പോണന്റ് ആണ്? ദാറ്റ് ഈസ്
യു കോസ് തീറ്റ എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് മാത്രമേ മാക്സിമം ഹൈറ്റിൽ ഉണ്ടാവുള്ളൂ. വെർട്ടിക്കൽ കമ്പോണൻറ്റ് 0 ആയിരിക്കും. പഠിച്ച കാര്യമാണ്. ആക്സിലറേഷൻ താഴോട്ടാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് ജി ആണ്. ഇവർക്കിടയിൽ ആംഗിൾ എത്രയാണ്? ഒരു സംശയം ഉണ്ടാവില്ല, ഇവർ രണ്ടും പെർപെൻഡിക്കുലർ ആണ്. യു കോസ് തീറ്റയും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും പെർപെൻഡിക്കുലർ ആണ്. എങ്കിൽ ഇവർക്കിടയിൽ ആംഗിൾ എത്രയാണ്? ആംഗിൾ വിൽ ബി 90 ഡിഗ്രി. യെസ്, they are perpendicular, that's why the angle between them is 90 degree. ഇവർക്കിടയിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആയിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. യെസ്, the angle between them is 90 degree. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കേണ്ടതാണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. സെറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. Come on guys. What is the kinetic energy and potential energy of the projectile at the highest point? ഹയസ്റ്റ് പോയിന്റിലുള്ള കൈനറ്റിക് എനർജിയും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജിയും എത്രയാണ് എന്നാണ് ചോദ്യം. ഒരു പ്രൊജക്ടൈലിൻ്റെ ഹയസ്റ്റ് പോയിന്റിലുള്ള കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും എത്രയാണ് എന്നാണ് ചോദ്യം. എളുപ്പമാണ്. ആദ്യം കൈനറ്റിക് എനർജി പിടിക്കാം. കൈനറ്റിക് എനർജിയുടെ ഫോർമുല എന്താണ്? ഹാഫ് എം വി സ്ക്വയർ ആണ്. എല്ലാവർക്കും അറിയാലോ. എസ് സീരീസ് ഹാഫ് എം വി സ്ക്വയർ. സംശയം ഉണ്ടാവില്ല. വി എന്ന് പറഞ്ഞ വെലോസിറ്റി. മക്കളെ, ഹയസ്റ്റ് പോയിന്റിലുള്ള വെലോസിറ്റി എന്താണ്? ഒരേ ഒരു വെലോസിറ്റി മാത്രമേ ഹയസ്റ്റ് പോയിന്റിലുള്ളൂ. ദാറ്റ് ഈസ് യു കോസ് തീറ്റ. സോ ഹാഫ് എം യു കോസ് തീറ്റ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് ഹാഫ് എം യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. സോ കൈനറ്റിക് എനർജി എന്താണ് ഹയസ്റ്റ് പോയിന്റിൽ? ഹാഫ് എം യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. സോ ഹയസ്റ്റ് പോയിന്റിലുള്ള വെലോസിറ്റി കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് എം യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റയാണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, പഠിക്കേണ്ട കാര്യമാണ്. അടുത്ത് പൊട്ടൻഷ്യൽ എനർജി കൂടി കണ്ടുപിടിച്ചാലോ. പൊട്ടൻഷ്യൽ എനർജി വടാ. പൊട്ടൻഷ്യൽ എനർജി വളരെ സിമ്പിളാണ്. ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദാറ്റ് ഈസ് എം ജി എച്ച്. ഇക്വേഷൻ ഈസ് എം ജി എച്ച്. ശരിയല്ലേ? എം ജി എച്ച് ആണ് ഇക്വേഷൻ. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എം ജി എച്ച് ആണ്. എടാ, ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ ഹൈറ്റ് എന്തിന് ഇക്വലൻ്റ് ആയിരിക്കും? ഒരു പ്രൊജക്ടൈൽ ഹയസ്റ്റ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ അവൻ്റെ ഹൈറ്റ് എന്താണ്? നിലത്തുനിന്ന് നോക്കുമ്പോൾ അവൻ്റെ ഹൈറ്റ് മാക്സിമം ഹൈറ്റിന് ഇക്വലൻ്റ് അല്ലേ? സോ എച്ച് എന്ന് പറഞ്ഞാൽ മാക്സിമം ഹൈറ്റിന് ഇക്വലൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2gക്ക് ഇക്വലൻ്റ് ആയിരിക്കും. മാക്സിമം ഹൈറ്റിൽ ഉയരം എന്ന് പറയുന്നത് എച്ചിന് ഇക്വലൻ്റ് ആയിരിക്കും. ക്യാപിറ്റൽ എച്ചിന് ഇക്വലൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2gക്ക് ഇക്വലൻ്റ് ആണ്. സോ ഈ കാണുന്ന എച്ചിന് പകരം നമുക്കത് റീപ്ലേസ് ചെയ്താലോ? വാടാ. സോ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു എം ജി ഇൻറ്റു ഹൈറ്റിന് പകരം യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. കോമൺ ടേംസ് ക്യാൻസൽ ചെയ്യട്ടെ. ജിയും ജിയും ക്യാൻസൽ ചെയ്തു. ഈ 2നെ ഞാൻ കോമൺലി പുറത്തെടുക്കുകയാണ്. സോ 1/2 ആയിട്ട് എടുക്കാം. 1/2 എം യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ദാറ്റ്സ് ഇറ്റ്. 1/2 എം യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഇതാണ് പൊട്ടൻഷ്യൽ എനർജി, ഇതാണ് കൈനറ്റിക് എനർജി. രണ്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. രണ്ടും പ്രധാനപ്പെട്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈൻ. അടുത്തതിലോട്ട് കടന്നാലോ? പടാ, അടുത്തതിലോട്ട് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ 2021 ഇംപ്രൂവ്മെന്റിനും 17 മാർച്ചിനും ചോദിച്ച കോമൺ ആയ ക്വസ്റ്റ്യൻ ആണ്. ആൻ ഒബ്ജക്റ്റ് ഈസ് പ്രൊജക്റ്റഡ് വിത്ത് എ വെലോസിറ്റി യു അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ഹൊറിസോണ്ടൽ. വാട്ട് ഈസ് ദ കണ്ടീഷൻ ടു ഒബ്റ്റെയിൻ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച്? എൻ്റെ എല്ലാ അനിയന്മാരും അനിയത്തിമാരും ഒന്ന് പറയാവോ? മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് ഒബ്റ്റെയിൻ ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ്? ഏത് ആംഗിളിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴാണ് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുക? എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിനകത്ത് റെസ്പോണ്ട് ചെയ്യാവോ? മുഴുവൻ മക്കളും ഒന്ന് കമൻറ്റ് ചെയ്യാവോ? ഏത് ആംഗിളിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴാണ് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടുക? ഒന്ന് ആംഗിൾ ഒന്ന് കമൻറ്റ് ചെയ്തപ്പോഴേക്കും ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. ഏത് ആംഗിളിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴാണ് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടുക? യെസ്, നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്. അത് 45 ഡിഗ്രിയാണ്. യെസ്, ഇറ്റ് ഈസ് 45 ഡിഗ്രി. അതേതാണ്? അത് 45 ഡിഗ്രിയാണ്. യെസ്, 45 ഡിഗ്രിയാണ്. അഭിജിത്ത്, യു ആർ റൈറ്റ്. യെസ്, നിഷാന കറക്റ്റ് ആൻസർ ആണ്. 45 ഡിഗ്രിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വി ഹാവ് ടു ഫൈൻഡ് ദ മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റ് ആണ് കണ്ടുപിടിക്കണം. നമുക്ക് എന്താണ് മാക്സിമം ഹൈറ്റ്? ജി നമുക്ക് 9.8 എടുത്താൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. 10 കൊടുത്താലോ? എളുപ്പത്തിന് വേണ്ടി ഞാൻ 10 കൊടുക്കണം. പരീക്ഷയിൽ എന്താണ് തരുന്നത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ വി ഹാവ് ടു ഫൈൻഡ് ദ മാക്സിമം ഹൈറ്റ്. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ 30 ഡിഗ്രിയാണ്. ഇനീഷ്യൽ വെലോസിറ്റി 8 ആണ്. ജിയുടെ വാല്യൂ 10 ആയിട്ട് അവർ നൽകിയിട്ടുണ്ട്. മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കണം. എളുപ്പമല്ലേ? കണ്ടുപിടിച്ചാലോ? വാടാ. ഗിവൺ ഡാറ്റ അത് എഴുതുകയാണ്. ഇനീഷ്യൽ വെലോസിറ്റി ഈക്വൽ ടു 8 മീറ്റർ പെർ സെക്കൻഡ്. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി. ജി നമുക്ക് 10 ആയിട്ട് എടുക്കാം. സോ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. We have to find maximum height.
മാക്സിമം ഹൈറ്റിൻ്റെ ഫോമുല അറിയാലോ, h ഈക്വൽ എന്താണ്, യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g ആണ്. റെഡി അല്ലേ? ഇക്വേഷൻ എല്ലാവർക്കും ഫെമിലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ h ഈസ് ഈക്വൽ ടു യു എത്രയാണ്, 8 ആണ്. 8 സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ 30 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10. 8ൻ്റെ സ്ക്വയർ എത്രയാണ്, 64 ആണ്. സൈൻ 30 എന്ന് വെച്ചാൽ 1/2, സൈൻ സ്ക്വയർ 30 വെച്ചാൽ 1/4 ഡിവൈഡഡ് ബൈ 20. ക്യാൻസൽ ചെയ്യട്ടെ. 4 64 എത്ര തവണ പോവും, 10 തവണ 40, ബാക്കി 24 തവണ 6 16. സോ 16/20 എന്ന് കിട്ടും. 16/20 ദാറ്റ് ഈസ് 8/10. 8/10. സോ h ഈക്വൽ എത്രയാണ്, 8/10 എന്ന് പറഞ്ഞാൽ 0.8 അല്ലേ, 0.8 മീറ്റർ. സോ മാക്സിമം ഹൈറ്റ് എത്ര കിട്ടി, 0.8 മീറ്റർ എന്ന് കിട്ടി. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. സോ ആൻസർ ഈസ് 0.8 മീറ്റർ. ഡയറക്റ്റായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. പരീക്ഷകളിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പഠിച്ചിരിക്കണം. വെരി 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 ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? ഒരു ക്വസ്റ്റ്യൻ കൂടി, ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊജക്ടൈൽ മോഷനുമായി ബന്ധപ്പെട്ട ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അവസാനത്തെ ചോദ്യമാണ്. θ1 എന്ന് പറയുന്ന ആംഗിൾ 30 ഡിഗ്രിയാണ്. θ2 എത്രയാണ് എന്നാണ് ചോദ്യം. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ രണ്ട് ആംഗിൾ ഓഫ് പ്രൊജക്ഷനും ഹൊറിസോണ്ടൽ റേഞ്ച് സെയിം അല്ലേ? രണ്ട് ആംഗിളിൽ എറിഞ്ഞപ്പോഴും ഹൊറിസോണ്ടൽ റേഞ്ച് രണ്ട് കേസിലും സെയിം ആണ്. യെസ്, ദ ഹൊറിസോണ്ടൽ റേഞ്ച് ഈസ് സെയിം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, രണ്ട് കേസിലും ഹൊറിസോണ്ടൽ റേഞ്ച് ഈക്വൽ ആണെങ്കിൽ ഈ ആംഗിളുകൾക്കിടയിലുള്ള കണക്ഷൻ എന്താണെന്ന് പറഞ്ഞു തരട്ടെ. ദാറ്റ് ഈസ് θ2 ഈക്വൽ ടു 90 മൈനസ് θ1 ആയിരിക്കും. സെയിം ഹൊറിസോണ്ടൽ റേഞ്ച് ആണെങ്കിൽ മറ്റൊന്നും ആലോചിക്കരുത്, θ2 എന്ന് പറഞ്ഞാൽ 90 മൈനസ് θ1 ആയിരിക്കും. ഇപ്പോൾ ഇവിടെ θ2 എത്രയാണെന്ന് പറയടാ, θ2 ഈക്വൽ ടു 90 മൈനസ് θ1 അവർ എത്ര പറയുന്നു, 30 എന്ന് പറയുന്നു. സോ 90 മൈനസ് 30, സോ θ2 ഈക്വൽ എത്ര കിട്ടും, 60 ഡിഗ്രി എന്ന് കിട്ടും, 60 ഡിഗ്രി. അത്രേ ഉള്ളൂ. θ2 ഈക്വൽ ടു 90 ഡിഗ്രി, 60 ഡിഗ്രി. ഇതാണ് ഫോർമുല. θ2 ഈക്വൽ ടു 90 മൈനസ് θ1 ആയിരിക്കും. 90ൽ നിന്ന് ഏത് ആംഗിൾ ആണോ നൽകിയിരിക്കുന്നത് അത് സബ്ട്രാക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. സോ ഇതല്ലാതെ വേറെ കുറച്ച് എക്സാമ്പിൾ പറയാം. ഇപ്പം സെയിം ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്. θ1 എന്ന് പറയുന്നത് 40 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. θ2 എത്രയായിരിക്കും? ഇതേപോലെ തന്നെ 90 മൈനസ് 40 എത്രയായിരിക്കും, 50 ഡിഗ്രി ആയിരിക്കും. ഇപ്പം θ1 എന്ന് പറഞ്ഞാൽ 20 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. അപ്പം θ2 എത്രയായിരിക്കും? θ2 ഈക്വൽ ടു 90 മൈനസ് 20, ആൻസർ 70 ഡിഗ്രി. ഇപ്പം θ1 എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണെങ്കിലോ ഇതേപോലെ തന്നെ പറടാ, θ2 ഈക്വൽ ടു 90 മൈനസ് 60 വിച്ച് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ക്ലിയർ അല്ലേ? ഇതാണ് അതിൻ്റെ ലോജിക് എന്ന് പറയുക. സെയിം ഹൊറിസോണ്ടൽ റേഞ്ച് ആണെങ്കിൽ സെക്കൻഡ് ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ 90ൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. ഇപ്പോൾ θ1 30 ആണെങ്കിൽ 90 മൈനസ് 30, ആൻസർ ഈ 60 ഡിഗ്രി. സോ ഇവിടെയുള്ള ഉത്തരം എത്രയാണ്? ഇവിടെയുള്ള ഉത്തരം 60 ഡിഗ്രിയാണ്. ഏത് ആംഗിൾ നൽകിയാലും ഇതേ ഫോർമുല തന്നെയാണ്. ഇപ്പോൾ 40, 20, 60 ഏത് ആംഗിൾ നൽകിയാലും സെയിം ഹൊറിസോണ്ടൽ റേഞ്ച് ആണെങ്കിൽ മറ്റൊരു ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 90ൽ നിന്ന് ഗിവൺ ആംഗിളിനെ സബ്ട്രാക്ട് ചെയ്താൽ മാത്രം മതി, നമുക്ക് ആൻസർ കിട്ടും. റെഡിയല്ലേ? ഇനി നമുക്ക് നമ്മുടെ അടുത്ത കാര്യങ്ങൾ ലാസ്റ്റ് ടോപ്പിക്കിലോട്ട് കിടക്കുകയാണ്. ലാസ്റ്റ് ടോപ്പിക് ഒരു 15 മിനിറ്റിൽ നമുക്ക് തീർക്കാൻ പറ്റും. ഏറിപ്പോയ 20 മിനിറ്റ്, അതായത് മാക്സിമം 10:10 നമ്മുടെ ലൈവ് തീരും. അതിനുമുമ്പ് എനിക്കൊരു കുഞ്ഞു കാര്യം പറയാനുണ്ട്. ഒരു ഗിവ് അവേ ഉണ്ട്. അതായത് ഈ വരുന്ന ഓഗസ്റ്റ് 31 മുൻപായിട്ട് നമ്മുടെ അഗ്നി ബാച്ചിനകത്ത് നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ അവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്ക്, ലക്കി വിന്നേഴ്സിന് 5 സ്മാർട്ട് വാച്ച്, അതുപോലെ തന്നെ സൈലത്തിൻ്റെ ബാഗ് തുടങ്ങിയവ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. സോ ഓൾറെഡി എക്സിസ്റ്റിംഗ് സ്റ്റുഡൻസിനും ഈ ഓഫർ ബാധകമാണ്. ഈ ഒരു ഗിവ് അവേ ഓഫർ ബാധകമാണ്. ഏപ്രിൽ 21 മുതൽ ഓഗസ്റ്റ് 31 വരെ അഡ്മിഷൻ എടുക്കുന്നവർക്കാണ് ഈ പറയുന്ന ഓഫർ. കാരണം എന്താണെന്ന് വെച്ചാൽ ഏപ്രിൽ 21 വരെ അഡ്മിഷൻ എടുത്തവർക്ക് ഓൾറെഡി ഒരു ഗിവ് അവേ കൊടുത്തിരുന്നു. സോ അതിനുശേഷം അഡ്മിഷൻ എടുക്കുന്നവരിൽ നിന്നാണ് ഈ പറയുന്ന ഗിവ് അവേക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. സോ ഇനിയും നമ്മുടെ അഗ്നി ബാച്ചിൽ ഓഫർ പ്രൈസോടുകൂടി അഡ്മിഷൻ എടുക്കുന്നവർ ഉടനെ എടുക്കുക. കാരണം ഓഗസ്റ്റ് 31 വരെ മാത്രമേ ഇത് അപ്ലിക്കബിൾ ആയിരിക്കുന്നുള്ളൂ. സോ എത്രയും പെട്ടെന്ന് ആ പറയുന്ന ഓണം ഓഫറോടുകൂടി അഡ്മിഷൻ എടുക്കുക. ആഗ്രഹമുള്ളവരെല്ലാവരും വരിക, ഗംഭീരമായിട്ട് നമുക്ക് പഠിക്കാം, ഉഷാറാക്കാം കേട്ടോ. ഇനി നമ്മുടെ കാര്യങ്ങളിലോട്ട് കിടക്കുന്നു, ലാസ്റ്റ് ടോപ്പിക്കിലോട്ട് കിടക്കുന്നു. അറ്റ്ലീസ്റ്റ് യൂണിഫോം സർക്കുലർ മോഷൻ. നമ്മുടെ അവസാന ടോപ്പിക്കാണ് യൂണിഫോം സർക്കുലർ മോഷൻ. എന്താണ് യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ, ഒരു വസ്തു കോൺസ്റ്റന്റ് സ്പീഡിൽ സർക്കുലർ പാത്തിലൂടെ കറങ്ങുകയാണെങ്കിൽ അവൻ്റെ മോഷനെ വിളിക്കുന്ന പേരാണ് യൂണിഫോം സർക്കുലർ മോഷൻ. ഒരു വസ്തു കോൺസ്റ്റന്റ് സ്പീഡിൽ സർക്കുലർ പാത്തിലൂടെ കറങ്ങുകയാണെങ്കിൽ അവൻ്റെ മോഷനെയാണെന്ന് പറയുക യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുക. സ്പീഡ് കോൺസ്റ്റന്റ് ആയിരിക്കും, അത്രയേ ഉള്ളൂ.
ഓക്കെ, അതുപോലെ തന്നെ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം ഇവിടെയാണ് ആ വസ്തു എന്ന് വിചാരിക്കുക. സോ ഈ സർക്കുലർ പാത്തിൽ എവിടെയെങ്കിലും അതിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ പിടിക്കണമെങ്കിൽ വളരെ എളുപ്പമാണ്. ആ സർക്കുലർ പാത്തിന് ഒരു ടാൻജന്റ് വരച്ചാൽ മതി. വെലോസിറ്റി ഈസ് ഓൾവേസ് ടാൻജൻഷ്യൽ ടു ദ സർക്കുലർ പാത്ത്. സർക്കുലർ പാത്തിന് ഓൾവേസ് ടാൻജൻഷ്യൽ ആയിരിക്കും. മറ്റൊരു പോയിന്റ് എടുത്തു, ഇവിടെയാണ് ആ വസ്തു എങ്കിൽ അവിടെയുള്ള വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ വളരെ എളുപ്പമാണ്. ദാ ഈ പോയിന്റിന് എന്ത് വരച്ചാൽ മതി? ഒരു ടാൻജന്റ് വരച്ചാൽ മതി. സോ വെലോസിറ്റി ഈസ് ഓൾവേസ് ടാൻജൻഷ്യൽ ടു ദ സർക്കുലർ പാത്ത്. സോ വെലോസിറ്റി വി ഡാഷ് കൊടുത്തു. അടുത്ത പോയിന്റ്, ഇപ്പം ഇവിടെയാണ് വസ്തു എങ്കിൽ അവിടെയുള്ള വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ആ പോയിന്റിന് ഒരു ടാൻജന്റ് വരച്ചാൽ മതി. നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. കാര്യം മനസ്സിലായി? വി ഡബിൾ ഡാഷ്. അപ്പം നിങ്ങൾക്ക് തോന്നുന്ന അടുത്തൊരു കാര്യം, സാർ വെലോസിറ്റി, സാർ ഫസ്റ്റ് കേസിൽ വി ഡാഷ് എന്ന് കൊടുത്തു, സെക്കൻഡിൽ വി ഡാഷ് എന്ന് കൊടുത്തു, അടുത്ത വി ഡബിൾ ഡാഷ് കൊടുത്തു. അതെന്താ അങ്ങനെ കൊടുക്കുന്നത്? ഇവിടെ സ്പീഡ് മാത്രമേ മക്കളെ കോൺസ്റ്റന്റ് ആയിരിക്കുന്നുള്ളൂ. വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, അവന് ഡയറക്ഷൻ ഉണ്ട്. സോ ഓരോ കേസിലും വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറുന്നുണ്ട്. സോ അതുകൊണ്ട് വെലോസിറ്റി മാറുന്നുണ്ട്. അതിനാലാണ് വിയും വി ഡാഷും വി ഡബിൾ ഡാഷും കൊടുത്ത് വെലോസിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ടത് വെലോസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഓൾവേസ് ടാൻജൻഷ്യൽ ടു ദ സർക്കുലർ പാത്ത്. സർക്കുലർ പാത്തിന് ടാൻജൻഷ്യൽ ആയിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. ഒരു വസ്തു യൂണിഫോം സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അവൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സർക്കുലർ പാത്തിന് ടാൻജൻഷ്യൽ ആയിരിക്കും എന്ന കാര്യം മനസ്സിനകത്ത് ഉറപ്പിച്ചു വെക്കുക. ദാറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. വളരെ പ്രധാനപ്പെട്ടതാണ്, പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഫൈൻ. ഓക്കെ, അടുത്തത് ആ യൂണിഫോം സർക്കുലർ മോഷൻ എക്സിബിറ്റ് ചെയ്യുന്ന വസ്തുവിൻ്റെ ആക്സിലറേഷൻ. ആ ആക്സിലറേഷൻ എപ്പോഴും റേഡിയലി ഇൻവേർഡ് ആയിരിക്കും, അകത്തോട്ടായിരിക്കും. ആക്സിലറേഷനെ വിളിക്കുന്നവർ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ, AC എന്നാണ്. സോ ആക്സിലറേഷനെ വിളിക്കുന്നവർ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ, ദാറ്റ് ഈസ് AC. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കോമൺ കാര്യമാണ്, ഒരു വസ്തു സർക്കുലർ പാത്തിലൂടെ കറങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ സർക്കുലർ മോഷൻ എക്സിബിറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും ടുവേർഡ്സ് സെന്റർ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണ്ടേ? യെസ്, തീർച്ചയായും വേണം. ആ ഫോഴ്സിനെ കൂടി വിളിക്കുന്ന പേര് നിങ്ങൾ അറിഞ്ഞു വെച്ചോ, ദാറ്റ് ഈസ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ആക്സലറേഷനെ വിളിക്കുന്ന പേര് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്നാണ്. അതുപോലെ തന്നെ സെന്ററിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേര് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്നാണ്. ക്ലിയർ അല്ലേ? വെരി 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 ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് പറയുന്നത്. സോ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ സ്പീഡ് കോൺസ്റ്റന്റ് ആയിരിക്കും, വെലോസിറ്റി ടാൻജൻഷ്യൽ ആയിരിക്കും. ആക്സലറേഷനെ വിളിക്കുന്നവർ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്നാണ്. അവൻ്റെ ഡയറക്ഷൻ റേഡിയലി ഇൻവേർഡ് ആയിരിക്കും അല്ലെങ്കിൽ ടുവേർഡ്സ് ദ സെന്റർ ആയിരിക്കും. അതുപോലെ തന്നെ അവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. കാരണം സർക്കുലർ പാത്തിൽ ആ ഫോഴ്സ് ആക്ട് ചെയ്താൽ മാത്രമേ സർക്കുലർ പാത്തിലൂടെ അത് കറങ്ങാൻ സാധിക്കത്തുള്ളൂ. സോ ആ ഫോഴ്സിനെ വിളിക്കുന്നവർ സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. യൂണിഫോം സർക്കുലർ മോഷൻ ഉദാഹരണം എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റുകളുടെ മോഷൻ. സാറ്റലൈറ്റ് മൂവിംഗ് ഇൻ എ സർക്കുലർ ഓർബിറ്റ്, അത് എന്തൊരു ഉദാഹരണമാണ്? യൂണിഫോം സർക്കുലർ മോഷൻ ഉദാഹരണമാണ് എന്ന കാര്യം തിരിച്ചറിയുക. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അടുത്ത ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പാരാമീറ്റേഴ്സ് നോക്കാം. ഒന്നാമത്തെ ആംഗുലർ വെലോസിറ്റി. എന്താണ് ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? സർക്കുലർ മോഷൻ. ഇപ്പോൾ ഈ സർക്കുലർ പാത്തിലൂടെ ഒരു വസ്തു കറങ്ങിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അവൻ്റെ ഓരോ പൊസിഷൻസ് ഒന്ന് മാർക്ക് ചെയ്ത് തരാം. ഇതാണ് ഫസ്റ്റ് പൊസിഷൻ, P എന്ന് വിളിക്കാം. സെക്കൻഡ് പൊസിഷൻ Q. അവൻ്റെ ഡിസ്പ്ലേസ്മെന്റ് സാധാരണ ഡിസ്പ്ലേസ്മെന്റ് അല്ല, ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ തീറ്റ. കാരണം സർക്കുലർ മോഷൻ എക്സിബിറ്റ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ്, ദാറ്റ് ഈസ് ഡെൽറ്റ തീറ്റ എന്നാണ് പറയുക. സാധാരണ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്നാണ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേ? ഇവിടെയുള്ള ഡിസ്പ്ലേസ്മെന്റ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ തീറ്റ, ടൈം ഡെൽറ്റ ടി. സോ ആംഗുലർ വെലോസിറ്റി എന്തായിരിക്കും? ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി ആയിരിക്കും. യൂണിറ്റ് എന്താണ് വരിക? ഡെൽറ്റ തീറ്റ ആംഗിൾ, പ്ലെയിൻ ആംഗിൾ. പ്ലെയിൻ ആംഗിളിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിൽ പഠിച്ചു, ദാറ്റ് ഈസ് റേഡിയൻ. ടൈമിന്റെ സെക്കൻഡ്, സോ റേഡിയൻ പെർ സെക്കൻഡ് ആയിരിക്കും ആംഗുലർ വെലോസിറ്റിയുടെ യൂണിറ്റ് വരിക. സോ ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കുലർ മോഷൻ എക്സിബിറ്റ് ചെയ്യുന്ന ഒരു വസ്തുവിന്റെ വെലോസിറ്റിയെ വിളിക്കുന്ന പേരാണ് ആംഗുലർ വെലോസിറ്റി എന്ന് പറയുക. സാധാരണ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ആംഗുലർ വെലോസിറ്റി ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. സോ ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി എന്ന് വരും. ആംഗിളിന്റെ യൂണിറ്റ് റേഡിയൻ ആണ്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിൽ പഠിച്ചു. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. സോ ആംഗുലർ വെലോസിറ്റിയുടെ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അടുത്തത് നെക്സ്റ്റ് വൺ ടൈം പീരീഡും ഫ്രീക്വൻസി ആണ്. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു തവണ സർക്കുലർ പാത്തിലൂടെ കറങ്ങി വരാൻ എടുക്കുന്ന സമയത്തിനെയാണെന്ന് പറയുക ടൈം പീരീഡ് എന്ന് പറയുക. ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ റവല്യൂഷൻ. ഒരു തവണ സർക്കുലർ പാത്തിലൂടെ കറങ്ങി വരാൻ എത്ര സമയമെടുക്കും അതിനെയാണെന്ന് പറയുക ടൈം പീരീഡ് എന്ന് പറയുക. ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ റവല്യൂഷൻ. ഒരു തവണ കറങ്ങാൻ എടുക്കുന്ന സമയത്തിനെയാണെന്ന് പറയുക ടൈം പീരീഡ് എന്ന് പറയുക. ദാറ്റ് ഈസ് T = 2π/ω. ഇക്വേഷൻ പഠിച്ചു വെച്ചോ. യൂണിറ്റ് എന്തായിരിക്കും? സമയമായതിനാൽ തന്നെ യൂണിറ്റ് വരുന്നത് സെക്കൻഡിലാണ്. അടുത്തതാണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി കൂടി എല്ലാവരും മനസ്സിലാക്കുക. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ
നമ്പർ ഓഫ് റെവല്യൂഷൻസ് പെർ സെക്കൻഡ്, അതായത് ഒരു സെക്കൻഡിൽ എത്ര തവണ കറങ്ങുന്നു എന്നതിനെയാണ് ഫ്രീക്വൻസി എന്ന് പറയുക. ഫ്രീക്വൻസി ഈസ് ദ നമ്പർ ഓഫ് റെവല്യൂഷൻസ് പെർ സെക്കൻഡ്. സോ അവന്റെ ഇക്വേഷൻ 1 ടൈം പീരീഡ് ആണ് കേട്ടോ. റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് ആണ് ഫ്രീക്വൻസി വരിക. യൂണിറ്റ് വരുന്നത് ഹെർട്സ് ആണ് കേട്ടോ. യൂണിറ്റ് ഈസ് ഹെർട്സ്. സോ കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൺഫ്യൂഷൻ വേണ്ട. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു തവണ കറങ്ങാൻ എടുക്കുന്ന സമയമാണ് ടൈം പീരീഡ്. ഒരു സെക്കൻഡിൽ എത്ര തവണ കറങ്ങും എന്നതിനെയാണെന്ന് പറയുക ഫ്രീക്വൻസി എന്ന് പറയുക. രണ്ടും നിങ്ങളുടെ മനസ്സിൽ വേണം. രണ്ടും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. നെക്സ്റ്റ് വൺ, ഒരു കുഞ്ഞ് ഡെറിവേഷനിലോട്ട് കിടക്കാം. പരീക്ഷകളിൽ അധികം ഒന്നും കണ്ടുവരാത്ത, പക്ഷേ നിങ്ങൾ ഓരോരുത്തരും പഠിക്കേണ്ട ഒരു കുഞ്ഞ് ഡെറിവേഷൻ. റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലർ വെലോസിറ്റി. ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിലുള്ള ബന്ധമാണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ലീനിയർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ v ആണ്, ആംഗുലർ വെലോസിറ്റി ഒമേഗയാണ്. സോ ഇവർ തമ്മിലുള്ള കണക്ഷനാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്, റൈറ്റ്? സോ ഒരു വസ്തു സർക്കുലർ പാത്തിലൂടെ കറങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ അതിൻ്റെ ഇനീഷ്യൽ പോയിന്റ് P ആണ്, ഫൈനൽ പോയിന്റ് Q ആണ്, ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ തീറ്റ ആണ്, റേഡിയസ് ഓഫ് ദ സർക്കുലർ പാത്ത് R ആണെന്ന് വിചാരിക്കുക. സോ വെലോസിറ്റി കൂടി നമുക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. ഈ വെലോസിറ്റി വിയും ഇത് v ഡാഷും ആയിട്ട് മാർക്ക് ചെയ്യാം, കുഴപ്പമില്ല, സെറ്റ്. സോ നമുക്ക് ഇവ രണ്ടും തമ്മിലുള്ള റിലേഷൻ നമുക്ക് ബിൽഡ് ചെയ്യാം. വളരെ എളുപ്പമാണോ എന്ന് ശ്രദ്ധിക്കണം. സോ ആംഗുലർ വെലോസിറ്റി ഇക്വേഷൻ എന്താണ്? ഒമേഗ ഈക്വൽ ടു ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി. റെഡി അല്ലേ? ഒമേഗ ഈക്വൽ ടു ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുത്തു. അടുത്ത് ഡെൽറ്റ തീറ്റ ആംഗിൾ അല്ലേ? യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിൽ പ്ലെയിൻ ആംഗിളിന്റെ ഫോർമുല പഠിച്ചു. എന്താ ആംഗിളിന്റെ ഫോർമുല? നമുക്ക് എല്ലാവർക്കും അറിയാം, ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്. ശരിയല്ലേ? ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസ് ആണ് ഫോർമുല. നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിൽ പഠിച്ചാണ് ഇക്വേഷൻ നമ്പർ 2. അതായത് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ആംഗിൾ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് എന്ന ഫോർമുല എല്ലാവർക്കും ഫെമിലിയർ അല്ലേ? ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. സോ ഡെൽറ്റ തീറ്റ ഈക്വൽ ടു എന്താ എഴുതാൻ പാടാ? ഡെൽറ്റ തീറ്റ ഈക്വൽ ടു ആർക്ക് ലെങ്ത് എന്താണ് മക്കളെ? ഇതാണ് ആർക്കിന്റെ നീളം. സോ ആർക്ക് ലെങ്ത് എന്താണ്? PQ ആണ്, ശരിയല്ലേ? ആർക്ക് ലെങ്ത് ഈസ് PQ. ആർക്ക് ലെങ്ത്തിന് വരെ എന്ത് കൊടുക്കാം? PQ എന്ന് കൊടുക്കാം. സോ PQ ഡിവൈഡഡ് ബൈ റേഡിയസ് ക്യാപിറ്റൽ R ആണ്. റേഡിയസ് ഈസ് ക്യാപിറ്റൽ R. ഇക്വേഷൻ നമ്പർ 3. ഇതാണ് മൂന്നാമത്തെ ഇക്വേഷൻ. അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? കോൺഫിഡൻ്റ് അല്ലേ? ഇനി എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറയുന്ന ഡെൽറ്റ തീറ്റ എടുത്ത് മുകളിലുള്ള ഇക്വേഷൻ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. ഈ ഡെൽറ്റ തീറ്റയ്ക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ മുകളിലുള്ള ഡെൽറ്റ തീറ്റയ്ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കാൻ പോവാണ്? PQ ബൈ R എന്ന രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. റെഡി അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇക്വേഷൻ എന്ത് കിട്ടും നോക്കടാ? ഒമേഗ ഈക്വൽ ടു ഡെൽറ്റ തീറ്റയ്ക്ക് പകരം PQ ബൈ R കൊടുക്കാലോ. സോ PQ ബൈ R ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് വരും. ഇക്വേഷൻ നമ്പർ 4 നോക്കടാ. ഈ കാണുന്ന ഡെൽറ്റ തീറ്റയ്ക്ക് പകരം നമ്മൾ PQ ബൈ R എന്ന് കൊടുത്തു. അപ്പോൾ PQ ബൈ R ഹോൾ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. അടുത്ത സ്റ്റെപ്പ് വളരെ സിമ്പിൾ ആയിരിക്കും. ഡെൽറ്റ ടീനെ മുകളിലോട്ട് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒമേഗ ഈക്വൽ ടു PQ ഡിവൈഡഡ് ബൈ R ഡെൽറ്റ ടി. ഇക്വേഷൻ നമ്പർ 5. PQ ഡിവൈഡ് ബൈ R ഡെൽറ്റ ടി, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 5. കോൺഫിഡൻ്റ് അല്ലേ? സെറ്റ് അല്ലേ? ഹാപ്പി അല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പുകൾ ഒരു സ്പെഷ്യൽ കണ്ടീഷൻ ആണ്. ദാറ്റ് ഈസ് വെൻ ടൈം ഇൻറ്റർവൽ ടെൻസ് ടു 0. സമയം വളരെ ചെറുതാവുമ്പോൾ, ടൈം ഇൻറ്റർവൽ വളരെ 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 ചെറുതാവുമ്പോൾ എന്ത് മാറ്റമാണ് ഇക്വേഷനിൽ വരിക? സോ വളരെ ചെറിയ സമയത്ത് ഒരിക്കലും ഇത്ര വലിയ ആർക്ക് അവന് കവർ ചെയ്യാൻ പറ്റൂല, ശരിയല്ലേ? സമയം വളരെ ചെറുതാവുമ്പോൾ ഇത്ര വലിയ ആർക്ക് കവർ ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും സാധിക്കില്ല. കുഞ്ഞു ദൂരമായിരിക്കും കവർ ചെയ്യാൻ പറ്റുക. സോ ടൈം ഇൻറ്റർവൽ വളരെ ചെറുതാവുമ്പോൾ ആ പാർട്ടിക്കിൾ മേ ബി വളരെ ചെറിയ ദൂരമായിരിക്കും കവർ ചെയ്യാൻ പറ്റുക. മേ ബി ദ ഡിസ്റ്റൻസ് വിൽ ബി ലൈക്ക് ദിസ്. ഇതുപോലൊരു കുഞ്ഞു ദൂരമായിരിക്കും അവന് കവർ ചെയ്യാൻ പറ്റുക. ഒരിക്കലും വലിയൊരു ആർക്ക് കവർ ചെയ്യാൻ സാധിക്കില്ല, ശരിയല്ലേ? ഒരിക്കലും ഒരു ആർക്ക് കവർ ചെയ്യാൻ പറ്റില്ല, ഒരു കുഞ്ഞു ദൂരമായിരിക്കും കവർ ചെയ്യാൻ പറ്റുക. സോ ഈ സ്മോൾ ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡെൽറ്റ ആർ എന്ന് വിളിക്കാം. ഈ കുഞ്ഞു ദൂരത്തിന് നമുക്ക് എന്ത് വിളിക്കാം? ഡെൽറ്റ ആർ എന്ന് വിളിക്കാം. കാരണം അവന് ആ ഒരു സ്മോൾ ടൈം ഇൻറ്റർവലിൽ ഒരിക്കലും ഇത്ര വലിയ ആർക്ക് കവർ ചെയ്യാൻ പറ്റില്ല, ഒരു കുഞ്ഞു ദൂരമായിരിക്കും ട്രാവൽ ചെയ്യാൻ പറ്റുക. അതൊരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്. സോ അവനെ ഡെൽറ്റ ആർ എന്ന് വിളിക്കാം. ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് ഡെൽറ്റ ആർ. സോ ടൈം ഇൻറ്റർവൽ ടെൻസ് ടു 0 ആവുമ്പോൾ നമുക്ക് എന്ത് റീപ്ലേസ് ചെയ്യാം? ശ്രദ്ധിക്കടാ. PQ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഡെൽറ്റ ആർ. PQ എന്ന് പറയുന്ന ദൂരം എന്തിന് അപ്രോക്സിമേറ്റ്ലി ഈക്വലന്റ് ആണ്? ഡെൽറ്റ ആറിന് അപ്രോക്സിമേറ്റ്ലി ഈക്വലന്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം. സോ PQ ക്യാൻ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഡെൽറ്റ ആർ എന്ന രീതിയിൽ നമുക്ക് മാറ്റാം. ക്ലിയർ അല്ലേ? കൃത്യമായിട്ട് മനസ്സിലായില്ലേ? സംശയം, ഒരു തരി സംശയമില്ലാലോ? സെറ്റ്, റെഡി? അപ്പോൾ ശ്രദ്ധിക്കടാ, ഈ ഇക്വേഷൻ മാറ്റുകയാണ്. സോ ഒമേഗ ഈക്വൽ ടു PQന് പകരം എന്ത് കൊടുക്കാം? ഡെൽറ്റ ആർ എന്ന് കൊടുക്കാം. സോ ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ R ഡെൽറ്റ ടി. റീഅറേഞ്ച് ചെയ്യാണ്.
1/r into delta r divided by delta t. Equation number 6. ഡെൽറ്റ ആർ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. സെറ്റ് അല്ലേ? കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലല്ലോ, ആർക്കും സംശയമില്ലല്ലോ, കോൺഫിഡൻ്റ് അല്ലേ? എന്താണ് മക്കളെ ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, ദാറ്റ് ഈസ് വെലോസിറ്റി. സോ അതിനെ വെലോസിറ്റി എന്ന് കൊടുക്കാം. ഒരു കാര്യം ഞാൻ ഇപ്പോൾ തന്നെ പറയുന്നുണ്ട്, ചില സ്കൂളുകളിൽ ഡി ആർ ബൈ ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടിക്ക് വരും ചിലപ്പോൾ ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു വി എന്ന് പറയാറുണ്ട് കേട്ടോ. അതായത് ടൈം ഇൻട്രവൽ ടെൻസ് ടു 0 ആകുമ്പോൾ പി ക്യു ഡെൽറ്റ ആറിന് പകരം ഡി ആറിന് ഈക്വലൻ്റ് ആണെന്ന് പറയാറുണ്ട്. എന്നിട്ട് ഡി ആർ ബൈ ഡി ടി ആയിട്ട് എഴുതാറുണ്ട്. അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ, ദാറ്റ്സ് ഓൾസോ ഫൈൻ. അതും ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. സോ അങ്ങനെയും എഴുതാം. ചില സ്കൂളുകളിൽ ഡി ആർ ബൈ ഡി ടി എന്ന രീതിയിലും പറയാറുണ്ട്, കുഴപ്പമില്ല. സോ അൾട്ടിമേറ്റ്ലി ഈ ഡെറിവേഷൻ അധികം പരീക്ഷകൾ ചോദിക്കുക. സോ ഡെൽറ്റ ആർ എഴുതിയാലും ഓക്കെയാണ്, ഫൈൻ. ഓക്കെ, സോ ശ്രദ്ധിക്കടാ, ടൈം ഇൻട്രവൽ വളരെ ചെറുതാവുമ്പോൾ പി ക്യു എന്ന് പറയുന്ന ആർക്ക് ലെങ്ത് എന്തിന് അപ്രോക്സിമേറ്റ്ലി ഈക്വലൻ്റ് ആയിരിക്കും? ഡെൽറ്റ ആറിന് അപ്രോക്സിമേറ്റ്ലി ഈക്വലൻ്റ് ആയിരിക്കും. സോ പി ക്യു ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഡെൽറ്റ ആർ. സോ ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി എന്ന് വരും. നോക്കടാ, ഇവിടെ ഞാൻ റീപ്ലേസ് ചെയ്തു, ഈ ആറിനെ കോമൺലി പുറത്തെടുത്തു. സോ 1/r ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി എന്ന് എഴുതി. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ വെലോസിറ്റിക്ക് ഈക്വലൻ്റ് അല്ലേ? തീർച്ചയായും അതെ. സോ ഒമേഗ ഈക്വൽ ടു എന്ത് വരും? ഒമേഗ ഈക്വൽ ടു 1/r ഇൻറ്റു വി എന്ന് വരും. ഇക്വേഷൻ നമ്പർ 7. ഒമേഗ ഈക്വൽ ടു 1/r ഇൻറ്റു വി, ഇക്വേഷൻ നമ്പർ 7. റീഅറേഞ്ച് ചെയ്താലോ? റീഅറേഞ്ച് ചെയ്യുകയാണ്. ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എന്താ മക്കളെ കിട്ടുക? ദാറ്റ് ഈസ് വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 8. ആൻഡ് ദിസ് ഈസ് അവർ ഫൈനൽ ഇക്വേഷൻ. വി ഈക്വൽ ടു ആർ ഒമേഗ എന്ന് കിട്ടും. ദാറ്റ്സ് അവർ ഫൈനൽ ഇക്വേഷൻ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 8. കഴിയും. ഇത്രയേ ഉള്ളൂ പരിപാടി. ഒരു തവണ കൂടി ആവർത്തിക്കാം. ആംഗുലർ വെലോസിറ്റി ഈക്വൽ ടു ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി. ആംഗിൾ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. സോ പി ക്യു ബൈ ആർ എന്ന് എഴുതി. ടൈം ഇൻട്രവൽ വളരെ ചെറുതാവുന്ന സാഹചര്യത്തിൽ പി ക്യു ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഡെൽറ്റ ആർ. ചില സ്കൂളുകളിൽ ഇതിനെ ഡി ആർ എന്ന് പറയാം, ആ സമയത്തുള്ള ടൈമിനെ ഡി ടി എന്നും പറയാറുണ്ട്. സോ അങ്ങനെ എഴുതിയാലും കറക്റ്റ് ആണ്, തെറ്റില്ല. ഓക്കെ, സോ അങ്ങനെയാകുമ്പോൾ നമുക്ക് പി ക്യുവിന് പകരം എന്ത് കൊടുക്കാം? ഡെൽറ്റ ആർ എന്ന രീതിയിൽ ഞാൻ റീപ്ലേസ് ചെയ്തു. ഓക്കെ, ഇതിനെ റീഅറേഞ്ച് ചെയ്തപ്പോൾ 1/r ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി നമുക്ക് എഴുതാം. സോ ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി ഇസ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, ദാറ്റ് ഈസ് വെലോസിറ്റി. സോ ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടിക്ക് വരെ എന്ത് കൊടുക്കാം? വെലോസിറ്റി എന്ന് കൊടുത്തു, വി എന്ന് കൊടുത്തു. സോ വി ഈക്വൽ ടു ആർ ഇങ്ങോട്ട് പോകുമ്പോൾ ആർ ഒമേഗ. സോ വി ഈക്വൽ ടു ആർ ഒമേഗ. സെറ്റ്. ഇതാണ് ഫൈനൽ ആൻസർ. എല്ലാവർക്കും മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി, 2 ക്വസ്റ്റ്യൻസ് കൂടി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുണ്ട്. ശ്രദ്ധിക്കടാ, ഒരു കാറ് സർക്കുലർ പാത്തിന്റെ സർക്കംഫറൻസിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സർക്കുലർ പാത്തിന്റെ റേഡിയസ് സ്മോൾ ലെറ്റർ ആർ ആണ്. എങ്കിൽ വാട്ട് വിൽ ബി ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 റെവല്യൂഷൻ? ഒരു തവണ അതിന്റെ സർക്കംഫറൻസിലൂടെ കറങ്ങുമ്പോൾ എത്രയായിരിക്കും ഡിസ്റ്റൻസ് കവേർഡ്? എത്രയായിരിക്കും? നമുക്ക് എല്ലാവർക്കും അറിയാം, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ സർക്കുലർ പാത്തിന്റെ സർക്കംഫറൻസിന് ഇക്വലന്റ് ആയിരിക്കും, പെരിമീറ്ററിന് ഇക്വലന്റ് ആയിരിക്കും. ശരിയല്ലേ? ഡിസ്റ്റൻസ് ഈസ് ദ പാത്ത് ലെങ്ത് എന്നാണ് സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചത്. സോ അത് 2πr ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? അതുകൂടി പറയണം. ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? എടാ, സർക്കുലർ മോഷനിൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ തന്നെ എത്തിക്കഴിഞ്ഞാൽ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ സെയിം ആണ്. സോ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് വിൽ ബി മോട്ട. ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കും. 0. ഡിസ്റ്റൻസ് സർക്കംഫറൻസിന് ഇക്വലന്റ് ആയിരിക്കും, ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അടുത്തത്, ചൂസ് ദ കറക്റ്റ് ആൾട്ടർനേറ്റീവ്. താഴെ നൽകിയിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഒരു വസ്തു സർക്കുലർ മോഷൻ എക്സിബിറ്റ് ചെയ്യുകയാണ്. അതിന്റെ വെലോസിറ്റിയും ആക്സലറേഷനും ടാൻജൻഷ്യൽ ആയിരിക്കും എന്നാണ് ഒന്നാമത്തെ ഓപ്ഷൻ. തെറ്റാണ്. രണ്ടും ഒരിക്കലും ടാൻജൻഷ്യൽ അല്ല. വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ആദ്യത്തെ റേഡിയൽ ആണ്, തെറ്റാണ്. രണ്ടാമത്തെ ടാൻജൻഷ്യൽ ആണ്, അതും തെറ്റാണ്. വെലോസിറ്റി ഈസ് ടാൻജൻഷ്യൽ, ആക്സലറേഷൻ ഈസ് റേഡിയൽ. കറക്റ്റ് ആണ്. വെലോസിറ്റി ഈസ് റേഡിയൽ, ആക്സലറേഷൻ ടാൻജൻഷ്യൽ. തെറ്റാണ്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. സി ആണ് നമ്മുടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. എല്ലാവരും മനസ്സിലാക്കണം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തതിലോട്ട് പറഞ്ഞാലോ, ലാസ്റ്റ് ഡെറിവേഷൻ ആണ്. ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ തീരുകയാണ്. ഹിയർ കംസ് ദ ലാസ്റ്റ് ഡെറിവേഷൻ, ദാറ്റ് ഈസ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. അവസാന ഡെറിവേഷൻ ആണ് കഴിഞ്ഞു. എന്താണ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ? നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഒരു വസ്തു സർക്കുലർ മോഷൻ എക്സിബിറ്റ് ചെയ്യുമ്പോൾ റേഡിയലി ഇൻവേർഡ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ ടുവേർഡ്സ് സെന്റർ ആയിട്ട് അവിടെ ഒരു ആക്സലറേഷൻ ആക്ട് ചെയ്യും. ആ ആക്സലറേഷനെ വിളിക്കുന്ന പേരാണ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. ഒരു വസ്തു സർക്കുലർ മോഷൻ എക്സിബിറ്റ് ചെയ്യുമ്പോൾ സെന്ററിലോട്ട് ഒരു ആക്സലറേഷൻ ആക്ട് ചെയ്യും. ആ ആക്സലറേഷനെയാണ് നമ്മൾ എന്ത് പറയുക? സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്ന് പറയുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. റൈറ്റ്. സോ അതുമായി ബന്ധപ്പെട്ട ഡെറിവേഷൻ ആണ് ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. കൂടെ നിൽക്കുക, എല്ലാവരും കൂടെ നിൽക്കുക. വളരെ സിമ്പിൾ ആണ്. ഫൈൻ. ഞാനൊരു കംപ്ലീറ്റ് സർക്കുലർ പാത്ത് വരയ്ക്കുന്നില്ല, അതിൻ്റെ പകുതി പോർഷൻ മാത്രമാണ് വരച്ചിരിക്കുന്നത്. ഹാഫ് പോർഷൻ. ഓക്കെ. സോ സി ആണ് സെൻറ്റർ എന്ന് പറയുന്നത്. ഡെൽറ്റ തീറ്റ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. 6. ഇവിടെ 2 പോയിന്റ് നമുക്ക് എടുക്കാം. പി ഡാഷ് 2 പോയിന്റ് എടുത്തു.
പിയിലുള്ള വെലോസിറ്റിയാണ് വി എന്ന് പറയുന്നത്, പി ഡാഷുള്ള വെലോസിറ്റി വെക്ടറാണ് വി ഡാഷ് എന്ന് പറയുന്നത്. ഫൈൻ. ലീനിയർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഡെൽറ്റ ആർ എന്ന് പറയുന്നത്. സ്ട്രെയിറ്റ് ലൈൻ ലീനിയർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഡെൽറ്റ ആർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ആർ ഡാഷ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്ടേഴ്സ് ആണ്. ഒരു തവണ കൂടി ആവർത്തിക്കാം. ഒരു സർക്കുലർ പാത്തിൻ്റെ പകുതി ഭാഗമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ആ വസ്തുവിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ പി ആണ്, അതിലോട്ടുള്ള പൊസിഷൻ വെക്ടറാണ് ആർ എന്ന് പറയുന്നത്. ഫൈനൽ പൊസിഷൻ പി ഡാഷ് ആണ്, സോ അതിലോട്ടുള്ള പൊസിഷൻ വെക്ടറാണ് ആർ ഡാഷ് എന്ന് പറയുന്നത്. റെഡി? ഓക്കെ. അവിടെയുള്ള പിയിലുള്ള വെലോസിറ്റി വെക്ടറാണ് വി, പി ഡാഷുള്ള വെലോസിറ്റി വെക്ടറാണ് വി ഡാഷ്. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ തീറ്റയാണ്, ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ ആർ ആണ്. സെറ്റ്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കൃത്യമായി മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലല്ലോ. സെറ്റ്. അടുത്ത ശ്രദ്ധിക്കണം. റേഡിയസ് ഓഫ് ദ സർക്കുലർ പാത്തിന് എന്തായി കൊടുക്കാം? ക്യാപിറ്റൽ ആർ. ക്യാപിറ്റൽ ആർ ക്യാൻ ബി ടേക്കൺ ആസ് ദ റേഡിയസ് ഓഫ് ദ സർക്കുലർ പാത്ത്. സർക്കുലർ പാത്തിന്റെ റേഡിയസിനെ ക്യാപിറ്റൽ ആർ ആയിട്ട് നമുക്ക് എടുക്കാം. റേഡിയസ് ഓഫ് ദ സർക്കുലർ പാത്ത് ക്യാൻ ബി ടേക്കൺ ആസ് ക്യാപിറ്റൽ ആർ. റെഡി? ബാ, ശ്രദ്ധിക്കും. ഇനി നമ്മൾ ഡെറിവേഷനിലോട്ട് കിടക്കുന്നു. അതിന് മുൻപായിട്ട് നമുക്ക് ഈ പറയുന്ന വെലോസിറ്റി വെക്ടേഴ്സ് ഓറിയന്റഡ് ആയ ഒരു ഡയഗ്രാം കൂടി കൺസ്ട്രക്ട് ചെയ്യണം. നോക്കടാ, ഈ കാണുന്ന വെലോസിറ്റി വെക്ടർ ഞാൻ ഇങ്ങോട്ട് വരയ്ക്കട്ടെ. നോക്കിക്കേ, വെലോസിറ്റി വെക്ടർ ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. വി. ദിസ് ഈസ് വി. ഈ വെലോസിറ്റി വെക്ടറിനെ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ഈ വെലോസിറ്റി വെക്ടർ ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഫൈൻ. ശ്രദ്ധിക്കടാ, എല്ലാവരും ഇതേപോലെ തന്നെ ശ്രദ്ധിക്കണേ. രണ്ടാമത്തെ വെലോസിറ്റി വെക്ടർ അവനെ വിളിക്കുന്നവരെന്താണ്? വി ഡാഷ്. അവനെ വിളിക്കുന്നവർ വി ഡാഷ് എന്നല്ലേ? തീർച്ചയായും അതെ. സോ ദാറ്റ് ഈസ് വി ഡാഷ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. എല്ലാവരും ശ്രദ്ധിച്ചോ. രണ്ട് വെലോസിറ്റി വെക്ടേഴ്സ് ഉണ്ട്. ഈ വെലോസിറ്റി വെക്ടറിനെ ഞാൻ ഇങ്ങോട്ട് വരച്ചു, ഈ വെലോസിറ്റി വെക്ടറിനെ ഞാൻ ഇങ്ങോട്ട് വരച്ചു. ഫൈൻ. വിയും വി ഡാഷും. ഓക്കെ, ഇവർക്കിടയിലുള്ള ആംഗിൾ എത്രയായിരിക്കും മക്കളെ? നിങ്ങൾ തിരിച്ചറിയുക, ഈ രണ്ട് പൊസിഷൻ വെക്ടേഴ്സിനിടയിലുള്ള ആംഗിൾ തന്നെയായിരിക്കും അവരുടെ ടാൻജൻറ്റുകൾക്കിടയിലുള്ള ആംഗിളും. ദാറ്റ് ഈസ് ഡെൽറ്റ തീറ്റ തന്നെയായിരിക്കും. സംശയം വേണ്ട. ദാറ്റ് ഈസ് ഡെൽറ്റ തീറ്റ. ഓക്കെ, ഇത് വിയും വി ഡാഷും കിട്ടിയില്ലേ? അപ്പോൾ മൂന്നാമത്തെ വശം ഞാൻ മാർക്ക് ചെയ്യുകയാണ്. തേർഡ് സൈഡ്. ഹിയർ ഇസ് ദ തേർഡ് സൈഡാണ് ഡെൽറ്റ വി എന്ന് പറയുന്നത്. അതെങ്ങനെ ഡെൽറ്റ വി കിട്ടി എന്ന സംശയം നിങ്ങൾക്ക് പലർക്കും ഉണ്ടാവാം. സിമ്പിളായിട്ട് പറഞ്ഞുതരാം, ശ്രദ്ധിക്കടാ. അക്കോർഡിംഗ് ടു ട്രയാങ്കിൾ ഓഫ് എ ട്രഡിഷൻ, ഈ രണ്ട് വെക്ടേഴ്സ് സെയിം ഓർഡറിലുള്ള വെക്ടേഴ്സാണ്. നോക്കിക്കേ, ഒരു ട്രയാങ്കിളുടെ രണ്ട് അഡ്ജസ്റ്റൻറ്റ് സൈഡായിട്ട് സെയിം ഓർഡറിലുള്ള വെക്ടേഴ്സാണ്. സോ നമുക്ക് ശരിക്കും എങ്ങനെ എഴുതാം? ഈ രണ്ട് വെക്ടേഴ്സിന് സെയിം ഓർഡറിലുള്ളതിനാൽ തന്നെ വി പ്ലസ് ഡെൽറ്റ വി ഈക്വൽ ടു ഓപ്പോസിറ്റ് ഓർഡറിൽ ഇവിടെ ആരാ ഉള്ളത്? വി ഡാഷ് ആണ്. സോ വി ഡാഷിനെ റിസൾട്ടൻ്റ് ആയിട്ട് എടുക്കാമല്ലോ. സോ വിയും ഡെൽറ്റ വിയും സെയിം ഓർഡറിലുള്ള വെക്ടേഴ്സ് ആണ് അക്കോർഡിംഗ് ടു ട്രയാങ്കിൾ ലോ. സോ വി പ്ലസ് ഡെൽറ്റ വി ഈക്വൽ ടു റിസൾട്ടൻ്റ് ആരായിട്ട് എടുക്കാം? വി ഡാഷ് ആയിട്ട് എടുക്കാം. സോ വി ഡാഷ്. അങ്ങനെയാണെങ്കിൽ നോക്കടാ, വി ഡാഷ് മൈനസ് വി ഈക്വൽ എന്ത് വരും? ചേഞ്ച് ഇൻ വെലോസിറ്റി ഡെൽറ്റ വി. സോ വി ഡാഷ് മൈനസ് വി ഈക്വൽ നമുക്ക് എന്ത് എഴുതാം? ചേഞ്ച് ഇൻ വെലോസിറ്റി ഡെൽറ്റ വി. സോ ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി, അഥവാ വി ഡാഷ് മൈനസ് വി ആണ് ഡെൽറ്റ വി എന്ന കാര്യം തിരിച്ചറിയിക്കാം. ക്ലിയർ അല്ലേ? കൃത്യമായിട്ട് മനസ്സിലായോ? വി ഡാഷ് എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി, വി എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി, ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി. സെറ്റ്. ഇപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ എങ്ങനെ വന്നു എന്ന കാര്യം ക്ലിയർ അല്ലേ? സംശയമില്ലാലോ? ഇല്ല എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ഇനി ഇവരെ ഞാനൊന്ന് നിവർത്തി വരയ്ക്കുകയാണ്. ബിക്കോസ് നമുക്ക് ഇവിടെ ഒരു സിമിലാരിറ്റി എടുക്കണം. അതിനാൽ തന്നെ ഇവനെ ഞാനൊന്ന് നിവർത്തി വരച്ചു. ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ട്രയാങ്കിൾ ആണ് കേട്ടോ. ഇവിടെ ഒരു ഗ്യാപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും ട്രയാങ്കിൾ അല്ല എന്ന് വിചാരിക്കരുത്. വിചാരിച്ചാൽ ഇടിക്കും. ഇത് ട്രയാങ്കിൾ തന്നെയാണ്. അത് വേണം ഇങ്ങനെ വരയ്ക്കാം. ആരോ മാർക്കൊക്കെ ഉള്ളത് കൊണ്ടാണ്. സോറി, ട്രയാങ്കിൾ തന്നെയാണ്, നോ ഡൗട്ട്. ഓക്കെ, ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. നമുക്ക് ഇതിനൊരു പേര് കൊടുത്താലോ? ഒരു പേര് കൊടുക്കണേ. GHI. ഇതാ GHI ഒരു പേര് കൊടുത്തു. നിങ്ങൾ ഈ രണ്ട് ട്രയാങ്കിൾസ് നോക്കടാ. ഈ ഒരു ട്രയാങ്കിളും ഈ ഒരു ട്രയാങ്കിൾ നോക്കിക്കേ. രണ്ടും സിമിലർ ട്രയാങ്കിൾസ് അല്ലേ? യെസ്, ബോത്ത് ആർ സിമിലർ ട്രയാങ്കിൾസ്. രണ്ടും സിമിലർ ട്രയാങ്കിൾസ് ആയതിനാൽ തന്നെ ഇവരുടെ സൈഡ്സ് സെയിം റേഷ്യോ ആയിരിക്കും. ഇവ രണ്ടുപേരും സിമിലർ ട്രയാങ്കിൾസ് ആയതിനാൽ തന്നെ ഇവരുടെ സൈഡ്സിൻ്റെ പ്രത്യേകത രണ്ടും സെയിം റേഷ്യോ ആയിരിക്കും. സൈഡ്സ് സെയിം റേഷ്യോ അല്ലേ? സോ നമുക്ക് ഇക്വേറ്റ് ചെയ്താലോ? സൈഡ്സ് സെയിം റേഷ്യോ ആയതുകൊണ്ട് ഇക്വേറ്റ് ചെയ്യാണെന്ന് നോക്കടാ. സോ HI എന്ന് പറയുന്ന സൈഡിന് സിമിലർ ആയ സൈഡ് ആയിരിക്കും PP ഡാഷ് എന്ന് പറയുന്നത്. റൈറ്റ്? HI എന്ന് പറയുന്ന സൈഡിന് സിമിലർ ആണ് PP ഡാഷ്. സോ HI ഡിവൈഡഡ് ബൈ PP ഡാഷ് ഈക്വൽ ടു, അടുത്ത സൈഡ് എടുത്തു, GI എന്ന് പറയുന്ന സൈഡിന് സിമിലർ ആയിരിക്കും CP. സോ GI എന്ന് പറയുന്ന സൈഡിന് സിമിലർ ആണ് CP. ഇക്വേഷൻ നമ്പർ 1 എല്ലാവരും ശ്രദ്ധിക്കണേ. HIക്ക് സിമിലർ ആണ് PP ഡാഷ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്തു. അടുത്തത്
ജി ഐക്ക് സിമിലർ ആണ് സി പി എന്ന് പറയുന്നത്, അതും നമ്മൾ എഴുതി. റെഡി. ഇനി ഇതിന് റീപ്ലേസ്മെന്റ് നടത്തുകയാണ്. എച്ച് ഐ എന്തിന് ഇക്വലന്റ് ആണ്? ഡെൽറ്റ വിക്ക് ഇക്വലന്റ് ആണ്. പി പി ഡാഷ് എന്തിന് ഇക്വലന്റ് ആണ്? ഡെൽറ്റ ആറിന് ഇക്വലന്റ് ആണ്. സോ ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ആർ ഈക്വൽ ടു ജി ഐ. ജി ഐ വിക്ക് ഇക്വലന്റ് അല്ലേ? സോ വി ഡിവൈഡഡ് ബൈ സി പി എന്തിന് ഇക്വലന്റ് ആണ്? സി പി എന്ന് പറഞ്ഞാൽ റേഡിയസിന് ഇക്വലന്റ് ആണ് സർക്കുലർ പാത്തിന്റെ. സി പിക്ക് പകരം 6 എന്ന് കൊടുത്തു. ഇക്വേഷൻ നമ്പർ 2 ശ്രദ്ധിക്കടാ. ഈ ഡെൽറ്റ ആറിനെ ഇങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ. ഈ കാണുന്ന ഡെൽറ്റ ആറിനെ റീഅറേഞ്ച് ചെയ്യുകയാണ്. ഇവനെ ഞാൻ വലത്തോട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇക്വേഷൻ മാറുന്നത് ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണേ. ഡെൽറ്റ വി ഈക്വൽ ടു ഡെൽറ്റ ആർ ഇൻറ്റു വി ബൈ ആർ. ഇക്വേഷൻ നമ്പർ 3. ഈ ഹോൾ ഇക്വേഷൻ ഞാൻ ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ട് ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. മുഴുവനും ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണേ. അപ്പോൾ എന്ത് കിട്ടും? ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി ഇൻറ്റു വി ബൈ ആർ എന്ന് വരും. ഇക്വേഷൻ നമ്പർ 4. ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആക്സലറേഷൻ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഈക്വൽ ടു ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി. വി ആണ് വെലോസിറ്റി, വി ഇൻറ്റു വി ബൈ ആർ. ഇക്വേഷൻ നമ്പർ 5. റീപ്ലേസ്മെൻറ്റുകൾ സൈഡിൽ എഴുതാം. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ, ദാറ്റ് ഈസ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ലീനിയർ വെലോസിറ്റി വി. രണ്ടും റീപ്ലേസ് ചെയ്തു. സോ എ സി ഈക്വൽ എന്ത് കിട്ടി? വി സ്ക്വയർ ബൈ ആർ എന്ന് കിട്ടി. ദിസ് ഈസ് വൺ ഓഫ് ദ ഫൈനൽ ഇക്വേഷൻ. ഇത് നമ്മുടെ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ്റെ വൺ ഓഫ് ദ ഫൈനൽ ഇക്വേഷൻ ആണെന്ന് മനസ്സിലാക്കുക. ദിസ് ഈസ് വൺ ഓഫ് ദ ഫൈനൽ ഇക്വേഷൻ. സെറ്റ്. അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ഇനി ഒരു ഇക്വേഷൻ കൂടി നമുക്ക് സെറ്റാക്കാം. ശ്രദ്ധിക്കണം. എ സി ഈക്വൽ ടു വിക്ക് പകരം ആർ ഒമേഗ കൊടുക്കാലോ. സോ ആർ ഒമേഗ ഹോൾ സ്ക്വയർ ബൈ ആർ എന്ന് വരും. ആർ ഒമേഗ ഹോൾ സ്ക്വയർ എന്താണ്? ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ ബൈ ആർ എന്ന് കിട്ടും. ആറും ക്യാൻസൽ ചെയ്തു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ഒമേഗ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 7. ഇതും സെൻട്രിപെറ്റൽ ആക്സലറേഷൻ വൺ ഓഫ് ദ മേജർ ഇക്വേഷൻ. രണ്ട് ഓറിയൻറ്റഡ് ആയ ക്വസ്റ്റ്യൻസും ചോദിക്കാം. ഇവിടെയുള്ള റീപ്ലേസ്മെൻറ്റ് കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ദാറ്റ് ഈസ് ഫൈനലി നമ്മൾ റീപ്ലേസ് ചെയ്തത് വി ഈക്വൽ ടു ആർ ഒമേഗയാണ്. അതാണ് നമ്മൾ ഇവിടെ റീപ്ലേസ് ചെയ്തിട്ട് വിക്ക് പകരം ആർ ഒമേഗ കൊടുത്തു. പിന്നെ സ്ക്വയർ അകത്തോട്ടിട്ടു. ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ ബൈ ആർ. ആറും ക്യാൻസൽ ചെയ്തു. സോ ആർ ഒമേഗ സ്ക്വയർ. ദിസ് ഈസ് എ ഫൈനൽ ഇക്വേഷൻ. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ രണ്ട് മേജർ ഇക്വേഷൻസ് ആണ് നമുക്ക് കിട്ടിയത്. രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കേണ്ടതാണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. അത്ര തന്നെ മനസ്സിലാക്കി പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ്. റെഡി. ഇനി നമുക്ക് ഒരേ ഒരു കാര്യം കൂടി ചെയ്തിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ലാസ്റ്റ് വൺ ആണ്, അതുകൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അതോട് കഴിഞ്ഞു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതോടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത്ര തന്നെ റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ചോദ്യം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുകൂടി കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. കഴിഞ്ഞു. സോ ഈ പറയുന്ന 10:15 171 മക്കൾ ലൈവ് കാണുന്നുണ്ട്. വലിയ സന്തോഷമുണ്ട് കേട്ടോ. കാരണം സമയം ഏകദേശം ഒരു 3.25 മണിക്കൂറാണ് ലൈവ് തുടങ്ങിയിട്ട്. 7 മണിക്ക് തുടങ്ങിയ ലൈവ് 10:15 ഇനി ഒരു 2 മിനിറ്റ് കൂടി കഴിഞ്ഞു. സോ ഇത്രയും സമയത്ത് ഇത്രയും മക്കൾ ലൈവ് കാണുന്നു എന്ന് പറയുന്നത് എനിക്ക് ഗ്രേറ്റ്, അടിപൊളി. പഠിക്കണമെന്ന് കമ്മിറ്റഡ് ആയിട്ടിരിക്കുന്ന കുറേ പേരുണ്ട്. കുറേ പേര് കോഴിത്തരം കാണിക്കാൻ വേണ്ടി വരുന്നുണ്ട്. എന്നാലും പഠിക്കണമെന്ന് വിചാരിക്കുന്ന നിരവധി മക്കൾ ഉണ്ടെന്ന് അറിയുന്നതിൽ വലിയ സന്തോഷം. നിങ്ങൾക്ക് ഒഫീഷ്യൽ ഓണം എക്സാം ഇല്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. വലിയ സന്തോഷം. സോ ഞാനിടുന്ന എഫേർട്ടിന് റിസൾട്ട് കിട്ടുന്ന കുറച്ച് പേരുണ്ടെന്ന് പറയുമ്പോൾ ഹാപ്പി. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞടാ. ആൻ ഇൻസെക്ട് ഈസ് ട്രാപ്ഡ് ഇൻ എ സർക്കുലർ ഗ്രൂ ഓഫ് റേഡിയസ് 12 സെൻറ്റിമീറ്റർ. ഒരു പ്രാണി സർക്കുലർ ഷേപ്പിലുള്ള കെണിയിൽ പെട്ടിരിക്കുകയാണ്. ആ കെണിയുടെ റേഡിയസ് 12 സെൻറ്റിമീറ്റർ ആണ്. ആ പ്രാണി ചുമ്മാ ഇരിക്കുകയല്ല ചെയ്യുന്നത്. ഇറ്റ് കംപ്ലീറ്റ് 7 റെവല്യൂഷൻസ് ഇൻ 100 സെക്കൻഡ്. അവൻ 7 റെവല്യൂഷൻ 100 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. കണ്ടിന്യൂസ്ലി കറങ്ങിക്കൊണ്ടിരിക്കുക. ചുമ്മാ ഇരിക്കുകയല്ല ആ പ്രാണി ചെയ്യുന്നത്. ആ പ്രാണി ആ സർക്കുലർ പാത്തിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രാണി ആ സർക്കുലർ പാത്തിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക. റെഡി? യെസ്. അപ്പോൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? വാട്ട് ഈസ് ദ ലീനിയർ സ്പീഡ്? നെയിം ദ ആക്സലറേഷൻ, ഫൈൻഡ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. സിമ്പിൾ അല്ലേ? ഈസി ആയി കണ്ടുപിടിക്കാം. ആദ്യം ഗിവൺ ഡാറ്റാസ് എഴുതി പ്രൊസീഡ് ചെയ്താലോ. ഒന്നാമത്തെ ചോദ്യത്തിന് ആവശ്യമുള്ള ഗിവൺ ഡാറ്റാസ് എഴുതുകയാണ്. ശ്രദ്ധിക്കണേടാ. സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് 12 സെൻറ്റിമീറ്റർ ആണ്. സോ ആർ ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ. നമുക്കറിയാം നമ്മൾ മീറ്ററിൽ എക്സ്പ്രസ് ചെയ്യുക. സോ 12 × 10⁻²⁻² മീറ്റർ. അടുത്ത് ഇറ്റ് കംപ്ലീറ്റ് 7 റെവല്യൂഷൻസ് ഇൻ 100 സെക്കൻഡ്. 7 റെവല്യൂഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ 100 സെക്കൻഡ് സമയമാണ് എടുക്കുക. അപ്പോൾ ഒരു റെവല്യൂഷൻ എടുക്കുന്ന സമയം എത്രയാണ്? ടൈം പീരീഡ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 7. അപ്പോൾ നമുക്ക് ഒരു റെവല്യൂഷൻ എടുക്കുന്ന സമയം കിട്ടും. ദാറ്റ് ഈസ് 14.28 സെക്കൻഡ്. ടൈം പീരീഡ് കിട്ടി. ആംഗുലർ വെലോസിറ്റി കണ്ടുപിടിക്കാം. ഒമേഗ ഈക്വൽ ടു
2π/t ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 3.14 ഡിവൈഡ് ബൈ ടൈം എത്രയാണ്? 14.28. ഇത് ചെയ്യുമ്പോൾ 0.44 ആണ് കിട്ടുക എന്നാണ് എൻ്റെ വിശ്വാസം. യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ്. സോ ആംഗുലർ വെലോസിറ്റി കിട്ടി 0.44 റേഡിയൻ പെർ സെക്കൻഡ്. ഇനി ലീനിയർ വെലോസിറ്റി കണ്ടുപിടിക്കാം. വിയുടെ ഫോമുല അറിയാലോ, r ഒമേഗയാണ്. r 12 × 10⁻²- ആണ്. ഒമേഗ 0.44 ആണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ കിട്ടുന്നത് 5.28 × 10⁻² മീറ്റർ പെർ സെക്കൻഡ്. 5.28 × 10⁻² മീറ്റർ പെർ സെക്കൻഡ് ഒന്നാമത്തെ ഉത്തരമായി. ദാറ്റ് ഈസ് ലീനിയർ വെലോസിറ്റി. രണ്ടാമത്തെ ഉത്തരം സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. എ സിയുടെ ഫോമുല അറിയാം, r ω² ആണ്. 12 × 10⁻² × ഒമേഗ 0.44 ഹോൾ സ്ക്വയർ. എത്രയാണ് മക്കളെ ഉത്തരം കിട്ടുക? 2.32 × 10⁻² മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ദാറ്റ് ഈസ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. ഇത്ര ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. വലിയ ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി അവൻ്റെ ഡയറക്ഷൻ കൂടി ചോദിച്ചിട്ടുണ്ട്. നെയിംഡ് ആക്സിലറേഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ ദ ഇൻസെക്ട്. ആക്സിലറേഷനെ വിളിക്കുന്നവർ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ആണ്. അതിൻ്റെ ഡയറക്ഷൻ കൂടി നിങ്ങൾക്ക് അറിയണം. ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? റേഡിയലി ഇൻവേർഡ് ഡയറക്ഷൻ ആയിരിക്കും, അകത്തോട്ടായിരിക്കും. എ സീരീസ് ഡയറക്റ്റഡ് റേഡിയലി ഇൻവേർഡ്. ക്ലിയർ അല്ലേ? കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഇതോടുകൂടി തന്നെ ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാണ്. കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞു. ഇതിനപ്പുറം ഒന്നുമില്ല. ഓണപരീക്ഷയ്ക്കല്ല, അങ്ങ് ഇനി വരാൻ പോകുന്ന ക്രിസ്മസ് പരീക്ഷയ്ക്കാണെങ്കിലും മോഡൽ എക്സാമിനാണെങ്കിലും പബ്ലിക് എക്സാമിനാണെങ്കിലും ഈ ലൈവ് മാത്രം മതി. ഇതിനകത്ത് മുഴുവൻ കാര്യങ്ങളും 100%. ഏകദേശം 3.25 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ മോഷൻ്റെ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് മതിയടാ. ഇതിനേക്കാളും എഫക്റ്റീവായ റിവിഷൻ ഇല്ല. അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഓരോ ടോപ്പിക്കുകളും ഓരോ ഡെറിവേഷൻസും ഓരോ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും ക്രാക്ക് ചെയ്തിരിക്കുന്നത്. എൻ്റെ എല്ലാ അനിയന്മാർക്കും അനിയത്തിമാർക്കും ഇത് വർത്താണ് എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ഈ എഫേർട്ടിന് നിങ്ങൾ തിരിച്ചു തരേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം. കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഒരു കമൻറ്റ് ഇടുക. അത് ആപ്പിൽ ലൈവ് കണ്ട കുട്ടിയാണെങ്കിലും യൂട്യൂബിൽ ലൈവ് കണ്ട കുട്ടിയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഉറപ്പായും കമൻറ്റ് ബോക്സിലാണ്. ഈ ലൈവ് എത്രത്തോളം വർത്താണ്, എത്രത്തോളം ഡെറിവേഷൻസും കോൺസെപ്റ്റുകളും ന്യൂമറിക്കൽസും ബ്രഷപ്പ് ചെയ്യാൻ പറ്റി, പുതിയതായിട്ട് പഠിച്ചെടുക്കാൻ സാധിച്ചു എന്ന കാര്യം നമ്മുടെ ആപ്പിലുള്ള അഗ്നി ബാച്ചിലുള്ള അനിയന്മാരും അനിയത്തിമാരുമാണെങ്കിലും ഒരു വാലിഡായ കമൻറ്റ് ആ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് ഇടുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. കാരണം അതാണ് ആസ് എ ടീച്ചർ അല്ലെങ്കിൽ ആസ് എ ബ്രദർ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അത് നിങ്ങളെല്ലാവരും എനിക്ക് നൽകുമെന്നാണ് എൻ്റെ വിശ്വാസം. സോ ഗൈസ്, ഇനി ഞാൻ വൈകിപ്പിക്കുന്നില്ല. സ്ലൈഡ്സ് ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ചാനലിനകത്ത്, നമ്മുടെ വാട്സപ്പ് ചാനലിനകത്തൊക്കെ വരുന്നതായിരിക്കും. സോ ലവ് യു ആൾ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്. കമൻറ്റ് ഇടാൻ മറക്കരുത്. നമുക്ക് കാണാം. നാളെ സൂപ്പർ 60 ഉണ്ട്, അടിപൊളിയാക്കാം. സോ ലവ് യു ആൾ, ഗുഡ് നൈറ്റ്. ഉഷാറായിട്ട് കിടന്നുറങ്ങാം. കാണാം.